നമസ്കാരം. ബ്രദർ സാഹോ താൻ കൂടെ ഗൂസ് സിറ്റിയിലേക്ക് വരുന്നു എന്ന് മാർക്കിനോട് പറഞ്ഞപ്പോൾ മാർക്ക് ശരിക്കും പെട്ടതുപോലെയായി. ഈ ബ്രദർ സാഹോയെ കൂടി മാർക്ക് ഇപ്പോൾ ഗൂസ് സിറ്റിയിലേക്ക് കൊണ്ടുപോയാൽ അത് മാർക്കിന്റെ രഹസ്യം പൊളിക്കുന്ന ഒരു പരിപാടിയായി മാറും. മാർക്ക് ബ്രദർ സാഹോയോട് പറഞ്ഞു, ഹേയ് ബ്രദർ, അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ, മറ്റെപ്പോഴെങ്കിലും അവിടേക്ക് പോവാലോ. ഹേയ് അങ്ങനെയല്ല ബ്ലാക്ക്, എനിക്ക് ഗൂസ് സിറ്റിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തായാലും നീ അവിടേക്ക് പോവുകയല്ലേ, നമുക്ക് മെഡിയം മറിഞ്ഞൊക്കെ പോവാം. മാർക്ക് ബ്രദർ സാഹയെ കൊണ്ടുപോകാതിരിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കിയെങ്കിലും ബ്രദർ മാർക്കിനൊപ്പം പോകുന്നു എന്നത് തീരുമാനിച്ച പോലെ ആയതുകൊണ്ട് അവസാനം മാർക്കിന് വഴങ്ങേണ്ടി വന്നു. രണ്ടുപേരും കൂടി ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ അടുത്ത് നിന്ന് ഗൂസ് സിറ്റിയിലേക്ക് തിരിച്ചു. 2 ദിവസത്തിലേറെ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ആ യാത്രയ്ക്ക് വേണ്ടി ബ്രദർ സാഹോ ഒരു എക്സോട്ടിക് ബീസ്റ്റിനെയാണ് വാടകയ്ക്ക് എടുത്തത്. ആ പക്ഷിക്ക് വേണ്ടി നല്ലൊരു തുക തന്നെ വാടകയായിട്ട് ബ്രദർ സാഹോ മുടക്കുകയും ചെയ്തു. എന്തായാലും ബ്രദർ സാഹോ അങ്ങനെ പണം മുടക്കിയപ്പോൾ മാർക്കിന് കുറച്ച് എളുപ്പം ഗൂസ് സിറ്റിയിലേക്ക് നീങ്ങാൻ പറ്റി. 2ാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോൾ അവർ രണ്ടുപേരും ഗൂസ് സിറ്റിയിലെത്തി അവർ ഒരു ഹോട്ടലിലെ മുറി വാടകയ്ക്കെടുത്ത് അവിടെ സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം രണ്ടുപേരും കൂടി ലേലം നടക്കുന്ന ആ ഹാളിലെത്തി. അവിടെ എല്ലാ ദിവസവും ഏതെങ്കിലും ശൈലിയിലുള്ള സാധനങ്ങൾ ലേലത്തിനെത്തും. ഒരു സ്ഥിരം ലേല ഹാളാണ്. അന്നത്തെ ലേലം കഴിഞ്ഞ് സിസ്റ്റർ ലിൻ എന്ന അലീന പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവൾ മാർക്കിനെ കണ്ട് വെളുക്കെ അവൾ ചിരിക്കുമ്പോഴാണ് മാർക്കിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ബ്രദർ സാഹോയിൽ അവളുടെ കണ്ണുടക്കുന്നത്. ബ്രദർ സാഹോയെ കണ്ടപ്പോൾ ശരിക്കും സിസ്റ്റർ ലിൻ ഒന്ന് പതറി. ആ പതർച്ച വിദഗ്ധമായി മറച്ചുകൊണ്ട് സിസ്റ്റർ ലിൻ ബ്രദർ സാഹോയുടെ അടുത്തെത്തി. ഹേയ് ബ്രദർ, താങ്കളെന്താ ഇവിടെ? ഹേയ് സിസ്റ്റർ ലിൻ, ഞാന് ഈ ഗൂസ് സിറ്റിയിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ബ്ലാക്ക് ഇങ്ങോട്ട് വരുന്ന കാര്യം അറിഞ്ഞത്. എന്നാ പിന്നെ യാത്ര ഒന്നിച്ചാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രദർ സാഹോ പറഞ്ഞതും സിസ്റ്റർ ലിൻ ഒന്ന് ചിരിക്കുകയല്ലാതെ ബ്രദർ സാഹോയുടെ ആ കമന്റിന് മറുപടി ഒന്നും പറയാൻ സിസ്റ്റർ ലിന്റെ കയ്യിൽ ഇല്ല എന്നാണ് സത്യം. അങ്ങനെ ചിരിക്കുമ്പോഴും സിസ്റ്റർ ലിന്നും കൂടെ നിൽക്കുന്ന മാർക്ക് ഫെല്ലറും ആലോചിക്കുന്നത് ഈ ബ്രദർ സാഹോയെ എങ്ങനെ ഒഴിവാക്കാമെന്നാണ്. അതിനെ പറ്റിയ ഒരു ആശയം കിട്ടാൻ വേണ്ടി സിസ്റ്റർ ലിൻ മാർക്കിനോട് പറഞ്ഞു, ഏയ് ബ്രദർ, നമുക്ക് ഒന്ന് ഭക്ഷണം കഴിച്ചാലോ. അങ്ങനെ സിസ്റ്റർ ലിൻ പറഞ്ഞതും മാർക്ക് ഫെല്ലറും സിസ്റ്റർ ലിന്നും ബ്രദർ സാഹും കൂടി ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനായി എത്തി. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സിസ്റ്റർ ലിന്നും മാർക്ക് ഫെല്ലറും ആലോചിക്കുന്നത് അവിടെ അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ബ്രദർ സാഹുയെ എങ്ങനെ ഒഴിവാക്കാമെന്നാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ സിസ്റ്റർ ലിൻ ബ്രദർ സാഹുയോട് പറഞ്ഞു, ഏയ് ബ്രദർ, നിങ്ങൾ എന്തു വാങ്ങാനാ ഇവിടേക്ക് വന്നത്? ഹേയ് സിസ്റ്റർ, അതെന്ത് ചോദ്യമാണ്? കഴിഞ്ഞ പ്രാവശ്യം എന്നെ സിസ്റ്റർ കണ്ടപ്പോ എന്നോട് എന്തോ പറഞ്ഞത്? എന്നോടൊപ്പം കറങ്ങാനായി വരാമെന്നല്ലേ പറഞ്ഞത്? സിസ്റ്റർ, ഞാൻ ഇവിടേക്ക് വന്നത് സിസ്റ്റർക്കൊപ്പം ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി കാണാനാണ്. ഗൂസ് സിറ്റി ഇവിടെ വലിയൊരു സിറ്റിയാണല്ലോ, ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. ആ കാഴ്ചകൾ കാണാൻ വേണ്ടി സിസ്റ്റർ ലിൻ ബ്രദർ സാഹയ്ക്കൊപ്പം ചെല്ലാമെന്ന് നേരത്തെ അവിടെ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ അടുത്തുള്ള ആ റെസ്റ്റോറന്റിൽ വെച്ച് അവൾ തന്നെ വാക്കുകൊടുത്തതാണ്. അത് മനസ്സിലേക്ക് വന്നതും സിസ്റ്റർ ലിൻ ബ്രദർ സാഹയോട് പറഞ്ഞു, ഏഹ് ബ്രദർ, ഇപ്പോ ഞാൻ ശരിക്കും തിരക്കിലാണ്. എനിക്ക് എന്റെ ബ്രദറിനോട് കുറേയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടലിലേക്ക് മടങ്ങും. ഞങ്ങൾ ഒന്ന് പുറത്തു പോയിട്ട് വരാം. അല്ല സിസ്റ്റർ, ഞാൻ കൂടെ വരാം. നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ മാറി നിന്നാ പോരെ? ഏയ് ബ്രദർ, അത് ശരിയാവില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ചില ആളുകളെയൊക്കെ കാണണം, അവരുമായി സംസാരിക്കണം, കുടുംബവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഒത്തുതീർക്കാനുണ്ട്. സിസ്റ്റർ ലിൻ അങ്ങനെ തീർത്ത് പറഞ്ഞപ്പോൾ ഒരു ലക്ഷ്യമില്ല എന്ന് മനസ്സിലായ ബ്രദർ സാഹോ അവസാനം സമ്മതിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രദർ സാഹോയെ സിസ്റ്റർ ലിന്നും മാർക്കും കൂടി അയാൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഉണ്ടാക്കി. ആ ഹോട്ടലിന്റെ ഗേറ്റ് കടന്ന് ബ്രദർ സാഹോ അകത്തേക്ക് കയറുമ്പോൾ ബ്രദർ സാഹോയ്ക്ക് ടാറ്റ കാണിച്ചിട്ട് സിസ്റ്റർ ലിൻ അയാളോട് പറഞ്ഞു, അപ്പോ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമുക്ക് ഒന്നിച്ച് കറങ്ങാം. അത് കേട്ടപ്പോൾ ബ്രദർ സാഹോയ്ക്ക് ഒരു സന്തോഷം വരുന്നത് സ്വാഭാവികമായും സിസ്റ്റർ ലിനും മാർക്ക് ഫെല്ലറും ശ്രദ്ധിക്കുകയും ചെയ്തു. മാർക്കും സിസ്റ്റർ ലിനും കൂടി ആ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി ഇടതുവശത്തെ റോഡിലോട്ട് നടന്നു. ആ ഭാഗത്ത് നല്ല തിരക്കുണ്ട്. ആ ഇടതുഭാഗത്തെ റോഡിലൂടെ അല്പം നടന്നിട്ട് അവർ റോഡ് ക്രോസ് ചെയ്ത് ഒരു മാർക്കറ്റിന്റെ ഭാഗത്തേക്ക് കയറി. ഈ സമയത്ത് ഹോട്ടലിന്റെ 2ാമത്തെ നിലയിലേക്ക് കടന്ന ബ്രദർ സാഹോ ആ ഹോട്ടലിന്റെ ബാൽക്കണി വെച്ച് ആ കാഴ്ച കണ്ടു. ബ്ലാക്കും അവന്റെ സഹോദരി സിസ്റ്റർ ലിന്നും റോഡ് ക്രോസ് ചെയ്ത് മാർക്കറ്റിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. അത് കണ്ടപ്പോൾ അയാൾക്കൊരു കൺഫ്യൂഷൻ. അവർ രണ്ടുപേരും അവരുടെ കുടുംബ വീട്ടിലേക്ക് പോകുന്നുവെന്നും അവിടെ കുടുംബക്കാരോട് എന്തോ കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണെന്നൊക്കെയാണ് സിസ്റ്റർ ലിൻ ബ്രദർ സാഹയോട് പറഞ്ഞത്. കുടുംബ വീട്ടിലേക്ക് പോകുന്നതിന് പകരം മാർക്കറ്റിനകത്തേക്ക് അതിവേഗം അവർ രണ്ടും കൂടെ നടക്കുന്ന കണ്ടപ്പോൾ ബ്രദർ സാഹയുടെ ഉള്ളിൽ ഉണ്ടായ സംശയം ഒന്ന് ദൂരീകരിക്കണമെന്ന് അയാൾക്കൊരാഗ്രഹം. അയാൾ
മുറിയിലേക്ക് പോകാതെ ഉടൻ തന്നെ ഹോട്ടലിൽ നിന്ന് താഴേക്കിറങ്ങി. അയാളും അതിവേഗം ആ ഇടതു ഭാഗത്തേക്കുള്ള റോഡിൽ കൂടെ നടന്ന് റോഡ് ക്രോസ് ചെയ്ത് മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കടന്നു. അയാളെ കുറച്ച് വേഗത്തിലാണ് ഓടുന്നത്. അപ്പോ അങ്ങ് ദൂരെയായി ബ്ലാക്കും സിസ്റ്റർ ലിന്നും കൂടി നടക്കുന്ന അയാൾക്ക് കാണാം. അയാള് അവരെ ഫോളോ ചെയ്ത് തുടങ്ങി. തങ്ങളെ ബ്രദർ സാഹോ ഫോളോ ചെയ്യും എന്നുള്ള കാര്യം മനസ്സിൽ പോലും ചിന്തിക്കാതിരുന്ന സിസ്റ്റർ ലിൻ മാർക്കിനോട് സംസാരിച്ചുകൊണ്ടാ നടക്കുന്നത്. മാർക്ക് സിസ്റ്റർ ലിനോട് ചോദിച്ചു, സിസ്റ്റർ, നമ്മളെ ഈ കാണാൻ പോകുന്ന ആള് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്ന ആളാണോ? മാർക്ക്, അതെന്ത് ചോദ്യമാണ്? എനിക്ക് അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ മാർക്കിനെ അയാളുടെ അടുത്ത് കൊണ്ടുപോകുന്നത്. അല്ല സിസ്റ്റർ, നമ്മൾ എവിടേക്കാ പോകുന്നത്? മാർക്ക്, നമ്മള് ഗോസ്റ്റ് മാർക്കറ്റിലേക്കാ പോകുന്നത്. ഗോസ്റ്റ് മാർക്കറ്റോ? ആ, ഗോസ്റ്റ് മാർക്കറ്റ്. അങ്ങനെ ഒരു മാർക്കറ്റ് ഈ ഗോസ്റ്റ് സിറ്റിയിലുണ്ട്. അതെന്താ ഈ ഗോസ്റ്റ് മാർക്കറ്റ്? മാർക്ക്, ഞാൻ ലേലം നടത്തുന്ന സാധനങ്ങളൊക്കെ യഥാർത്ഥ ഉടമകൾ വിൽക്കാൻ കൊണ്ടുവരുന്നവയാണ്. എന്നാൽ ഈ ഗോസ്റ്റ് മാർക്കറ്റിൽ പല സാധനങ്ങളും യഥാർത്ഥ ഉടമകളല്ല കൊണ്ടുവരിക. അഥവാ യഥാർത്ഥ ഉടമകളാണ് കൊണ്ടുവരുന്നതെങ്കിലും അവര് വേഷം മാറിയാ വരിക. എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് മാർക്കറ്റിൽ എല്ലാം കിട്ടുമെന്നാണ്. അത് കേട്ടപ്പോ മാർക്കിന് ഒരു കൗതുകം. പൈറോയിൽ ആ ശൈലിയിലൊരു മാർക്കറ്റ് മാർക്ക് കണ്ടിട്ടുണ്ട്. അത് കള്ളന്മാരുടെ മാർക്കറ്റ് എന്നാ വിളിക്കുക. മോഷ്ടിച്ച് കിട്ടുന്ന സാധനങ്ങൾ മാത്രം വിൽക്കുന്ന മാർക്കറ്റ്. അതുപോലെ ഒരു മാർക്കറ്റ് ഈ ഗൂസ് സിറ്റിയിലുമുണ്ട്. ആ ഹെവനിൽ മോഷണം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് കേട്ടപ്പോൾ അറിയാതെ മാർക്കിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു പോവുകയാണ്. മാർക്കും സിസ്റ്റർ ലിന്നും കൂടി അനവധി ഓടുവഴികളിലൂടെയൊക്കെ കടന്ന് അവസാനം ഒരു മാർക്കറ്റിന്റെ സമീപമെത്തി. നേരത്തെ അവർ കയറിയ ആ ഗൂസ് സിറ്റിയിലെ മാർക്കറ്റിനേക്കാൾ വലിപ്പമുള്ള വിശാലമായ ഒരു മാർക്കറ്റിലേക്കാണ് സിസ്റ്റർ ലിൻ മാർക്ക് ഫെല്ലറെ കൊണ്ടുവന്നത്. മാർക്കും സിസ്റ്റർ ലിനും കൂടി ഗോസ്റ്റ് മാർക്കറ്റിനകത്തേക്ക് കയറുമ്പോൾ അവിടെ മാർക്കിന്റെ കണ്ണ് തള്ളിക്കുന്ന കാഴ്ചകളാണ് മാർക്ക് കാണുന്നത്. സാധാരണഗതിയിൽ പൊതു മാർക്കറ്റിൽ ലഭ്യമല്ലാത്ത പലതും അവിടെയുണ്ട്. അതിപുരാതനങ്ങളായ പാത്രങ്ങളും അതുപോലെ ചിത്രങ്ങളും പെയിന്റിങ്ങുകളും ആയുധങ്ങളും മരുന്നുകളും ചെടികളും ഒക്കെ അവിടെ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. കൗതുകരങ്ങളായ ഒരുപാട് വസ്തുക്കളും ഉണ്ട്. ശരിക്കും ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ശൈലിയിലുള്ള 100,000 ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ടെന്നർത്ഥം. ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും നല്ല തിരക്ക്. ഒരുപാട് ആളുകൾ അവിടേക്ക് വരുന്നു എന്നർത്ഥം. ആ ഉൽപ്പന്നങ്ങളുടെ ഒറിജിനെ കുറിച്ച് ആളുകൾ തർക്കിക്കാറുമില്ല. ഇഷ്ടപ്പെട്ടാൽ വില പേശുന്നു, സാധനം വാങ്ങുന്നു. ആ സാധനം ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നതൊന്നും ആരുടെ വിഷയമല്ല. പക്ഷെ ആ സാധനം പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ ആ വിൽക്കുന്ന ആള് ഉറപ്പ് പറയാറുണ്ട്. വിവിധ ശൈലിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് മാർക്ക് അവിടെ കണ്ടത്. മാന്ത്രിക സ്പെല്ലുകൾ പോലും അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു പവലിയൻ ഉണ്ട്. ആ പവലിയനിലാണ് അതൊക്കെ കണ്ടത്. മാർക്ക് ആ പവലിയന്റെ അടുത്തുകൂടി അങ്ങനെ നടക്കുകയാണ്. മാർക്കിനെ ആ പവലിയന്റെ അടുത്തുകൂടി തന്നെ സിസ്റ്റർ ലിൻ നടത്തിക്കൊണ്ടു പോയതിന് കാരണമുണ്ടെന്ന് പെട്ടെന്ന് മാർക്കിന് മനസ്സിലായി. മാർക്കിനെയും കൊണ്ട് അവൾ ഒരു കറുത്ത വാതിലുള്ള റൂമിലേക്ക് കടന്നു. ആ വാതിലിനുള്ളിലേക്ക് മാർക്കും സിസ്റ്റർ ലിന്നും കടക്കുമ്പോൾ അകത്ത് നല്ല പൊക്കമുള്ള ഒരു താടിയുള്ള ചെറുപ്പക്കാരൻ നിൽക്കുന്നത് മാർക്കിന്റെ ശ്രദ്ധയപ്പെട്ടു. ആ ചെറുപ്പക്കാരനെ കണ്ടതും സിസ്റ്റർ ലിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് ബ്രദർ ബ്രൗൺ ആണ്. ബ്രദർ ബ്രൗണിനെ മാർക്കിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് സിസ്റ്റർ ലിൻ ബ്രദർ ബ്രൗണിനോട് പറഞ്ഞു, ബ്രദർ ബ്രൗൺ, ഞാൻ പറഞ്ഞില്ലേ മാർക്ക് ഫെല്ലർ, ആ മാർക്ക് ഫെല്ലറാണ് ഈ നിൽക്കുന്നത്. മാർക്ക് ഫെല്ലറെ കുറിച്ച് വളരെ കാര്യമായിട്ട് തന്നെ ബ്രദർ ബ്രൗണിനോട് സിസ്റ്റർ ലിൻ പറഞ്ഞിട്ടുണ്ടെന്ന് അവളുടെ ആ ആത്മവിശ്വാസം കലർന്ന കമന്റ് വിളിച്ചു പറയുകയാണ്. അത് കേട്ടുകൊണ്ട് അവർക്ക് നേരെ നടന്നു വരികയായിരുന്ന ബ്രദർ ലിൻ പെട്ടെന്ന് വേഗത കൂട്ടുകയും അവരെ കടന്ന് വാതിൽ തുറക്കുകയും ചെയ്തു. വാതിൽ തുറന്ന ആ ബ്രദർ ബ്രൗൺ അകത്തേക്ക് ഒരാളെ വലിച്ചു കയറ്റുന്നതാണ് മാർക്ക് ഫെല്ലറും സിസ്റ്റർ ലിന്നും കാണുന്നത്. അകത്തേക്ക് വലിച്ചു കയറ്റിയ ആളുടെ കഴുത്തിൽ ആ ബ്രൗൺ എന്ന വ്യക്തി പിടിച്ചിരിക്കുകയാണ്. ആ ആളെ ബ്രദർ ബ്രൗൺ ചുവലിലേക്ക് തേച്ച് പിടിച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു പൊക്കിയപ്പോൾ സിസ്റ്റർ ലിന്നും മാർക്ക് ഫെല്ലറും ആ കാഴ്ച കണ്ടു. ശരിക്കും അവർ രണ്ടുപേരും ആ കാഴ്ച കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയെന്ന് തന്നെ പറയാം. സിസ്റ്റർ ലിൻ അറിയാതെ വിളിച്ചു പോവുകയാണ്, ബ്രദർ സാഹോ, നിങ്ങളിവിടെ? ബ്രദർ സാഹോ എന്ന് സിസ്റ്റർ ലിൻ സംബോധന ചെയ്തപ്പോ ബ്രൗൺ തിരിഞ്ഞ് ലിന്നിനെ നോക്കി. സിസ്റ്റർക്ക് ഇയാളെ അറിയൂ? ബ്രദർ ബ്രൗൺ, എനിക്കറിയാം, ഇത് ബ്രദർ സാഹോയാണ്. അത് കേട്ടതും ആ ബ്രദർ ബ്രൗൺ സിസ്റ്റർ ലിന്നിനോട് പറഞ്ഞു, സിസ്റ്റർ, ഇയാള് ആ വാതിൽ മറഞ്ഞു നിന്ന് നമ്മുടെ സംഭാഷണം ശ്രദ്ധിക്കുകയായിരുന്നു. ഈ സംഭാഷണം നടക്കുന്ന സമയത്ത് മാർക്ക് ഫെല്ലർ തികച്ചും നിശബ്ദനായി ആ കാഴ്ച അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. മാർക്ക് പെട്ടെന്ന് നടന്ന് ആ ബ്രദർ സാഹോയുടെ അടുത്തെത്തി. ബ്രദർ സാഹോയുടെ അടുത്തെത്തിയ മാർക്ക് ബ്രൗണിന്റെ കയ്യിലും തട്ടിയിട്ട് ബ്രദർ സാഹോയെ അവിടെ നിർത്തിച്ചു. ബ്രദർ സാഹോയുടെ അടുത്തെത്തിയ മാർക്ക് ഫെല്ലർ ആ ബ്രൗണിന്റെ കയ്യിൽ ഒന്ന് തട്ടിയിട്ട്
സാഹോയെ തറയിൽ നിർത്തിച്ചു. തറയിൽ അയാൾ നിന്നതും ബ്രൗൺ ആ കഴുത്തത് കൈയെടുത്തു. അപ്പോഴാണ് സാഹോയ്ക്ക് ശരിക്കും ഒരു ആശ്വാസമായത്. അവൻ ശ്വസിക്കുന്നത് അല്പനേരം സിസ്റ്റർ ലിന്നും ബ്രൗണും മാർക്കും അങ്ങനെ നോക്കി നിന്നു. അവന് സംസാരിക്കാൻ കഴിയുമെന്ന പരുവത്തിലേക്ക് എത്തിയതും മാർക്ക് ഫെല്ലർ അവനോട് ചോദിച്ചു, ബ്രദർ സാഹോ, നിങ്ങളെ ഹോട്ടലിലാക്കിയിട്ടല്ലേ ഞങ്ങളിങ്ങ് വന്നത്? നിങ്ങളെങ്ങനെയാ ഇവിടെ എത്തിയത്? അത് കേട്ടതും ബ്രദർ സാഹോ ഒന്ന് പുഞ്ചിരിച്ചു. ചിരിച്ചുകൊണ്ട് അയാൾ മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, നീ ശരിക്കും എന്നെ കബളിപ്പിക്കുകയായിരുന്നു. മാർക്ക് ഫെല്ലർ എന്ന് ബ്രദർ സാഹോ പറഞ്ഞതും സിസ്റ്റർ ലിന്നും മാർക്കും ശരിക്കും ഒന്ന് ഞെട്ടി. അവരുടെ ഞെട്ടൽ ബ്രദർ സാഹോയ്ക്ക് വിസിബിൾ ആണ്. സിസ്റ്റർ ലിൻ ശരിക്കും അമ്പരം നിൽക്കുമ്പോൾ ബ്രദർ സാഹോ സിസ്റ്റർ ലിനോട് പറഞ്ഞു, സിസ്റ്റർ, ഈ ശൈലിയിൽ എന്നെ നിങ്ങൾ കബളിപ്പിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്കറിയാം ഞാൻ ആരാണെന്ന്. ബ്രദർ സാഹോ അത് പറഞ്ഞപ്പോ മാർക്ക് കൗതുകത്തോടെ ബ്രദർ സാഹോയെ നോക്കി. മാർക്കിനെയും ആ ബ്രൗണിനെയും ലിനിനെയും നോക്കിയിട്ട് ബ്രദർ സാഹോ മാർക്ക് ഫെല്ലറോടായി പറഞ്ഞു, മാർക്ക് ഫെല്ലർ എന്റെ അങ്കിളാണ്, ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ഫസ്റ്റ് എൽഡർ. ശരിക്കും ഒരു ബോംബാണ് അവിടെ ആ ബ്രദർ സാഹോ പൊട്ടിച്ചത്. അയാള് ആ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ആവശ്യമായ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതിന്റെ പിന്നിലെ രഹസ്യം അപ്പോഴാണ് മാർക്ക് ഫെല്ലർക്ക് മനസ്സിലായത്. മാർക്കിനോടൊപ്പം ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് 2 തവണ യാത്ര ചെയ്ത ഡിൽഡ രഹസ്യം പറയും പോലെ മാർക്കിനോട് ആ കാര്യം സൂചിപ്പിച്ചതാണ്. ഈ ബ്രദർ സാഹോയ്ക്ക് ഹെവൻലി ക്ലൗഡ് സെക്ഷനുമായിട്ട് എന്തോ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് മാത്രം ഇങ്ങനെ ഒരു ഓർഡർ കിട്ടുന്നത്. ഇപ്പോ ആ സംശയത്തിന്റെ കാരണം മാർക്ക് ഫെല്ലർക്ക് മനസ്സിലായി. ഫസ്റ്റ് എൽഡറുടെ ബന്ധുവാണ് ബ്രദർ സാഹോ. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ബ്രദർ സാഹോ സിസ്റ്റർ ലിനിനോടായി പറഞ്ഞു, സിസ്റ്റർ, നിങ്ങൾ ചെയ്ത ക്രൈമിന്റെ വലിപ്പത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ എന്നെ കബളിപ്പിച്ചു, എന്റെ റെസ്റ്റോറന്റിലെ മുഴുവൻ ആളുകളെയും കബളിപ്പിച്ചു. ഈ വിവരങ്ങൾ എങ്ങാനും ഫസ്റ്റ് എൽഡറോ അല്ലെങ്കിൽ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആരെങ്കിലുമോ അറിഞ്ഞാൽ പിന്നെ എനിക്കോ എന്നോടൊപ്പമുള്ള ആളുകൾക്കോ നിലനിൽപ്പില്ല എന്നുള്ള കാര്യം സിസ്റ്റർ ലിൻ നിങ്ങൾക്ക് അറിയാമോ? ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ പ്രഖ്യാപിത ശത്രുവാണ് മാർക്ക് ഫെല്ലർ. ആ മാർക്ക് ഫെല്ലറെ രഹസ്യമായി ഫീനിക്സ് എന്ന അയാളുടെ റെസ്റ്റോറന്റിൽ താമസിപ്പിക്കുകയും അവിടെ ജോലി ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു എന്നത് മാത്രമല്ല ബ്രദർ സാഹോ ചെയ്തിരിക്കുന്ന കുറ്റം. അയാള് അതേ മാർക്ക് ഫെല്ലറെ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അകത്തേക്ക് കടക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ മാർക്ക് ഫെല്ലറെ പുറത്തൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ സെക്ഷനകത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം ബ്രദർ സാഹോയ്ക്ക് ഇപ്പൊ നന്നായിട്ട് അറിയാം. ബ്രദർ സാഹോ ശരിക്കും ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണെന്ന് പറയാം. അത് കണ്ടതും ബ്രദർ ബ്രൗൺ ഒരിക്കൽ കൂടി മുന്നോട്ടാഞ്ഞ് ആ സാഹോയുടെ കഴുത്തിൽ ആഞ്ഞങ്ങ് പിടിച്ചു. ആ കഴുത്തിൽ കൈയൊന്ന് മുറുക്കിയിട്ട് ബ്രൗൺ മാർക്കിനോടും ലിനിനോടായി പറഞ്ഞു, ഇവനെ ഒന്ന് ഞെരിച്ചാൽ മതി, ഇവൻ വഴിയുള്ള പ്രശ്നം അവസാനിക്കും. ശരിക്കും അയാൾ പറയുന്നത് 100% ശരിയാണ്. മാർക്ക് ഫെല്ലറുടെ ഐഡന്റിറ്റി ഇതാ ബ്രദർ സാഹോ മനസ്സിലാക്കിയിരിക്കുകയാണ്. ആ വിവരം അയാൾ ഹെവൻലി ക്ലൗഡ് സെക്ഷനുമായി പങ്കുവെക്കുമ്പോൾ മാർക്കിന് എന്തെങ്കിലും പറ്റും എന്നതല്ല വിഷയം. മാർക്ക് മുഖാന്തരം സിസ്റ്റർ ലിൻ ശരിക്കും പിടിക്കപ്പെടും. ആ കാര്യം ബ്രദർ ബ്രൗണിന് നന്നായിട്ട് അറിയാം. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ആ സാഹോയെ അവിടെ അവസാനിപ്പിക്കണം. ബ്രദർ ബ്രൗണിന്റെ ഐഡിയോളജി ശരിയാണെന്ന് അത് കേൾക്കുന്ന സിസ്റ്റർ ലിന്നും അതുപോലെ മാർക്ക് ഫെല്ലർക്കും അറിയാം. പക്ഷേ ആ ബ്രദർ സാഹോയെ അങ്ങനെ കൊല്ലാൻ മാർക്കിന് എന്തോ ഒരു വൈമുഖ്യം. മാർക്ക് വീണ്ടും ബ്രൗണിന്റെ അടുത്ത് വന്നിട്ട് ബ്രൗണിന്റെ കയ്യിലും തട്ടിയിട്ട് ബ്രൗണിനോടായി പറഞ്ഞു, ബ്രദർ, ഇത് ഞാൻ കൈകാര്യം ചെയ്യാം. മാർക്ക്, സിമ്പതി എപ്പോഴും ഗുണം ചെയ്യില്ല. മാർക്കിന്റെ മനസ്സ് വായിച്ചറിഞ്ഞതുപോലെയാണ് ബ്രൗൺ ആ കാര്യം പറഞ്ഞത്. നമ്മൾ അനാവശ്യമായി ആരോടെങ്കിലും ദയവ് കാണിച്ചാൽ അയാൾ നമുക്ക് ശരിക്കും പണി തരാനുള്ള സർവ്വ സാധ്യതയുമുണ്ട്. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാകും ബ്രൗൺ അങ്ങനെ പറഞ്ഞത്. ബ്രൗൺ പറയുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മാർക്ക് ഫെല്ലർ ബ്രൗണിനോടായി പറഞ്ഞു, ബ്രദർ, ക്ഷമിക്കണം, ഈ ബ്രദർ സാഹോ അങ്ങനെ നമ്മളെ ചതിക്കത്തില്ല. മാർക്ക്, ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുന്നേ 100 തവണ ആലോചിക്കണം. അങ്ങനെ ബ്രദർ ബ്രൗൺ പറഞ്ഞതും മാർക്ക് ഒരു ശബ്ദം കൂടി കേട്ടു. അത് സാക്ഷാൽ ബുദ്ധൂസിന്റെ ശബ്ദമാണ്. മാർക്ക്, ഈ ബ്രൗൺ പറയുന്നത് നീ ശ്രദ്ധിക്കുക. ഈ ബ്രദർ സാഹോയെ വെറുതെ വിട്ടാൽ അയാള് നിനക്കും സിസ്റ്റർ ലിന്നും പണി നൽകും എന്നതിൽ സംശയമൊന്നും വേണ്ട. ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ബുദ്ധൂസിന്. ബുദ്ധൂസ് കാര്യത്തെ വിശദമായി അനലൈസ് ചെയ്തിട്ടാണ് വളരെ ചെറിയൊരു വാചകത്തിലൂടെ മാർക്കിനോട് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടപ്പോ മാർക്ക് ബ്രൗണിനോടായി പറഞ്ഞു, ബ്രദർ, എന്തായാലും എനിക്ക് ഉറപ്പാണ് ബ്രദർ സാഹോ ഞങ്ങൾ ചതിക്കില്ലെന്ന്. അങ്ങനെ പറഞ്ഞതിന് ശേഷം മാർക്ക് ഫെല്ലർ ബ്രൗണിന്റെ കൈ വെടിവെച്ചിട്ട് ബ്രദർ സാഹോയോടായി പറഞ്ഞു, ബ്രദർ, നിങ്ങൾ ഞങ്ങൾ ചതിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. നിങ്ങൾ എന്നെ കണ്ട കാര്യം ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ പറഞ്ഞാൽ ആ നിമിഷത്തിൽ സിസ്റ്റർ ലിൻ കുടുക്കിലാവും. അത് സംഭവിക്കാൻ പാടില്ല എന്ന്
ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. മാർക്ക് പറയുന്നതിന്റെ യുക്തി ഈ നിമിഷത്തിൽ ബ്രദർ സാഹയ്ക്കും മനസ്സിലാകുന്നുണ്ട്. അയാൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഈ സിസ്റ്റർ ലിൻ. സിസ്റ്റർ ലിൻ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് അയാൾ മാർക്ക് ഫെല്ലറെ അവിടെ ഒളിവിൽ കഴിയാൻ അനുവദിച്ചത്. മറ്റൊരു രൂപത്തിലും ഭാവത്തിലുമാണെങ്കിലും അത് ചെയ്തത് പൂർണ്ണമായും സിസ്റ്റർ ലിനു വേണ്ടിയാണ്. മാർക്ക് ഫെല്ലർ ആണ് അവിടെ ഒളിവിൽ കഴിയുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ കാര്യം സമ്മതിക്കുമോ എന്നുള്ളത് മറ്റൊരു വിഷയം. ആ കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച ബ്രദർ സാഹോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു കാരണവശാലും ഞാൻ സിസ്റ്റർ ലിന്നിന് കുഴപ്പം വരുന്ന ഒന്നും ചെയ്യില്ല. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ബ്രദർ സാഹോയോടായി പറഞ്ഞു, ബ്രദർ സാഹോ, നിങ്ങൾ എന്തായാലും മടങ്ങിപ്പോയ്ക്കും. നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു, ഞങ്ങൾക്ക് അതിനപ്പുറം ഒന്നും പറയാനില്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ബ്രദർ സാഹയെ ആ മുറിയിൽ നിന്ന് പുറത്തിറക്കാൻ പോയതും സിസ്റ്റർ ലിൻ ബ്രദർ സാഹയുടെ അടുത്ത് വന്നു. അയാളോടായി സിസ്റ്റർ ലിൻ പറഞ്ഞു, ബ്രദർ, നിങ്ങൾ എന്നെ ചതിക്കില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. സിസ്റ്റർ ലിന്നും കൂടി അങ്ങനെ പറഞ്ഞപ്പോ ഒരു കാരണവശാലും സിസ്റ്റർ ലിന്നെ ചതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രദർ സാഹോ പുറത്തേക്ക് ഇറങ്ങി. ആ വാതിൽ വഴി പുറത്തിറങ്ങിയ സാഹോ ഗോസ്റ്റ് മാർക്കറ്റിന് പുറത്തേക്ക് നടന്നു പോകുന്നത്, ആ വാതിൽ വഴി പുറത്തിറങ്ങിയ ബ്രദർ സാഹോ ഗോസ്റ്റ് മാർക്കറ്റിന്റെ പുറത്തേക്ക് നടക്കുന്നത് അല്പനേരം സിസ്റ്റർ ലിൻ അങ്ങനെ നോക്കി നിന്നു. അയാള് കണ്ണിന്ന് മറിഞ്ഞതും സിസ്റ്റർ ലിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അയാൾ ചതിക്കില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അത് കേട്ടതും ബ്രൗൺ ലിനിനോടും മാർക്കിനോടായി പറഞ്ഞു, നിങ്ങളുടെ ഈ മനസ്സ് നിങ്ങൾ കുറച്ചുകൂടി കടുപ്പമാക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ സിസ്റ്റർ ലിനോട് പറഞ്ഞു, സിസ്റ്റർ ലിൻ, ഞാനും മാർക്ക് ഫെല്ലറുമായിട്ട് ഒന്ന് പുറത്തേക്ക് പോകാൻ വിചാരിക്കുകയാണ്. സിസ്റ്റർ ലിൻ, നിങ്ങൾ പറഞ്ഞ ആ വാട്ടർ ഓഫ് ലൈഫ് മാർക്കിന് ഞാൻ കാണിച്ചു കൊടുക്കാം. മാർക്ക്, അപ്പോ നമ്മൾ യാത്ര തിരിക്കുകയല്ലേ? ബ്രദർ, അതെന്ത് ചോദ്യമാണ്? ഞാൻ റെഡിയാണ്. മാർക്ക് ഫെല്ലർ ബ്രദർ ബ്രൗണിനൊപ്പം തിരിക്കാൻ തുടങ്ങിയതും സിസ്റ്റർ ലിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സാഹോ ചതിക്കില്ല, എനിക്ക് അക്കാര്യം ഉറപ്പാണ്. മാർക്ക് അതിന് മറുപടി പറയാതെ ആ മുറിക്ക് പുറത്തിറങ്ങി. ബ്രദർ ബ്രൗണും മാർക്കും സിസ്റ്റർ ലിന്നും കൂടി ആ ഗോസ്റ്റ് മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഗോസ്റ്റ് മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങിയതും സിസ്റ്റർ ലിൻ മാർക്കിനോടും ബ്രദർ ബ്രൗണിനോട് യാത്ര പറഞ്ഞിട്ട് അവളുടെ താമസ സ്ഥലത്തേക്ക് നടക്കുമ്പോൾ ബ്രൗൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമ്മൾ വാഹനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, നമുക്ക് നടന്നാണ് പോകേണ്ടത്. ഓക്കെ ബ്രദർ പറയും പോലെ ചെയ്യാം. മാർക്ക് ഫെല്ലർ ബ്രദർ ബ്രൗണിനോടൊപ്പം നടന്നു തുടങ്ങി. ഏകദേശം ഉച്ചയോട് അടുപ്പിച്ചാണ് അവര് നടന്നു തുടങ്ങിയത്. അന്ന് വൈകുന്നേരമായിട്ടും ഒരു സ്ഥലത്തും അവർ എത്തിച്ചേർന്നില്ല. രാത്രിയായിട്ടും ആ ബ്രൗൺ യാത്ര നിർത്തുന്നുമില്ല. മാർക്ക് അയാളുടെ പുറകെ അങ്ങനെ നടക്കുകയാണ്. നടക്കുന്നിടയിൽ മാർക്ക് അയാളോട് ചോദിച്ചു, അല്ല, എന്താ നിങ്ങളുടെ ബിസിനസ്? ഇതൊക്കെ തന്നെ ബിസിനസ്, സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുക എന്നിട്ട് വിൽക്കുക, അതാണ് ബിസിനസ്. അത് കേട്ടതും മാർക്ക് ആ ബ്രൗണിനോട് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് ഈ ആരുടെയെങ്കിലുമൊക്കെ കല്ലറ പൊളിച്ച് അവിടുന്ന് സാധനങ്ങൾ എടുക്കുന്ന എന്തെങ്കിലും പരിപാടിയുണ്ടോ? മാർക്ക്, എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, എനിക്ക് പരിചയമുള്ള ഒരാള് ഈ മേഖലയിലുണ്ട്. ആ ആളെ നിങ്ങൾ അറിയുമോ എന്നറിയാനാ ഞാൻ ചോദിച്ചത്. എന്താ അയാളുടെ പേര്? അയാളുടെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ അയാൾക്ക് ഒരു നല്ല മീശയുണ്ട്. സൈക്കിളിന്റെ ഹാൻഡിൽ പോലെയുള്ള ഒരു മീശയുള്ള കക്ഷിയാണ്. അത് കേട്ടപ്പോ ആ ബ്രൗണ് ഒന്ന് പുഞ്ചിരിച്ചു. മാർക്ക്, നീ ഉദ്ദേശിക്കുന്ന ആളെ എനിക്ക് മനസ്സിലായി. ആള് ഒരു ചില്ലറ പുള്ളിയൊന്നും അല്ല കേട്ടോ. അയാൾ കടന്നു ചെല്ലാത്ത കല്ലറകൾ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാ വലിയ കുടുംബങ്ങളുടെയും കല്ലറകൾ അയാൾ പൊളിച്ചിട്ടുണ്ടാവും. അയാളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ അരിസ്റ്റോക്രാറ്റി കുടുംബങ്ങളെല്ലാം കൂടി അയാളെ ഈ ഹെവൻലി റീജിയനിൽ നിന്ന് ഓടിച്ചതാണ്. മീശ പറഞ്ഞ കഥയും ആ വ്യക്തി പറഞ്ഞ കഥയും തമ്മിൽ സാമ്യമുണ്ടെന്ന് അത് കേട്ടപ്പോ മാർക്കിന് മനസ്സിലായി. മീശയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ മാർക്ക് ചോദിച്ചു തുടങ്ങിയപ്പോ ബ്രൗൺ മാർക്കിനോട് പറഞ്ഞു, അയാളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അയാള് ഈ മേഖലയിൽ ഒരു വിദഗ്ധനാണ്. അയാൾക്ക് തുറക്കാൻ പറ്റാത്ത പൂട്ടുകളോ അയാൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളോ ഇല്ല എന്ന് പറയാം. എത്ര സുരക്ഷിതമായി കല്ലറ ഒരുക്കിയാലും ആ മീശ അതിനകത്ത് കടക്കും. അതിൽ അയാൾ ഒരു വിദഗ്ധൻ തന്നെയാണ്. മീശയെക്കുറിച്ചുള്ള ആ ബ്രൗണിന്റെ വിലയിരുത്തലുകൾ മീശയെക്കുറിച്ച് മാർക്ക് ധരിച്ചിരിക്കുന്നതുമായി ഒത്തുപോകുന്നവയാണ്. പല കാര്യങ്ങളും സംസാരിച്ച് മാർക്കും ബ്രൗണും കൂടി അങ്ങനെ നടക്കുകയാണ്. അതിനിടയിൽ ബുദ്ധൂസ് മാർക്കിനോട് സംസാരിക്കുന്നുണ്ട്. മാർക്ക്, ഇയാളെ വിശ്വസിക്കാവോ? അതിന് മറുപടി മനസ്സിൽ തന്നെ മാർക്ക് പറയുകയും ചെയ്തു, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ മാർക്ക് മറുപടി പറയുമ്പോഴേക്കും ബ്രൗൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി ഒരു അരമണിക്കൂറൂടെ നടന്നാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തും. മാർക്ക് ഫെല്ലറെയും കൊണ്ട് ബ്രൗൺ നടന്നെത്തിയിരിക്കുന്നത് ഒരു കാടിന്റെ അകത്താണ്. ഗൂസ് സിറ്റിയുടെ അതിർത്തിയിലുള്ള ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് മാർക്കിന് അറിയാം. പക്ഷേ ഇപ്പോ മാർക്ക് എത്തിയിരിക്കുന്നത് ഗ്രീൻ റോക്ക് ഫോറസ്റ്റിന്റെ ഭാഗമായ സ്ഥലത്താണോ എന്ന് മാർക്കിന് അറിയത്തില്ല. വനമാണ്. മാർക്ക് വളരെ കൗതുകപൂർവ്വം ആ കാടൊക്കെ ഒന്ന് നോക്കി കാണുമ്പോൾ ബ്രൗൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ കാടിനകത്ത് അല്പം കൂടി നടന്നാൽ നമ്മൾ ഒരു ഗുഹയുടെ അടുത്തെത്തും. അവിടെയാണ്
ഈ വാട്ടർ ഓഫ് ലൈഫ് ഉള്ളത്. അത് കേട്ടപ്പോൾ മാർക്കിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഉത്സാഹം ഉണ്ടായി. മാർക്കിന് ലൈഫ് എനർജി കിട്ടിയാൽ മാത്രമേ ഇനി പിടിച്ചേക്കാൻ പറ്റൂ. മാർക്ക് ഈ ഹെവൻലി റീജിയനിൽ വന്ന അന്ന് മുതൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഓട്ടത്തിന് ഒരു അവസാനം ഉണ്ടാകണമെങ്കിൽ മാർക്കിന്റെ സ്പിരിച്വൽ എനർജി തിരിച്ചു കിട്ടണം. അതുകൊണ്ടാണ് റിസ്ക് എടുത്തിട്ടാണെങ്കിൽ പോലും ഈ ബ്രൗണിനെ പിന്തുടരാൻ മാർക്ക് തീരുമാനിച്ചത്. മാർക്കും ബ്രൗണും കൂടി ഏകദേശം ഒരു 30 മിനിറ്റ് കൂടി നടന്നു കഴിഞ്ഞതും നേരത്തെ ബ്രൗൺ പറഞ്ഞതുപോലെ ഒരു ഗുഹയുടെ സമീപമെത്തി. വളരെ വിശാലമായ ഒരു ഗുഹാമുഖത്തേക്കാണ് ബ്രൗൺ മാർക്കിനെ കൊണ്ടുവന്നത്. മാർക്കും ബ്രൗണും ഗുഹയ്ക്ക് അകത്തേക്ക് കയറി. ആ ഗുഹയിലൂടെ മാർക്കും ബ്രൗണും ഏകദേശം ഒരു 10 മിനിറ്റ് നടന്നു കാണും. ആ സമയമായപ്പോൾ ആ ഗുഹയ്ക്കകത്ത് ചെറിയ തോതിൽ ഒരു മിസ്റ്റ് അനുഭവപ്പെടുകയാണ്, ഒരു ചെറിയ പുക. ആ പുകയ്ക്കുള്ളിലൂടെ മാർക്കും ബ്രൗണും കൂടി മുന്നോട്ട് നീങ്ങി തുടങ്ങുമ്പോൾ മാർക്ക് ബ്രൗണോട് ചോദിച്ചു, അല്ല നമ്മൾ ഈ ഗുഹയിൽ കൂടി എവിടെ പോകുന്നു? മാർക്ക്, ഈ ഗുഹയ്ക്കുള്ളിൽ കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആ അപകടങ്ങൾ തരണം ചെയ്താൽ നമുക്ക് ആ വാട്ടർ ഓഫ് ലൈഫ് കിട്ടും. മാർക്കിന് അറിയാം ലൈഫ് എനർജി അങ്ങനെ വെറുതെ ഒന്നും കിട്ടില്ല. മാർക്ക് 2 തവണ ലൈഫ് എനർജി നേടിയത് ശരിക്കും അപകടം പിടിച്ച കളിയിലൂടെയാണ്. ആ സ്പൈഡറെ കൊന്നു നേടിയ ലൈഫ് എനർജി ആണെങ്കിലും ആ യാങ് മലനിരകൾക്ക് മുകളിൽ നിന്ന് മാർക്ക് നേടിയ ലൈഫ് എനർജി ആണെങ്കിലും അങ്ങനെ പാടുപെട്ട് നേടിയതാണ്. എന്നാൽ ബുദ്ധിമുട്ടില്ലാതെ മാർക്കിന് ലൈഫ് എനർജി കിട്ടിയത് ആ യാങ് സിറ്റിയിലെ മാസ്റ്റർ ചെന്നിന്റെ കയ്യിൽ നിന്നാണ്. അദ്ദേഹം അറിഞ്ഞ് മാർക്കിനെ കൊടുത്തതാണ്. പക്ഷെ ആ ലൈഫ് എനർജി ഉപയോഗിച്ചിട്ടും മാർക്കിന്റെ നെറ്റില് നമ്പറിന് മാറ്റമൊന്നും വന്നില്ല. കൂടുതൽ ലൈഫ് എനർജി ഉണ്ടെങ്കിലേ ആ നമ്പറിന് മാറ്റം വരുമെന്ന് മാർക്കിന് ഇപ്പോൾ അറിയാം. എത്ര റിസ്ക് ആണെങ്കിലും മാർക്ക് ലൈഫ് എനർജി കൊണ്ടേ പോകും. അത് തീർച്ചപ്പെടുത്തിയ മാർക്ക് ബ്രൗണിനൊപ്പം മുന്നോട്ടങ്ങനെ നടക്കുമ്പോൾ അവരുടെ ചുറ്റും അനുഭവപ്പെടുന്ന ആ പുകയുടെ അളവ് കൂടിക്കൂടി വന്നു. ആ പുകയ്ക്ക് ഒരു പ്രഷറുണ്ട്. ആ പുക മാർക്കിലും ബ്രൗണിലും ഒരു പ്രഷർ ചെലുത്തുന്നതായി മാർക്കിന് തോന്നുകയും ചെയ്തു. ശരിക്കും ഒരു വിമ്മിഷ്ടം ആ പുക ശ്വസിക്കുന്ന ആൾക്കുണ്ടാകും. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആ പുകയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ബ്രൗൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി ഒരു ശ്രദ്ധ വേണം. എപ്പോ വേണമെങ്കിലും അപകടം നമ്മളെ തേടി വരാം. അത് കേട്ടതും മാർക്ക് ഫെല്ലർ അവന്റെ ആ ഡിവൈൻ ഐ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ ഡിവൈൻ ഐയിലൂടെ മാർക്ക് ആ ഗുഹയ്ക്കകം മുഴുവൻ ഒന്ന് സ്കാൻ ചെയ്തു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ആ ഗുഹ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ് മാർക്ക് കണ്ടത്. ആ ഗുഹയിൽ കണ്ണെത്താ ദൂരത്തായി മാർക്ക് ഒരു ജീവിയുടെ സാന്നിധ്യം കണ്ടു. വളരെ ദൂരത്താണ് ആ ജീവി ഉള്ളത്. പക്ഷേ ആ ജീവിയുടെ പച്ച കണ്ണുകൾ മാർക്കിനെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ആ പച്ച കണ്ണുകൾ കണ്ട മാർക്ക് ഓർത്തത് ആ യാങ് മലനിരകൾക്ക് മുകളിൽ മാർക്ക് കണ്ട ആ പച്ച നിറമുള്ള ജീവികളെയാണ്. ആ ജീവികളുമായി ബന്ധമുള്ള ജീവികൾ ഇവിടെ ഈ ഗുഹയ്ക്കകത്തുമുണ്ട്. മാർക്ക് ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് അകത്ത് വെച്ച് ആ ചിലന്തിയെ കൊന്നപ്പോഴും ആ പച്ച നിറം കണ്ടിരുന്നു. ആ ചിലന്തിക്ക് ചുറ്റുമായി നേർത്ത അളവിൽ ഒരു പച്ച നിറം ഉണ്ടായിരുന്നു. ആ ചിലന്തിയുടെ ഉള്ളിൽ നിന്ന് സ്പിരിച്വൽ എനർജി പോലെ ആ ലൈഫ് എനർജി പുറത്തേക്ക് വന്നപ്പോൾ ആ ലൈഫ് എനർജിയുടെ നിറം വെളുപ്പാണെങ്കിലും ആ വെളുത്ത ലൈഫ് എനർജിക്ക് ചുറ്റുമായി ഒരു ഇളം പച്ച കളർ മാർക്ക് കണ്ടിരുന്നു. ഈ പച്ച കളറ് ലൈഫ് എനർജിയുടെ ഒരു കൂടപ്പുറപ്പാണ്. മാർക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ ബ്രൗൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നേരെ പോയാലേ ലൈഫ് എനർജി കിട്ടും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് വരാൻ എന്നെ കൊണ്ട് പറ്റില്ല. ബ്രൗൺ, നിങ്ങൾ എന്തായി പറയുന്നത്? മാർക്ക്, ഇതിനപ്പുറത്തേക്ക് ശരിക്കും അപകടം പതിയിരിക്കുന്നുണ്ട്. ഞാൻ വന്നാൽ ശരിയാകില്ല. ബ്രൗൺ അങ്ങനെ പറഞ്ഞപ്പോ എന്ത് പറയണമെന്നറിയാതെ മാർക്ക് ശരിക്കും സ്റ്റക്കായി അങ്ങനെ നിന്നു പോവുകയാണ്. മാർക്കിനങ്ങ് വിദൂരതയിലായി ആ പച്ച നിറമുള്ള കണ്ണുകൾ കാണാം. ആ കണ്ണുള്ള ജീവി യാങ് മലനിരകൾക്ക് മുകളിൽ കണ്ട ആ ജീവികളെ പോലെ ശക്തമാണോ അതോ അതിനേക്കാൾ ശക്തമാണോ? അത് രണ്ടും മാർക്കിന് അറിയില്ല. എന്തായാലും മാർക്ക് ബ്രൗണിനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ ഒരു ശ്രമം നടത്താം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ഒറ്റയ്ക്ക് മുന്നോട്ട് നടന്നു തുടങ്ങി. ബ്രൗൺ മാർക്കിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മാർക്ക് മുന്നോട്ട് നീങ്ങുന്തോറും മാർക്കിൽ അനുഭവപ്പെടുന്ന പ്രഷർ കൂടിക്കൂടി വരികയാണ്. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും മാർക്ക് ആ ഗുഹയ്ക്കുള്ളിലൂടെ നടന്നു കാണും. അപ്പോ ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയാൽ പിന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത്. ബുദ്ധൂസ് വളരെ നിശബ്ദമായി ആ ഗുഹയ്ക്കുള്ളിലുള്ള സംഭവങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടതും മാർക്ക് ബുദ്ധൂസിനോട് പറഞ്ഞു, ബുദ്ധൂസ്, എനിക്ക് ലൈഫ് എനർജി കിട്ടിയേ പറ്റൂ. അതില്ലാതെ ഇവിടുന്ന് മടങ്ങിയോണ്ട് ഒരു കാര്യവുമില്ല. ലൈഫ് എനർജി ഇല്ലാതെ ഈ ഹെവൻലി റീജിയനിൽ പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അതുകൊണ്ടാണ് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ആ ഗുഹയ്ക്ക് ഉള്ളിലുള്ള ലൈഫ് എനർജി നേടണമെന്ന് മാർക്ക് തീരുമാനിച്ചത്. മാർക്ക് ആ കണ്ണ് ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നാണ് തികച്ചും അപ്രതീക്ഷിതമായി ഒരു പ്രശ്നത്തിലേക്ക് മാർക്ക് ചെന്നുപെടുന്നത്. മാർക്കിന്റെ മുന്നിൽ മാർക്ക് ഇപ്പോൾ അനവധി
ഗുഹകൾ കാണുകയാണ്. എല്ലാ ഭാഗത്തേക്ക് നോക്കിയാലും മാർക്കിന് ആ കാഴ്ച കാണാം. ശരിക്കും പച്ച നിറമുള്ള കണ്ണുകൾ. പച്ച നിറമുള്ള കണ്ണ് എല്ലാ ഗുഹയിലുമുണ്ട്. ഇതിൽ ഏത് ഗുഹയിലാണ് തനിക്ക് കയറേണ്ടത്? ആ ചോദ്യമാണ് മാർക്കിന്റെ മനസ്സിലോട്ട് വരുന്നത്. മാർക്ക് അമ്പരന്ന് ആ കാഴ്ചയിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് ചതിയാണല്ലോ, നമ്മൾ പെട്ടു എന്നാ തോന്നുന്നത്. അങ്ങനെ ബുദ്ധൂസ് പറയുമ്പോഴേക്കും ഒരു നീളമുള്ള കൈ പെട്ടെന്നാണ് ഒരു ഗുഹയിൽ നിന്ന് മാർക്കിന് നേരെ പാഞ്ഞു വന്നത്. മാർക്കിന്റെ റിഫ്ലക്സ് ആക്ഷൻ വളരെ വളരെ ഷാർപ്പാണ്. ഒരു കൈ മാർക്കിനടുത്തേക്ക് അതിവേഗം പാഞ്ഞു വന്നതും മാർക്ക് ഞെട്ടിത്തിരിഞ്ഞതും ആ കൈയിലേക്ക് ആഞ്ഞിടിച്ചതും അതേ നിമിഷത്തിലാണ്. ശക്തമായ ഒരു കൈയിലേക്ക് മാർക്കിന്റെ കൈ അതിശക്തമായി തന്നെ പതിഞ്ഞു. ആ കൈ ആ നിമിഷം ഒന്ന് പുറകോട്ട് മാറി. ഇപ്പോ മാർക്ക് ആ കാഴ്ച കാണുകയാണ്. ഒരു കൂറ്റൻ കൈ ഒരു ഗുഹയ്ക്കകത്തുനിന്ന് മാർക്കിനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ കൈക്ക് ശരിക്കും കണ്ണുണ്ടെന്ന് തോന്നുന്ന ശൈലിയിലാണ് ആ കൈ മാർക്കിനെ നോക്കുന്നത്. മാർക്ക് ആ കൈയിലേക്ക് നോക്കുമ്പോൾ ആ കൈയിൽ ഒരു പച്ച പ്രകാശം കൂടിക്കൂടി വരുന്നത് മാർക്കിന്റെ ശ്രദ്ധപ്പെട്ടു. മാർക്ക് ആ കൈയിലേക്ക് നോക്കുമ്പോൾ ആ കൈയിൽ ഒരു പച്ച പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. മാർക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ പച്ച പ്രകാശത്തിന്റെ അളവങ്ങ് കൂടുകയാണ്. ആ കൈക്ക് ചുറ്റുമായി നല്ല തിളക്കമുള്ള ഒരു പച്ച പ്രകാശം. ആ കൈ ഒന്ന് മുറുക്കുന്ന പോലെ മാർക്കിന് തോന്നി. ആ പച്ച പ്രകാശവുമായി ആ കൈ മാർക്കിനെ പഞ്ച് ചെയ്യാൻ പോവുകയാണെന്ന് മനസ്സിലായതും മാർക്ക് ആ നിമിഷത്തിൽ 5th ലെവൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ സമ്പൂർണ്ണ ശക്തിയും മാർക്ക് തന്റെ ബോഡിയിലേക്ക് കൊടുക്കുകയാണ്. അതേ നിമിഷം തന്നെ മാർക്ക് ഫെല്ലർ തന്റെ വലത് കൈയിലേക്ക് പൂർണ്ണമായ ശക്തി കേന്ദ്രീകരിച്ചു. മാർക്ക് അത് ചെയ്ത ആ നിമിഷത്തിൽ ആ പച്ചക്കൈ മാർക്കിനെ ഒരൊറ്റ ഇടി. ആ കൈയിലേക്ക് മാർക്ക് ഫെല്ലർ 5th വേർഡ് ഫോർമുലയുടെ പവറും മാർക്കിന്റെ എൻറ്റയർ ഡിവൈൻ പവറും ചേർത്ത് ഒരൊറ്റ ഇടി. ശരിക്കും അതിശക്തമായ ഒരു മുഴക്കം അതിന്റെ ഫലമായി ഉണ്ടായി. ആ മുഴക്കം അവിടെ ഉണ്ടായതും ആ ഗുഹയുടെ പല ഭാഗവും ഇടിഞ്ഞ് താഴേക്ക് വീണു തുടങ്ങി. ശരിക്കും അതിശക്തമായ തരംഗങ്ങൾ ആ ഇടിയുടെ ഫലമായിട്ട് ആ തുരങ്കത്തിന് എല്ലാ ഭാഗത്തേക്കും ചലിച്ചതുകൊണ്ടാണ് ആ തുരങ്കം പൊട്ടി താഴേക്ക് വീണു തുടങ്ങിയത്. മണ്ണ് അടർന്നു വീഴുന്ന കാഴ്ച സ്വാഭാവികമായിട്ടും മാർക്കിന്റെ ശ്രദ്ധയപ്പെടുകയും ചെയ്തു. മാർക്കിനെ ഇടിച്ച കൈ പെട്ടെന്ന് ഒന്ന് പിന്നോട്ട് മാറി. ആ കൈക്ക് വരെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ കൈ മാർക്കിന്റെ ആ ഇടി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ആ കൈയുടെ ഒരു ലാംഗ്വേജ് മാർക്കിനോട് പറയുന്നുണ്ട്. പക്ഷെ മാർക്ക് ശരിക്കും പെട്ടു നിൽക്കുകയാണ്. മാർക്ക് ഇപ്പൊ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് 5th ലെവൽ വേർഡ് ഫോർമുലയാണ്. ഒരു 10 മിനിറ്റ് നേരം മാർക്ക് ആ ശക്തി നിൽക്കും. അതുവരെ മാർക്കിന് ആ കൈയോട് പൊരുതി നിൽക്കാൻ കഴിയുമോ എന്നൊരു സംശയം മാർക്കിന്റെ മനസ്സിൽ ആ ചിന്ത വന്നതും ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് ആ കൈയോട് പൊരുതാൻ കഴിയില്ല. നീ ഇപ്പൊ പിന്മാറുന്നതാണ് നല്ലത്. പിന്നീടായാൽ നിനക്ക് പിന്മാറാൻ പറ്റില്ലെന്ന് വരും. മാർക്കിന്റെ സ്ട്രെങ്ത് എത്രയുണ്ട് എന്ന് നന്നായി അറിയാം ബുദ്ധൂസിന്. ബുദ്ധൂസ് ആ കാൽക്കുലേഷൻ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അത് കേട്ടതും മാർക്ക് ബുദ്ധൂസിനോട് പറഞ്ഞു, ഏയ്, അതൊന്നും പറ്റത്തില്ല. ഇത്രയും ദൂരം എത്തി എനിക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. ഒന്നുകിൽ ഞാൻ വിജയിക്കും, ഇല്ലെങ്കിൽ ഞാൻ അവസാനിക്കും. മാർക്ക് രണ്ടും കൽപ്പിച്ചാണ് ആ വാചകം പറഞ്ഞത്. അത് കേട്ടതും ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്ത് അബദ്ധമാ നീ പറയുന്നത്? ഒരു സ്ഥലത്ത് കിട്ടിയില്ലെങ്കിൽ വേറെ സ്ഥലത്ത് കിട്ടും. ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കാൻ എളുപ്പമാണ്, പക്ഷേ തീരുമാനിച്ച് നടപ്പാക്കിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ബുദ്ധൂസ് ഒരു ജ്യേഷ്ഠ സഹോദരന്റെ ശൈലിയില മാർക്കിനോട് ആ വാചകം പറഞ്ഞത്. മാർക്ക് അതിന് മറുപടി പറയാതെ ആ കൈയിലേക്ക് നോക്കുമ്പോൾ ആ കൈക്ക് ചുറ്റുമുള്ള പ്രകാശം കൂടിക്കൂടി വരികയാണ്. നേരത്തെ മാർക്കിനെ ഇടിച്ചപ്പോൾ ആ പച്ചപ്രകാശം എത്രയുണ്ടായിരുന്നോ അതിന്റെ ഒരു 5 ടൈംസ് എങ്കിലും പച്ചപ്രകാശം ആ കൈക്ക് ചുറ്റും വന്നു തുടങ്ങി. ആ കൈ ശരിക്കും തിളങ്ങുകയാണ്. ആ ഗുഹയ്ക്കകത്ത് ഈ പച്ചപ്രകാശം ഉണ്ടാക്കുന്ന ആ വെട്ടമല്ലാതെ വേറെ പ്രകാശം ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ആ പച്ചപ്രകാശത്തിൽ ആ കൈ അങ്ങനെ തിളങ്ങുമ്പോൾ ആ ഗുഹയ്ക്ക് ചുറ്റും ഒരു വല്ലാത്ത ഓറ ഉണ്ടാവുകയാണ്. ശരിക്കും ഒരു പ്രഷറും ഈ നിമിഷത്തിൽ മാർക്കിന് മുകളിൽ അനുഭവപ്പെട്ടു തുടങ്ങി. ആ പച്ചപ്രകാശം കൂടിക്കൂടി വരുന്നതനുസരിച്ച് ആ ഗുഹയ്ക്കുള്ളിൽ അനുഭവപ്പെടുന്ന പ്രഷറിന്റെ അളവ് വൻതോതിൽ കൂടുകയാണ്. മാർക്ക് താഴെ വീണു പോകും എന്ന് പറയുന്ന ശൈലിയിലേക്ക് ആ പ്രഷർ കൂടിക്കൂടി വന്നു. അത് മനസ്സിലാക്കിയ ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, വേഗം പിന്മാറ്, വേഗം. അത് കേട്ടതും മാർക്ക് ബുദ്ധൂസിനോട് പറഞ്ഞു, അത് പറ്റില്ല, നമ്മൾ പിന്മാറിയാലും ഇത് നമ്മൾ വെറുതെ വിടില്ല. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് കൈയൊന്ന് ഉയർത്തിയതും മാർക്കിന്റെ കയ്യിൽ ആ ഇരുമ്പ് വടി പ്രത്യക്ഷപ്പെട്ടു. ആ ഇരുമ്പ് വടി കണ്ടതും ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എന്തായി കാണിക്കുന്നത്? ഈ ഒടിഞ്ഞ ഇരുമ്പ് വടി വെച്ച് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് മറുപടി പറയാതെ മാർക്ക് ഇടത് കൈ കൂടി ആ വടിയിലേക്ക് പിടിച്ചു. ഇപ്പോ 2 കൈ കൊണ്ടും മാർക്ക് ആ വടി പിടിച്ചിരിക്കുകയാണ്. മാർക്കിന്റെ പൂർണ്ണ ശ്രദ്ധ മുന്നിൽ കാണുന്ന ആ കൈയിലാണ്. ആ കൈക്ക് ചുറ്റുമുള്ള പ്രകാശത്തിനളവ് കൂടിക്കൂടി വരികയാണ്.
ശരിക്കും ആ കൈക്ക് ചുറ്റുമുള്ള പ്രകാശം കണ്ണഞ്ചിക്കുന്ന ശൈലിയിലേക്ക് വളർന്നതും ആ കയ്യില് വിരലുകൾ ഒന്ന് മുറുകി തുടങ്ങി. അത് മുഷ്ടി ചുരുട്ടുകയാണെന്ന് വ്യക്തം. നല്ല തിളക്കമുള്ള പ്രകാശത്തോടു കൂടി ആ മുഷ്ടി ഒന്ന് പുറകോട്ടാഞ്ഞിട്ട് ഒരച്ചയിടി മാർക്ക് ഫെല്ലർക്ക് നേരെ ആ കൈ എങ്ങനെ പാഞ്ഞു വന്നതും മാർക്ക് ആ ഇരുമ്പ് വടി ഉയർത്തി ഒരച്ചയാടി. തനിക്ക് നേരെ പാഞ്ഞു വന്ന കൈമുഷ്ടിയിലേക്ക് ആ ഇരുമ്പ് വടി കൊണ്ട് മാർക്ക് ഫെല്ലർ ആഞ്ഞടിച്ചതും ശരിക്കും കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം അവിടെ ഉണ്ടായി. ഒരു വല്ലാത്ത ശബ്ദവും തരംഗങ്ങളുടെ ഒരു സമ്മേളനവും അവിടെ ഉണ്ടായെന്ന് പറയാം. ശരിക്കും എല്ലാ ഭാഗത്തേക്കും തരംഗങ്ങൾ ചലിച്ചതും പല ഭാഗത്തും ഗുഹകൾ അടർന്നു വീഴുന്ന ശബ്ദവും മാർക്ക് ഫെല്ലർ കേട്ടു. ഈ നിമിഷത്തിൽ അടിയേറ്റ് ആ മുഷ്ടി വളരെ പുറകിലോട്ട് പിൻവലിക്കപ്പെട്ടിരിക്കുകയാണ്. നേരത്തേക്ക് മാർക്ക് ഫെല്ലർ ആ കൈയിലേക്ക് ഇടിക്കുമ്പോൾ ആ കൈ ഒന്ന് പുറകോട്ട് മാറി പിന്നെ റെഡിയാവും. ഇപ്പോ ഏകദേശം ഒരു 50 അടിയോളം പുറകിലേക്ക് ആ മുഷ്ടി മാറിയിരിക്കുകയാണ്. ആ മുഷ്ടിക്ക് ഒരു ഭയം ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ബുദൂസ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്താ ഈ സംഭവം? അതിന് മറുപടി പറയാതെ മാർക്ക് ഫെല്ലർ ആ പുറകോട്ട് മാറിയ മുഷ്ടിയുള്ള ആ ഗുഹയ്ക്ക് അകത്തേക്ക് പ്രവേശിച്ചു. മാർക്ക് ആ ഗുഹയ്ക്കകത്തേക്ക് നടക്കുമ്പോൾ 2 കൈകൊണ്ടും ആ വടിയിൽ മാർക്ക് പിടിച്ചിരിക്കുകയാണ്. ആ വടിയുമായി മാർക്ക് മുന്നിലേക്ക് വരുമ്പോൾ ആ കൈ ഒരിക്കൽ കൂടി പ്രകാശിച്ചു തുടങ്ങി. ആ കൈക്ക് ചുറ്റുമുള്ള പ്രകാശത്തിന്റെ അളവ് നേരത്തേക്കാൾ ഒരുപാട് കൂടി. കണ്ണഞ്ചി പോകുന്ന പ്രകാശവുമായി ആ കൈ മുഷ്ടി ചുരുട്ടി മാർക്ക് ഫെല്ലർക്ക് നേരെ വീണ്ടും ആഞ്ഞൊന്നിടിച്ചു. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ആ ഇരുമ്പ് വടി മുകളിലേക്ക് ഉയർത്തി ഒരച്ചയാടി. ആ മുഷ്ടിയിൽ തന്നെ ആ അടി പതിച്ചു. ശരിക്കും ചെവി പൊട്ടു പോകുന്ന ശബ്ദവും കണ്ണഞ്ചിക്കുന്ന പ്രകാശവും തരംഗങ്ങളുടെ ഒരു സ്ഫോടനമൊക്കെ തൽഫലമായി ആ ഗുഹയ്ക്കുള്ളിൽ അനുഭവപ്പെടുകയും ചെയ്തു. ശരിക്കും ആ അടി ആ മുഷ്ടി പതിച്ച നിമിഷത്തിൽ അവിടെ മുഴുവൻ പ്രകാശം കൊണ്ട് അങ്ങ് കുളിച്ചു എന്ന് പറയാം. അല്പനേരത്തേക്ക് മാർക്ക് ഫെല്ലർക്ക് പോലും കണ്ണ് മഞ്ഞളിച്ചു പോവുകയാണ്. ഒന്നും കാണാനില്ലെങ്കിലും എന്തൊക്കെയോ തകർന്നു വീഴുന്ന ശബ്ദം മാർക്കിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. മാർക്കിന്റെ കൈയും ദേഹമൊക്കെ വിറയ്ക്കുന്നുണ്ട്. 2 കൈ കൊണ്ട് ആ വടിയിലേക്ക് പിടിച്ച് വിറച്ചുകൊണ്ട് മാർക്ക് ഫെല്ലർ ആ പ്രകാശത്തിലേക്ക് എങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പതുക്കെ ആ പ്രകാശം അങ്ങ് മങ്ങി തുടങ്ങി. ആ പ്രകാശം ഏതാണ്ട് പൂർണ്ണമായും അവസാനിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ മുന്നിലേക്ക് നോക്കി. മുന്നിൽ ആ കൈ ഇല്ല. മാർക്കിന്റെ ആ ഡിവൈൻ ഐ ഉപയോഗിച്ച് ഒരിക്കൽ കൂടി നോക്കി. ആ ഗുഹയുടെ അറ്റം വരെ മാർക്ക് നോക്കി. അവിടെയൊന്നും ആ കൈയില്ല. മാർക്ക് സമീപത്തുള്ള ഗുഹകളിലേക്ക് നോക്കി. അവിടെയും കൈയുമില്ല, ആ കണ്ണുകളുമില്ല. ആ ജീവി എവിടെയോ കയറി ഒളിച്ചിരിക്കുകയാണ്. മാർക്ക് ചുറ്റും നോക്കുമ്പോൾ ബുദൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ചിലപ്പോ ആ ജീവി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും. അത് കേട്ടതും മാർക്ക് ബുദൂസിനോട് പറഞ്ഞു, എവിടെ ഒളിച്ചാലും എനിക്ക് അതിനെ ഒഴിവാക്കിയേ പറ്റൂ. മാർക്ക്, അതല്ല ഇപ്പോഴത്തെ ആവശ്യം. നമുക്ക് വേണ്ടത് വാട്ടർ ഓഫ് ലൈഫാണ്. ആ വാട്ടർ ഓഫ് ലൈഫ് എവിടെയുണ്ടെന്ന് നിനക്കോ എനിക്കോ അറിയില്ല. അതറിയാവുന്നത് ആ ബ്രൗണിനാണ്. നമുക്ക് തിരിച്ചുപോയി ബ്രൗണിന് കൂടെ കൂട്ടാം. ബുദൂസ് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് പെട്ടെന്ന് മാർക്കിന് തോന്നി. മാർക്ക് ഉടൻ തന്നെ തിരിച്ച് നടന്നു തുടങ്ങി. മാർക്ക് ഫെല്ലർ നടന്ന് തിരിച്ചു ചെല്ലുമ്പോൾ ആ ബ്രൗൺ അവിടെ കാത്തു നിൽക്കുകയാണ്. മാർക്ക്, എന്തായി? ബ്രദർ ബ്രൗൺ, അവിടെ ഒരു ജീവി എന്നെ ആക്രമിച്ചു. ഞാൻ അതിനെ ഓടിച്ചു. ഇനി പ്രശ്നമില്ല. എനിക്ക് ആ വാട്ടർ ഓഫ് ലൈഫ് കാണിച്ചു തരുമോ? മാർക്ക്, തീർച്ചയായും, അതിനല്ലേ ഞാൻ ഇവിടെ കാത്തുന്നത്. ബാ, എനിക്കറിയാൻ വഴി. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മാർക്കിനെ കൊണ്ട് മാർക്ക് വന്ന അതേ വഴിയിലൂടെ തന്നെ തിരിച്ചു നടന്നു. മാർക്ക് ആ ജീവിയെ ഓടിച്ച ആ വഴിയിലേക്ക് ബ്രൗൺ മാർക്കിനെ കൊണ്ട് നടക്കുകയാണ്. നടന്ന് മാർക്ക് ഫെല്ലറും ആ ജീവി തമ്മിൽ അടിയുണ്ടായ അതേ സ്പോട്ടിൽ ബ്രൗൺ എത്തി. അവിടെ എത്തിയ ബ്രൗൺ വലതുവശത്ത് കാണുന്ന ഗുഹയിലൂടെ അങ്ങനെ നടന്നു തുടങ്ങി. മാർക്ക് അയാളെ ഫോളോ ചെയ്യുകയാണ്. ബ്രൗൺ മാർക്കിനെയും കൊണ്ട് ഏകദേശം ഒരു 20 മിനിറ്റെങ്കിലും നടന്നു കാണും. ബ്രൗൺ മാർക്കിനെയും കൊണ്ട് ഏകദേശം 20 മിനിറ്റെങ്കിലും ആ ഗുഹയിലൂടെ നടന്നു കാണും. പെട്ടെന്നാണ് മാർക്ക് ഒരു ശബ്ദം കേട്ടു തുടങ്ങിയത്. ഒരു വെള്ളം വീഴുന്ന ശബ്ദമാണ് മാർക്ക് കേൾക്കുന്നത്. ആ മൂടൽ മഞ്ഞിലൂടെ നടന്ന് പുറത്തേക്ക് വരുന്ന മാർക്ക് കാണുന്നത് ശക്തമായി വെള്ളം ഒരു ഗുഹയുടെ മുകളിൽ കൂടി താഴേക്ക് വീഴുന്നതാണ്. മാർക്കും ബ്രൗണും കൂടി പുറത്തിറങ്ങിയ ഗുഹാമുഖത്തിന്റെ ഓപ്പോസിറ്റ് ഒരു ഗുഹ. ആ ഗുഹയുടെ മുഖം മറച്ചുകൊണ്ട് വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. ആ വെള്ളച്ചാട്ടം കണ്ടതും മാർക്ക് ഫെല്ലർ സന്തോഷത്തോടെ ബ്രൗണോട് ചോദിച്ചു, ബ്രദർ ബ്രൗൺ, അതാണോ ലൈഫ് ഓഫ് വാട്ടർ? മാർക്ക്, എന്ത് ചോദ്യമോടാ ചോദിക്കുന്നത്? അത് ലൈഫ് ഓഫ് വാട്ടർ ആണെങ്കിൽ എന്ത് നന്നായിനെ. ലൈഫ് ഓഫ് വാട്ടർ വളരെ പ്രഷ്യസ് ആണ്. ഈ അളവിലൊന്നും ലൈഫ് ഓഫ് വാട്ടർ ഒരിടത്തും ഉണ്ടാവില്ല. നീ വാ. മാർക്ക് ഫെല്ലർ അയാളെ ഫോളോ ചെയ്ത് വെള്ളത്തിലേക്ക് ഇറങ്ങി. ആ വെള്ളത്തിലൂടെ നടന്ന് അവര് ആ വെള്ളച്ചാട്ടമുള്ള ഗുഹയുടെ മുന്നിലെത്തി. അതിശക്തമായി വെള്ളം അങ്ങനെ താഴേക്ക് വീഴുകയാണ്. താഴേക്ക് വീഴുന്ന വെള്ളത്തിന്റെ അടുത്തെത്തിയതും ബ്രൗൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ വെള്ളം അപകടകാരിയാണ്. എന്താ മാർക്ക്?
ഈ വെള്ളത്തിന് ഒരു മൂർച്ചയുണ്ട്, അത് നമ്മുടെ ബോഡി പരിക്കേൽപ്പിക്കും, നീ എന്റെ പുറകിൽ നിന്നോ. അങ്ങനെ പറഞ്ഞിട്ട് ബ്രൗൺ ആ വെള്ളത്തിന്റെ മുന്നിലേക്ക് കയറിയതും മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന വെള്ളം ബ്രൗൺ അണിഞ്ഞിരിക്കുന്ന ആ കവചത്തിന്റെ മുകളിൽ പതിച്ചതും ആ കവചം ശരിക്കൊന്നും ഞണങ്ങി. അതൊന്നും മൈൻഡ് ചെയ്യാതെ ബ്രൗൺ മാർക്കിനെയും കൊണ്ട് മുന്നോട്ട് നടന്നു തുടങ്ങിയതും ശക്തമായി വെള്ളം ബ്രൗണിന്റെ പുറത്തടിച്ചു. ബ്രൗൺ തികച്ചും പുറകോട്ട് തെറിക്കുന്നത് ആ നിമിഷത്തിലാണ്. മാർക്ക് ഫെല്ലർ ശരിക്കും അത്ഭുതത്തോടെയാണ് ആ കാഴ്ച കണ്ടത്. ബ്രൗണിന്റെ ദേഹത്ത് അനവധി മുറിവുകൾ വന്നിട്ടുണ്ട്. അത് കണ്ടതും മാർക്ക് ഫെല്ലർ ബ്രൗണിനോട് പറഞ്ഞു, ഏയ് ബ്രദർ ബ്രൗൺ, നിങ്ങൾ എന്റെ പുറകിൽ നിന്നോ, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ബ്രദർ ബ്രൗണിനെ മാർക്കിന്റെ പുറകിലോട്ട് ചേർത്ത് നിർത്തിയിട്ട് മുന്നോട്ട് നടന്നു തുടങ്ങി. സ്വാഭാവികമായും വെള്ളം മാർക്കിന്റെ പുറത്ത് വീണു തുടങ്ങി. മാർക്കിന്റെ പുറത്ത് ആ വെള്ളം വീഴുമ്പോൾ അമ്പരപ്പിക്കുന്ന റിസൾട്ടാണ് ഉണ്ടാവുന്നത്. ആ വെള്ളം മാർക്കിന്റെ പുറത്ത് വീണ് ചിതറുന്നല്ലാതെ മാർക്കിന്റെ ബോഡിയിൽ ഒരു പോറല് പോലും ഏൽപ്പിക്കാൻ ആ വെള്ളത്തിന് പറ്റിയില്ല. അത് കണ്ടതും ബ്രദർ ബ്രൗൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, വെറുതെ അല്ല നിന്നെക്കുറിച്ച് ആളുകൾ ഉരുക്ക് ബോഡി ഉള്ളവരെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആ ബ്രദർ ബ്രൗൺ പറയുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ ആ വെള്ളം ക്രോസ് ചെയ്ത് ഗുഹയ്ക്ക് ഉള്ളിലേക്ക് കടന്നു. ആ ഗുഹ മുഴുവൻ കവർ ചെയ്ത് നിൽക്കുന്ന ആ വെള്ളച്ചാട്ടത്തെ വളരെ അനായാസമായിട്ടാണ് മാർക്ക് ഫെല്ലർ ക്രോസ് ചെയ്തത്. മാർക്കിന്റെ പുറകിൽ നിന്ന് ഈ സമയത്ത് ബ്രൗൺ മുന്നിലേക്ക് വന്നു. ബ്രൗൺ മാർക്കിനെയും കൊണ്ട് ആ ഗുഹയിലൂടെ നടക്കുകയാണ്. ഏകദേശം ഒരു 7-8 മിനിറ്റ് മാർക്കും ബ്രൗണും കൂടി നടന്നു കാണും. അവര് നടന്നെത്തിയിരിക്കുന്നത് നല്ല പൊക്കമുള്ള കുത്തനെ കയറ്റമുള്ള ഒരു സ്ഥലത്തേക്കാണ്. ശരിക്കും അതൊരു പാറയാണ്. ബ്രൗൺ ആ പാറയിലേക്ക് കയറി തുടങ്ങി. മാർക്ക് ഫെല്ലറും ബ്രൗണിനെ ഫോളോ ചെയ്തു. അവർ രണ്ടും കൂടി കയറി ആ പാറയുടെ മുകളിലെത്തുമ്പോൾ മാർക്ക് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ആ പാറയുടെ തൊട്ടു താഴെ ഒരു വൻ ഗർത്തമാണ്. ആ ഗർത്തത്തിലേക്ക് ഒരു കുഞ്ഞു പാറ തള്ളി നിൽപ്പുണ്ട്. ആ കുഞ്ഞു പാറയിലേക്ക് നോക്കിയിട്ട് ബ്രൗൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ആ പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളി കണ്ടോ? മാർക്ക് അപ്പോഴാണ് ആ കുഞ്ഞു പാറയിലുള്ള വെള്ളത്തുള്ളിയിലേക്ക് നോക്കുന്നത്. ശരിയാണ്, ആ പാറയിൽ വെള്ളത്തുള്ളി പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. 4 തുള്ളികളാണ് ആ പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ആ വെള്ളത്തുള്ളിയിലേക്ക് മാർക്ക് നോക്കുമ്പോൾ ബ്രൗൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതാണ് വാട്ടർ ഓഫ് ലൈഫ്. മാർക്ക് കാണാൻ ആഗ്രഹിച്ച ആ വാട്ടർ ഓഫ് ലൈഫ് ആ കുഞ്ഞു പാറയുടെ മുകളിൽ അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. മാർക്കിന്റെ മുഖം സന്തോഷം കൊണ്ട് അങ്ങനെ വിടരുമ്പോൾ ബ്രൗൺ അയാളുടെ ആ നിലവറയിൽ നിന്ന് ഒരു പാത്രമെടുത്ത് മാർക്കിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഒരു കുഞ്ഞു ജാറാണ്. ആ ജാറ് കയ്യിൽ വാങ്ങിച്ച മാർക്കിന് ശരിക്കും പ്രത്യേകത ഉള്ള ജാറാണല്ലോ അതെന്ന് തോന്നുകയും ചെയ്തു. ആ ജാറ് കയ്യിലേക്ക് വാങ്ങിച്ച ഉടൻ മാർക്കിനോടായി ബ്രൗൺ പറഞ്ഞു, മാർക്ക്, നീ ആ പാറപ്പുറത്ത് കയറി ആ വെള്ളത്തുള്ളികൾ ശ്രദ്ധിച്ചെടുക്ക്. കേൾക്കേണ്ട താമസം മാർക്ക് ആ ജാറുമായി ആ കുഞ്ഞു പാറയുടെ മുകളിലേക്ക് കയറി. ആ പാറയിലേക്ക് മാർക്ക് കയറുന്നത് വളരെ വളരെ ശ്രദ്ധിച്ചാണ്. ഒരു കാരണവശാലും ആ പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ അടർന്ന് താഴെ വീഴരുത്. ആ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച് പാറപ്പുറത്തേക്ക് കയറിയ മാർക്ക് ഫെല്ലർ ആ പാറപ്പുറത്ത് ഒന്ന് ഇരുന്നിട്ട് വളരെ സാവധാനം ആ വെള്ളത്തുള്ളി ഓരോന്നായി ഇളക്കിയെടുത്ത് ആ ജാറിനകത്തേക്ക് പതുക്കെ ഒഴിച്ചു. ശരിക്കും വളരെ ശ്രമപ്പെട്ട് മാർക്ക് ആ വെള്ളത്തുള്ളി ഇങ്ങനെ കോരിയെടുക്കുകയാണ്. കുഞ്ഞു വെള്ളത്തുള്ളിയാണ്. മാർക്ക് ആ ജാറിൽ ഒരു തുള്ളി ഇട്ടു, രണ്ടാമത്തെ തുള്ളി എടുത്തിട്ടു, മൂന്നാമത്തെ തുള്ളി ഇട്ടു, നാലാമത്തെ തുള്ളി ഇട്ടു. ആകെ 4 വാട്ടർ ഡ്രോപ്സേ ആ പാറയിലുള്ളൂ. അത് കണ്ടതും ബ്രൗൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശ്രദ്ധിച്ച് നീ താഴെ ഇറങ്ങി. മാർക്ക് ബ്രൗൺ പറഞ്ഞനുസരിച്ച് ശ്രദ്ധിച്ച് താഴെ ഇറങ്ങി. ആ വെള്ളത്തുള്ളിയുമായി ബ്രൗണിന്റെ അടുത്ത് മാർക്ക് എത്തിയതും മാർക്ക് ബ്രൗണിനോട് പറഞ്ഞു, ബ്രദർ, താങ്ക് യു, ഈ ഡ്രോപ്സിൽ പകുതി നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ജാറിലേക്ക് നോക്കിയപ്പോൾ മാർക്ക് ശരിക്കും അമ്പരന്ന് ആ ജാറിനകത്തേക്ക് നോക്കി പോവുകയാണ്. മാർക്ക് എടുത്തിട്ട ആ 4 വെള്ളത്തുള്ളികളും കൂടി ഇപ്പോ ചേർന്ന് ഒന്നായിരിക്കുകയാണ്. അത് കണ്ട മാർക്ക് ബ്രൗണിനോട് പറഞ്ഞു, സോറി ബ്രദർ, ഞാൻ ഇപ്പോ ഇതിൽ 2 ആക്കാം. മാർക്ക്, അതൊന്നും വേണ്ട. എനിക്കറിയാം ഈ ലൈഫ് ഓഫ് വാട്ടർ നിനക്ക് എത്രത്തോളം ആവശ്യമുണ്ടെന്ന്. നീ അത് ഉപയോഗിക്കുക. ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് തമ്മിൽ ഇനി കാണാൻ ഇടവരുമ്പോൾ നീ എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. അതുവരെ ഇതൊരു കടമായിരിക്കട്ടെ. എന്ത് മറുപടിയാണ് ബ്രൗണിനോട് പറയേണ്ടതെന്നറിയാതെ മാർക്ക് ഫെല്ലർ അറിയാതെ ബ്രൗണിന്റെ കയ്യിലേക്ക് പിടിച്ചു പോവുകയാണ്. അത് കണ്ടതും ബ്രൗൺ മാർക്കിന്റെ ഷോൾഡറിലും തട്ടി. മാർക്ക്, വിട്ടുകള, കടപ്പാടുകളെ കുറിച്ച് ആലോചിച്ചു നീ വേറെ ടെൻഷനൊന്നും അടിക്കണ്ട. ബാ, നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ അത്ര സുരക്ഷിതമായ സ്ഥലമൊന്നുമല്ല. അങ്ങനെ ബ്രൗൺ ഓർമ്മിപ്പിച്ചതും മാർക്ക് ഫെല്ലർ ബ്രൗണുമായി ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ആ ഗുഹയ്ക്കകത്തേക്ക് ഇറങ്ങിയ മാർക്ക് ഫെല്ലർ
നടന്ന് ആ വെള്ളത്തിനടുത്തേക്ക് എത്തുകയാണ്. ഇപ്പോ മാർക്കിന്റെ മുന്നിൽ സാക്ഷാൽ ബ്രൗൺ ഉണ്ട്. മാർക്ക് ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നുള്ളത്, ആ ഗുഹാമുഖത്ത് ആ നിമിഷത്തിലും ശരിക്കും വെള്ളം മുകളിൽ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളത്തിനകത്തൂടെ ബ്രൗൺ കൂളായി നടന്ന് താഴെ ഇറങ്ങി. മാർക്ക് ഫെല്ലർ ആ വാട്ടർ ഓഫ് ലൈഫ് ലഭിച്ച സന്തോഷത്തിൽ ആ കാര്യം ശ്രദ്ധിച്ചതുമില്ല. മാർക്കും ആ വെള്ളത്തിനകത്തൂടി നടന്ന് ഗുഹയുടെ താഴെ ഇറങ്ങി വെള്ളത്തിലൂടെ നടന്ന് വീണ്ടും അവർ മറു സൈഡിൽ കയറി. അധികം സമയം കഴിയുമ്പോൾ അവര് നടന്ന് ഗുഹയുടെ പുറത്തെത്തി. ഗുഹയ്ക്ക് പുറത്തെത്തിയ അവർ നടന്ന് കാടിന്റെ ഏകദേശം പുറത്തെത്താറായതും ബ്രൗൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് ഇടതുവശത്തേക്കാണ് പോകേണ്ടത്, നിനക്ക് പോകേണ്ടത് വലതുവശത്തേക്കാണ്. നമുക്ക് ഇവിടെ വെച്ച് പിരിയാം, പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് കാണാം. സിസ്റ്റർ ലിന്നെ കാണുമ്പോൾ ഞാൻ അന്വേഷിച്ചതായി പറയണം. അങ്ങനെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഇടതുവശത്തേക്ക് അതിവേഗം നടന്നു തുടങ്ങി. അയാൾ ഇടതുവശത്തേക്ക് നടക്കുന്നത് മാർക്ക് ഫെല്ലർ കണ്ടിരുന്നു. പക്ഷെ മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അയാള് കാടിനകത്ത് ഏതാണ്ട് അപ്രത്യക്ഷമായി കഴിഞ്ഞു. മാർക്ക് ഫെല്ലർ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കാതെ അവിടെയുള്ള ഒരു പാറപ്പുറത്ത് കയറിയിരുന്നു. മാർക്ക് ആ ജാർ കയ്യിലെടുത്തതും ബുദൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഈ ബ്രദർ ബ്രൗൺ ആള് സാധാരണക്കാരനല്ല കേട്ടോ. ബുദൂസ്, അതെന്താ പറഞ്ഞേ? മാർക്ക്, 2-3 കാര്യങ്ങൾ നീ ശ്രദ്ധിക്കാതെ പോയോ എന്നെനിക്കൊരു സംശയം. നീ ആ ഭീകര ജീവിയുമായി ഏറ്റുമുട്ടിയ അതേ സ്ഥലത്തുകൂടിയാണ് അയാൾ നിന്നെ കൊണ്ട് ആ വാട്ടർ ഓഫ് ലൈഫ് ഉള്ള സ്ഥലത്തേക്ക് നടന്നത്. നീ ആ ജീവിയുമായി ഏറ്റുമുട്ടിയ സ്ഥലത്ത് ആ ജീവി എല്ലായ്പ്പോഴും ഉണ്ടാകണം. ആ ജീവി അവിടെ എത്തുന്ന ആരെയും വെറുതെ വിടാൻ സാധ്യതയില്ല. ആ ജീവി അവിടെ ഉണ്ടെങ്കിൽ ആ ജീവിയുള്ള ഭാഗത്തുകൂടി ഒരാൾക്കും ആ ഗുഹ വഴി വാട്ടർ ഓഫ് ലൈഫ് ഉള്ള ആ ഗുഹയിൽ എത്താൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഈ ബ്രൗൺ ആ വാട്ടർ ഓഫ് ലൈഫ് അവിടെ ഉണ്ടെന്ന് എങ്ങനെയാ അറിഞ്ഞത്? ശരിക്കും കുഴയ്ക്കുന്നൊരു ചോദ്യമാണ് ബുദ്ധൂസ് ചോദിക്കുന്നത്. ആ ജീവിയെ ഓടിക്കാതെ ഒരാൾക്കും ആ വാട്ടർ ഓഫ് ലൈഫ് ഉള്ള ആ ഗുഹയിലേക്ക് എത്താൻ പറ്റില്ല. ആ ജീവി അതിശക്തനാണ്. ആ ജീവിയെ മാർക്ക് ആ മാന്ത്രിക ഇരുമ്പ് ദണ്ഡ് ഉപയോഗിച്ച് അടിച്ച് ഓടിച്ചത് കൊണ്ട് മാത്രമാണ് മാർക്കിന് വഴി തുറന്നു കിട്ടിയത്. പക്ഷെ ആ മനുഷ്യന് ആ വഴിയിലൂടെ പോയാൽ വാട്ടർ ഓഫ് ലൈഫ് ലഭിക്കുമെന്ന് എങ്ങനെ മനസ്സിലായി? അതൊരു വല്ലാത്ത ചോദ്യമാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ആ വാട്ടർ ഓഫ് ലൈഫുമായി തിരിച്ചു വരുമ്പോൾ ആ ഗുഹാമുഖത്ത് ആ വെള്ളം അയാളെ സ്പർശിച്ചിട്ടും അയാൾക്ക് കുഴപ്പമൊന്നും പറ്റില്ലല്ലോ. അപ്പോഴാണ് മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. നേരത്തെ ആ വാട്ടർ ഓഫ് ലൈഫ് എടുക്കാനായിട്ട് ആ ഗുഹയിലേക്ക് കയറുമ്പോൾ അയാളുടെ പുറത്ത് ആ വെള്ളം വീഴുന്നതും അയാളുടെ ആർമർ മുറിഞ്ഞത് വഴി അയാളുടെ ദേഹം മുറിയുന്നതൊക്കെ മാർക്ക് ശ്രദ്ധിച്ചതാണ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ മാർക്കിന്റെ പുറത്ത് ആ വെള്ളം വീഴുന്നതിന്റെ ബുദ്ധിമുട്ട് മാർക്ക് അനുഭവപ്പെട്ടതുമാണ്. ബുദ്ധൂസ്, നീ പറഞ്ഞ ശരിയാണ്. അയാള് ശരിക്കും ഒരു അത്ഭുതമാണല്ലോ. അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ ഈ ലൈഫ് ഓഫ് എനർജി ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലർ ആ ജാർ തുറന്ന് ആ വാട്ടർ ഓഫ് ലൈഫ് എന്ന് വിളിക്കപ്പെട്ട ആ 4 ഡ്രോപ്സും കൂടിച്ചേർന്ന് ഉണ്ടായിരിക്കുന്ന ആ വലിയ ഡ്രോപ്സ് അവന്റെ വായിലേക്ക് ഒഴിച്ചു. ആ ഡ്രോപ്സ് മാർക്ക് ഫെല്ലറുടെ വായ്ക്കകത്ത് സ്പർശിച്ചപ്പോൾ തന്നെ ശരിക്കും ഒരു ഇലക്ട്രിക് കറണ്ട് മാർക്കിന്റെ ബോഡിക്കുള്ളിലൂടെ കടന്നു പോകുന്ന ഒരു ഫീല് മാർക്കിന് അനുഭവപ്പെട്ടു. അതിശക്തമായ ഒരു എനർജി പ്രവാഹം മാർക്കിന്റെ ബോഡിക്കുള്ളിൽ രൂപം കൊള്ളുകയാണ്. മാർക്കിന്റെ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും എനർജിയുടെ ഒരു വൻ വേഗതയിലുള്ള കുതിച്ച് ഓട്ടമാണ് മാർക്കിന് അനുഭവപ്പെട്ടത്. മാർക്കിന്റെ തലമുടിയിൽ വരെ ഊർജം ഇരച്ചു കയറും പോലെ മാർക്കിന് തോന്നി. ശരിക്കും ഒരു വല്ലാത്ത പവർ തനിക്ക് അനുഭവപ്പെടുന്ന പോലെ ആ നിമിഷം മാർക്കിന് തോന്നുകയും ചെയ്തു. മാർക്ക് അമ്പരപ്പോടെ ചുറ്റും നോക്കി. മാർക്കിന് അറിയേണ്ടത് മാർക്കിന്റെ നെറ്റിയിലെ ആ നമ്പർ എന്തായെന്നാണ്. മാർക്ക് ചുറ്റും നോക്കുമ്പോൾ താഴെ അരുവി കണ്ടു. മാർക്ക് ഓടി ആ അരുവിയുടെ അടുത്തെത്തി. ആ അരുവിയിലേക്ക് മാർക്ക് വല്ലാത്ത പ്രതീക്ഷയോടെ നോക്കി. മാർക്ക് ആ അരുവിയിലേക്ക് നോക്കുമ്പോൾ മാർക്കിന്റെ കണ്ണുകൾ നെറ്റിലെ നമ്പറിലാണ് പതിയേണ്ടത്. അവിടെ നേരത്തെ 9 എന്ന നമ്പറാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവിടെ നമ്പർ ഉണ്ട്. ഇപ്പൊ കാണുന്നത് 1 എന്ന നമ്പറാണ്. 1 എന്ന നമ്പർ കണ്ടതും പെട്ടെന്നൊരു നിരാശ മാർക്കിന് തോന്നി. ആ നമ്പർ പൂർണ്ണമായി അപ്രത്യക്ഷമായാലേ മാർക്കിന്റെ ബോഡി സ്പിരിച്വൽ എനർജി റിസീവ് ചെയ്യാനുള്ള പരുവത്തിലെത്തും. വാട്ടർ ഓഫ് ലൈഫ് കിട്ടിയിട്ടും തനിക്ക് സ്പിരിച്വൽ എനർജി റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിട്ടില്ല എന്ന യാഥാർത്ഥ്യം മാർക്ക് തിരിച്ചറിയുമ്പോൾ മാർക്കിന്റെ തലമുടി പതുക്കെ പറന്നു തുടങ്ങി. അപ്പോഴാണ് മാർക്ക് അത് ശ്രദ്ധിച്ചത്. മാർക്കിന്റെ തലമുടി പൂർണ്ണമായും ബ്ലാക്ക് ആയിരിക്കുകയാണ്, ജെറ്റ് ബ്ലാക്ക്. ശരിക്കും നീളമുള്ള തലമുടിയാണ് മാർക്ക് ഫെല്ലർക്കുള്ളത്. ആ അരുവിയുടെ തീരത്തടിക്കുന്ന ആ ഇളം കാറ്റിൽ മാർക്ക് ഫെല്ലറുടെ ആ കറുത്ത പനങ്കുല പോലുള്ള ആ മുടി അങ്ങനെ പാറി കളിക്കുമ്പോൾ മാർക്കിന് എന്തായാലും ഒരു കാര്യം ഉറപ്പായി, താൻ ലക്ഷ്യത്തിന് വളരെ വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇനി ഒരേ ഒരു ഘട്ടം കൂടിയേ കടക്കാനുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ സ്പിരിച്വൽ എനർജി മാർക്കിന് റിസീവ് ചെയ്യാൻ പറ്റും. മാർക്ക് ബുദ്ധൂസിനോട് പറഞ്ഞു, ബുദ്ധൂസ്, ഞാൻ ആ യാങ് മൗണ്ടനിലേക്ക് പോകാൻ വിചാരിക്കുകയാണ്. അവിടെ എന്തായാലും
ലൈഫ് എനർജി കാണും. അവിടെ നിന്ന് ലൈഫ് എനർജി കിട്ടിയാൽ എനിക്ക് ഉറപ്പായിട്ടും സ്പിരിച്വൽ എനർജി റിസീവ് ചെയ്യാൻ കഴിയുന്ന ശരിയിൽ ബോഡിയെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് കേട്ടതും ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, യാങ് മൗണ്ടൻ നീ വിചാരിക്കും പോലെ സുരക്ഷിതമല്ല. യാങ് മൗണ്ടനിലേക്കുള്ള യാത്ര തൽക്കാലം നീ വേണ്ടാന്ന് വെക്ക്. യാങ് മൗണ്ടനിൽ അപകടം ഉറപ്പായും കൂടെ ഉണ്ടാവും. അത് കേട്ടതും മാർക്ക് ബുദ്ധൂസിനോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ എനിക്ക് ആ വനത്തിലേക്ക് പോകാൻ പറ്റും. ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിൽ ലൈഫ് എനർജിയുള്ള സ്പൈഡേഴ്സ് ഇനിയും കാണും. അത് ബുദ്ധൂസ് സമ്മതിച്ചു. അതാ നല്ലത്. സ്പൈഡർ ആകുമ്പോൾ നമുക്ക് പ്രശ്നമില്ലാതെ നേരിടാം. പക്ഷേ ആ ഭീകര ജീവികൾ നമ്മളെ ചിലപ്പോൾ കുഴയ്ക്കും. അങ്ങനെ ബുദ്ധൂസ് വ്യക്തമായും കാര്യം പറഞ്ഞതും മാർക്ക് ഫെല്ലർ ഗൂസ് സിറ്റിയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. മാർക്ക് മടങ്ങിയെത്തിയത് മാർക്ക് താമസിച്ചിരുന്ന ആ ഹോട്ടലിലേക്കാണ്. അവിടെയാണ് ബ്രദർ സാഹോയ്ക്ക് മാർക്ക് മുറി എടുത്തു കൊടുത്തത്. മാർക്കിന്റെ മുറിയുടെ അടുത്ത് എത്തിയപ്പോൾ മാർക്കിന്റെ മുറിയുടെ അടുത്ത് ഒരു കസേരയിൽ സാക്ഷാൽ ബ്രദർ സാഹോ ഇരിക്കുകയാണ്. ബ്രദർ സാഹോയെ കണ്ടപ്പോൾ മാർക്കിന് വല്ലാത്തൊരു അതിശയം. ബ്രദർ, നിങ്ങൾ തിരിച്ചു പോയില്ലേ? മാർക്ക്, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, എനിക്ക് നിന്നോട് സംസാരിക്കണം. അങ്ങനെ ബ്രദർ സാഹോ പറഞ്ഞതും മാർക്ക് ഫെല്ലർ മാർക്കിന്റെ മുറി തുറന്നു. അവർ രണ്ടുപേരും അകത്ത് കടന്നു. അകത്ത് മാർക്കിനെതിരെയുള്ള കസേരയിൽ ഇരുന്ന ബ്രദർ സാഹോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് ഉറപ്പായും നിന്നെക്കുറിച്ചുള്ള കാര്യം എന്റെ അങ്കിളിനോട് പറഞ്ഞേ പറ്റൂ. ഫസ്റ്റ് എൽഡറോട് അത് പറയാതെ എനിക്ക് മുന്നോട്ട് പോകാനാവില്ല. അത് കേട്ടതും മാർക്ക് ബ്രദർ സാഹോയോട് ചോദിച്ചു, അല്ല ബ്രദർ സാഹോ, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പോയി പറയാമായിരുന്നല്ലോ, എന്തിനാ 2 ദിവസം കാത്തിരുന്നത്? മാർക്ക്, ഞാൻ കാത്തിരുന്നത് നിന്നോട് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ്. ഞാൻ എൻ്റെ അങ്കിളിനോട് കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്കിൾ നിന്നെ തിരക്കും. നിനക്ക് രക്ഷപ്പെടാനുള്ള സമയം കിട്ടാനാ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയത്. ബ്രദർ സാഹോയുടെ മനസ്സിൽ ഇപ്പൊ ഒരു യുദ്ധം നടക്കുകയാണ്. ഒന്നുമില്ലാതിരുന്ന അവനെ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ അടുത്ത് ഒരു റെസ്റ്റോറന്റ് ഇട്ടുകൊടുത്ത് അവനെ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർത്തിയത് ഫസ്റ്റ് എൽഡറാണ്. ആ ഫസ്റ്റ് എൽഡറോട് മാർക്കിനെ കുറിച്ച് പറയാതിരുന്നാൽ അത് ഒരു ചതിയായി പോകും. അക്കാര്യം ബ്രദർ സാഹോയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ മാർക്ക് ഫെല്ലറെ കുറിച്ചുള്ള വിവരങ്ങൾ ഫസ്റ്റ് എൽഡറോട് പറയുമ്പോൾ അത് മാർക്ക് ഫെല്ലറോട് കാണിക്കുന്ന ഒരു ചതിയാവും. ആ 2 കാര്യങ്ങളും അയാളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അയാൾ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 2 ദിവസവും ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് പോകാതെ അവിടെ തന്നെ പിടിച്ചു നിന്നത്. മാർക്ക് ഫെല്ലർ ബ്രദർ സാഹോയോട് പറഞ്ഞു, ശരിക്കും ഒരു യുദ്ധം തന്നെ അയാളുടെ മനസ്സിൽ നടക്കുകയാണ്. അത് മനസ്സിലാക്കിയ മാർക്ക് ബ്രദർ സാഹോയോട് പറഞ്ഞു, ബ്രദർ, നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കണ്ട. നിങ്ങളുടെ മനസ്സാക്ഷിക്ക് യുക്തമെന്ന് തോന്നുന്ന എന്ത് തീരുമാനവും നിങ്ങൾക്ക് എടുക്കാം, അത് നടപ്പാക്കുകയും ചെയ്യാം. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നിങ്ങൾ മുഖാന്തരം സിസ്റ്റർ ലിന്നിന് ഒരു കുഴപ്പവും വരാൻ പാടില്ല. മാർക്ക്, അക്കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നു. ഒരു കാരണവശാലും സിസ്റ്റർ ലിന്നിന്റെ പേര് ഞാൻ ഫസ്റ്റ് എൽഡറോട് പറയില്ല. അത് എന്റെ വാക്കാണ്. അങ്ങനെ അവൻ തീർത്ത് പറയുമ്പോൾ ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് അപകടമാണ്. ഇവൻ ഇവിടുന്ന് പോകാൻ അനുവദിച്ചാൽ ഇവൻ ഉറപ്പായും നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ബ്രദർ സാഹോ മുന്നിൽ ഇരിക്കുമ്പോഴാണ് ബുദ്ധൂസ് മാർക്കിനോട് അങ്ങനെ പറഞ്ഞത്. മാർക്ക് ബുദ്ധൂസിന്റെ ആ വാചകത്തിന് മറുപടി പറയാതെ ബ്രദർ സാഹോയോടായി പറഞ്ഞു, ഓക്കെ ബ്രദർ സാഹോ, അങ്ങനെയെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ, ഞാനും ഇവിടുന്ന് പുറത്തിറങ്ങിയാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ബ്രദർ സാഹോ മാർക്കിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ പരമാവധി ഒരാഴ്ചത്തെ സമയം നേടിത്തരും. ഈ ഒരാഴ്ചക്കുള്ളിൽ നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളാം. അത് മാത്രമേ എനിക്ക് നിനക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂ. ബ്രദർ സാഹോ അയാളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം കാര്യങ്ങളാണ് മാർക്ക് ഫെല്ലർക്ക് വേണ്ടി ചെയ്യുന്നത്. മാർക്കിന് അത് മനസ്സിലാവുന്നുണ്ട്. മാർക്ക് ബ്രദർ സാഹോയുടെ ഷോൾഡറും തട്ടിയിട്ട് ബ്രദർ സാഹോയോട് പറഞ്ഞു, ബ്രദർ, താങ്കൾ എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് കൂടുതലൊന്നും ആലോചിക്കേണ്ട, അങ്ങ് മടങ്ങിപ്പോയിക്കോളൂ. ബ്രദർ സാഹോയെ മാർക്ക് ഫെല്ലർ യാത്ര അയക്കിയതിനു ശേഷം മാർക്ക് നേരെ സിസ്റ്റർ ലിന്റെ അടുത്തെത്തി. മാർക്കിനെ കണ്ട സിസ്റ്റർ ലിൻ ആദ്യം ചോദിച്ചത് ആ സിമ്പിൾ ചോദ്യമാണ്, മാർക്ക്, നിന്റെ സ്പിരിച്വൽ എനർജി തിരിച്ചു കിട്ടിയോ? അവർക്ക് മാർക്കിന്റെ ബോഡിയിൽ നിന്ന് സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചോദിച്ചത്. അത് കേട്ടതും മാർക്ക് സിസ്റ്റർ ലിന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഞാൻ ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട്. അത് കേട്ടതും സിസ്റ്റർ ലിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ വിഷമിക്കുന്നു വേണ്ട. നിന്റെ തലമുടി പൂർണ്ണമായും ബ്ലാക്കായി. പിന്നെ ഞാൻ നിനക്ക് നൽകിയ ആ മാസ്കിന്റെ ഉപയോഗവും ഏതാണ്ട് കഴിഞ്ഞു. അത് കേട്ട മാർക്ക് അവിടെയുള്ള ഒരു കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ മാർക്കിനും അത് മനസ്സിലായി. മാർക്കിന്റെ ഒറിജിനൽ മുഖം ഇതാ വിസിബിൾ ആണ്. തന്റെ ഒറിജിനൽ മുഖം വിസിബിൾ ആയ സ്ഥിതിക്ക് ഇനി ഗൂസ് സിറ്റിയിൽ നിൽക്കുന്നത് നല്ലതല്ല എന്നുള്ള കാര്യം മാർക്കിനറിയാം. മാർക്ക് സിസ്റ്റർ ലിന്നോട് പറഞ്ഞു, സിസ്റ്റർ, ബ്രദർ സാഹോ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് പോയിരിക്കുകയാണ്. ഒരു കാരണവശാലും ബ്രദർ സാഹോ സിസ്റ്ററെ കുറിച്ച് ഫസ്റ്റ് എൽഡറോട് പറയില്ല എന്ന് എനിക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. അത് കേട്ടതും സിസ്റ്റർ ലിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതെന്തെങ്കിലും ആവട്ടെ, അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാനൊന്നും ഞാൻ ആളല്ല.
സ്വിറ്റ്സർലൻഡ് അങ്ങനെ പറഞ്ഞതും മാർക്ക് ലിന്നോട് യാത്ര പറഞ്ഞ് അവിടുന്ന് നേരെ ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. മാർക്ക് ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് ആ യാത്ര തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ സാക്ഷാൽ ബ്രദർ സാഹോ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് നടന്നു പോകുന്നു, ബ്രദർ സാഹോ അവന്റെ ആ എക്സോട്ടിക് ബീസ്റ്റിന് പുറത്ത് പറന്നു പോകുന്നു. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. മാർക്ക് ഫെല്ലർ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്തും നടന്നുമൊക്കെ ആരുടെയും ശ്രദ്ധയപ്പെടാതെ ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. അതിനിടയിൽ ബുദ്ധൂസുമായി മാർക്ക് ഫെല്ലർ പല കാര്യങ്ങളും സംസാരിക്കുന്നുമുണ്ട്. ബുദ്ധൂസ് മാർക്കിനെ ആശ്വസിപ്പിക്കുകയാണ്. ഏയ് മാർക്ക്, ഇത്രയും വരെ നീ എത്തിയില്ലേ, ഇനി അല്പം കൂടി ലൈഫ് എനർജിയുടെ ആവശ്യമേ നിനക്കുള്ളൂ. അത് ഉറപ്പായും ഈ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിൽ നിന്ന് കിട്ടും, നീ പേടിക്കാതിരിക്കുക. ബുദ്ധൂസ് മാർക്കിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ സമീപത്തുള്ള ഫീനിക്സ് റെസ്റ്റോറന്റിൽ ബ്രദർ സാഹോ എത്തിക്കഴിഞ്ഞു. റെസ്റ്റോറന്റിൽ എത്തി അധിക സമയം കഴിയുമ്പോൾ അയാൾ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെത്തി. ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ ഫസ്റ്റളുടെ മുറി ലക്ഷ്യമാക്കി ബ്രദർ സാഹോ അങ്ങനെ നടന്നു വരികയാണ്. ബ്രദർ സാഹോ നടന്ന് ഫസ്റ്റളുടെ മുറിയുടെ മുമ്പിൽ എത്തുമ്പോൾ ഫസ്റ്റൽഡർ ഡീസനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുറിയുടെ പുറത്ത് ബ്രദർ സാഹോയെ കണ്ടതും ഫസ്റ്റൽഡർ ബ്രദർ സാഹോയോട് അകത്ത് വരാൻ ആവശ്യപ്പെട്ടു. സാഹോ അകത്തോട്ട് വന്നതും ഫസ്റ്റൽഡർ അവനോട് ചോദിച്ചു, എന്താ സാഹോ? എങ്കിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിനക്ക് എന്ത് കാര്യം പറയാനുള്ളത്? അതൊക്കെ പറയൂ, അല്ലെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാനാ വന്നത്. ഹേയ് സാഹോ, ഇത് ഡീസൻ അറിയേണ്ടാത്ത ഒരു കാര്യവും ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ ഇല്ല, നീ ധൈര്യമായി പറഞ്ഞു. അത് കേട്ടതും ആശ്വാസത്തോടെ സാഹോ അവന്റെ അങ്കിൾ ഫസ്റ്റ് എൽഡറോടായി പറഞ്ഞു, അങ്കിൾ ഞാൻ വന്നത് മാർക്ക് ഫെല്ലറെ കുറിച്ച് ഒരു കാര്യം പറയാനാണ്. മാർക്ക് ഫെല്ലറെ കുറിച്ചുള്ള കാര്യമാണ് സാഹോ പറയുന്നെന്ന് കേട്ടതും ഫസ്റ്റ് എൽഡർ ചാടി എണീറ്റു. ഫസ്റ്റ് എൽഡർ അറിയാതെ കസേരയിൽ ഒന്ന് നേരെ ഇരുന്നു പോവുകയാണ്. ആ നിമിഷത്തിൽ സാഹോ ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, അങ്കിൾ ഈ മാർക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ വേഷപ്രച്ഛനായി എന്റെ റെസ്റ്റോറന്റിൽ വന്നിരുന്നു. അത് കേട്ടതും കസേരയിൽ നിന്ന് ഫസ്റ്റ് എൽഡർ ചാടി എണീറ്റ ഫസ്റ്റ് എൽഡർ സാഹോയും പിടിച്ചുകൊണ്ട് അതിവേഗം ആ മുറിക്ക് പുറത്തിറങ്ങി ആ മുറിയുടെ വാതിലങ്ങ് അടച്ചു. അവനെ വലിച്ചുകൊണ്ട് ഫസ്റ്റ് എൽഡർ കുറച്ചു ദൂരം മുന്നോട്ട് പോയി. അങ്കിളിന്റെ പെട്ടെന്നുള്ള ആ പെരുമാറ്റം സാഹോയെ ലേശം ഒന്ന് അമ്പരപ്പിച്ചു. അവൻ അത്ഭുതത്തോടെ അവന്റെ അങ്കിൾ ഫസ്റ്റ് എൽഡറോട് ചോദിച്ചു, അങ്കിൾ എന്താ ഏയ് എടാ മണ്ട, നീ ആരാ മുന്നിൽ വെച്ച മാർക്കിനെ കുറിച്ച് പറഞ്ഞത്? അല്ല അങ്കിളല്ലേ പറഞ്ഞത് പറയാൻ. നീ മാർക്കിനെ കുറിച്ച് പറയാൻ പോവുകയാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? മാർക്കിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ഡീസൻ. ആ ഡീസന്റെ മുന്നിൽ വെച്ച് മാർക്ക് ഫെല്ലറെ കുറിച്ച് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഡീസൻ മാർക്കിൽ എത്തിക്കും. ആ കാര്യം പെട്ടെന്ന് ഫസ്റ്റ് എൽഡറുടെ മനസ്സിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് ഫസ്റ്റ് എൽഡർ ഈ സാഹോയെ വിളിച്ച് പുറത്തെത്തിയത്. ആ സാഹോയെ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കാതെ പുറത്തേക്ക് വലിച്ചുകൊണ്ട് വന്നത്. സാഹോയും കൊണ്ട് മറ്റൊരു മുറിയിലെത്തിയ ഫസ്റ്റ് എൽഡർ സാഹോയോട് വിശദമായി കാര്യങ്ങൾ ചോദിച്ചു. അങ്കിൾ അവൻ വേഷപ്രച്ഛന്നനായിട്ടാണ് എൻ്റെ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് വേണ്ടി വന്നത്. അവൻ നന്നായിട്ട് ആഹാരമൊക്കെ പാചകം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ അവനെ എൻ്റെ റെസ്റ്റോറൻറ്റിൽ നിർത്തിയിരിക്കുകയായിരുന്നു. അവൻ സാധനങ്ങൾ ഇവിടെ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ എത്തിക്കാനും 2 തവണ വന്നിട്ടുണ്ട്. ബ്രദർ സാഹോ പറയുന്ന കാര്യങ്ങൾ കേട്ട ഫസ്റ്റ് എൽഡർ ശരിക്കും ദേഷ്യം കൊണ്ട് വിറച്ചു തുടങ്ങി. ഫസ്റ്റ് എൽഡർ ബ്രദർ സാഹോയെ നോക്കിയിട്ട് അവനോട് ചോദിച്ചു, ഏയ് ആരാ അവനെ നിനക്ക് പരിചയപ്പെടുത്തിയത്? അങ്കിൾ ആരും പരിചയപ്പെടുത്തിയൊന്നുമില്ല, അവൻ ജോലി അന്വേഷിച്ച് വന്നാണ്. അത് കേട്ടതും ഫസ്റ്റ് എൽഡർ കൈ വിടർത്തി അയാൾ കൈ ഒന്ന് അകത്തേക്ക് വലിച്ചതും ബ്രദർ സാഹോ അതിവേഗം പറന്ന് ഫസ്റ്റ് എൽഡറുടെ കയ്യിലേക്ക് വന്നു. ഫസ്റ്റ് എൽഡർ ബ്രദർ സാഹോയുടെ കഴുത്തിൽ ഒന്ന് അമർത്തി പിടിച്ചു. ഏയ് സാഹോ, ഞാൻ നിന്റെ അങ്കിളാണെന്നുള്ള കാര്യമൊക്കെ നീ ഇങ്ങ് വിട്ടേക്ക്. ഞാൻ ഈ കഴുത്ത് ഒന്ന് അമർത്തി പിടിച്ചാൽ ഇവിടെ നീ ഇപ്പോൾ അവസാനിക്കും. നീ എന്നോട് സത്യം പറ, ഇവിടെ അവൻ എങ്ങനെ എത്തി? ആരാ നിന്നെ സഹായിച്ചത്? അങ്കിൾ ഞാൻ പറഞ്ഞല്ലോ, ആരും സഹായിച്ചില്ല. അങ്ങനെ ബ്രദർ സാഹോ പറഞ്ഞതും ഫസ്റ്റ് എൽഡറുടെ കൈ ഒന്നുകൂടി അമർത്തും. ഒരു വിരൽ കൂടി ഒന്ന് അമർത്തിയാൽ ബ്രദർ സാഹോ അവിടെ അവസാനിക്കും. പക്ഷെ എന്നിട്ടും ആ നിമിഷത്തിലും ബ്രദർ സാഹോ അവന്റെ അങ്കിളിനോട് പറഞ്ഞു, അങ്കിൾ അവൻ യാദൃശ്യവശാൽ എന്റെ റെസ്റ്റോറൻറ്റിൽ വന്നതാണ്, ആരും അവനെ പരിചയപ്പെടുത്തിയിട്ടില്ല. അവൻ അങ്ങനെ തീർത്തു പറഞ്ഞതും ഫസ്റ്റ് എൽഡർ അവന്റെ കഴുത്തിൽ നിന്ന് കൈയെടുത്തു. ശരിക്കും ശ്വാസം എടുക്കാൻ പാടുപെടുന്ന സാഹോയെ നോക്കിയിട്ട് ഫസ്റ്റ് എൽഡർ അവനോട് പറഞ്ഞു, ഏയ് സാഹോ, നീ പറഞ്ഞത് കളവാണെന്ന് തെളിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ആ ബന്ധം ഞാനങ്ങ് മറക്കും. ശരി, നീ പൊയ്ക്കോ. ഫസ്റ്റ് എൽഡർ പറഞ്ഞതും സാഹോ
അതിവേഗം അവിടെ നിന്ന് പുറത്തേക്ക് പോയി. 2 തവണ മാർക്ക് ഫെല്ലർ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്ത് വന്നു. ആ കാര്യം സാഹു തന്നെ ഫസ്റ്റലോട് പറഞ്ഞിട്ടുണ്ട്. എന്തിനായിരിക്കണം മാർക്ക് ഫെല്ലർ ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്തേക്ക് വന്നത്? ഫസ്റ്റൽഡർ അതിനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി. അങ്ങനെ ആലോചിച്ചപ്പോ പെട്ടെന്ന് അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡീസൺ ഫസ്റ്റൽഡറോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. മാർക്ക് ഫെല്ലറുടെ കൂടെ ഡീസനൊപ്പം ഭൂമിയിൽ നിന്ന് ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് എത്തിയ കുറച്ച് ആളുകളുണ്ട്. അവരെ ഡീസനൊപ്പം ചേർക്കണമെന്നാണ് ഡീസൺ ഫസ്റ്റൽഡറോട് ആവശ്യപ്പെട്ടത്. ഫസ്റ്റൽഡറോട് അങ്ങനെ ആവശ്യപ്പെട്ടപ്പോ ഫസ്റ്റൽഡർ അത് സമ്മതിക്കുകയും ചെയ്തു. ഇപ്പൊ ആ ആളുകളൊക്കെ ഡീസന് ഒപ്പമുണ്ട്. ഡീസൺ എന്തുകൊണ്ടായിരിക്കാം ആ ആളുകളെ ഡീസനൊപ്പം താമസിപ്പിക്കാൻ ഫസ്റ്റൽഡറോട് പെർമിഷൻ ചോദിച്ചത്? അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോ ഫസ്റ്റൽഡർക്ക് കഥ മനസ്സിലായി. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അകത്തേക്ക് വന്ന മാർക്ക് ഫെല്ലർ ഡീസനെ കണ്ടിട്ടുണ്ട്. ഡീസനോട് ആ ആളുകളെ രക്ഷിക്കാൻ മാർക്ക് ഫെല്ലർ ആവശ്യപ്പെട്ട് കാണും. അതിന്റെ അടിസ്ഥാനത്തിൽ ഡീസൺ വളരെ വിദഗ്ധമായി ഷെൻ യാനിക്കിനെയും കൂടെയുള്ള ആളുകളെയും അവന്റെ കൂടെ കൂട്ടിയതാണ്. അങ്ങനെയായിരിക്കും അത് സംഭവിച്ചത്. അതിന്റെ കൺഫർമേഷൻ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഫസ്റ്റൽഡർ അല്പസമയം കഴിഞ്ഞതും ഡീസന്റെ മുറിയിലേക്ക് വന്നു. ഫസ്റ്റൽഡറെ കണ്ടതും ഡീസൻ ചാടി എണീറ്റ് അദ്ദേഹത്തെ വണങ്ങി. മാസ്റ്റർ എന്ന് പറഞ്ഞ് ഡീസൻ ഫസ്റ്റൽഡറെ വണങ്ങിയതും ഫസ്റ്റൽഡർ ഡീസനോട് ചോദിച്ചു, ഡീസൻ, മാർക്ക് ഫെല്ലർ നിന്നെ കണ്ടപ്പോ എന്താ സംസാരിച്ചത്? അല്ല മാസ്റ്റർ എന്താ ചോദിക്കുന്നത്? മാർക്ക് ഫെല്ലർ എന്നെ കണ്ടെന്നോ? ഡീസൻ, നീ എന്റെ മുന്നിൽ കളവ് പറയണ്ട. മാർക്ക് ഫെല്ലർ ഇവിടെ എത്തി നിന്നെ കണ്ടിരുന്നു. ആ സമയത്ത് മാർക്ക് നിന്നോട് എന്താണ് പറഞ്ഞതെന്നാണ് എനിക്ക് അറിയേണ്ടത്. മാസ്റ്റർ, ഞാൻ മാർക്ക് ഫെല്ലറെ കണ്ടിട്ടില്ല എന്ന് പറയാനാണ് ഡീസൺ ശ്രമിച്ചത്. പക്ഷേ ആ നിമിഷത്തിൽ കൈ ഒന്ന് അകത്തേക്ക് വലിച്ച ഫസ്റ്റൽഡർ ഡീസനെ അടുത്തേക്ക് വലിച്ചു. ശരിക്കും നൂല് കെട്ടിരിക്കുന്ന ആട്ടുകുട്ടിയെ നമ്മൾ അടുത്തേക്ക് വലിക്കുമ്പോൾ ആട്ടുകുട്ടി അടുത്തേക്ക് പാഞ്ഞു വരുമ്പോലെ ഡീസൺ ഫസ്റ്റൽഡർ അടുത്തേക്ക് പാഞ്ഞു വന്നു. ഫസ്റ്റൽഡർ അടുത്തെത്തിയ ഡീസന്റെ കഴുത്തിൽ ഫസ്റ്റൽഡർ ഒന്ന് അമർത്തി പിടിച്ചു. ഡീസൺ, ഞാൻ ഈ കൈ ഒന്ന് അമർത്തി പിടിച്ചാൽ ഇവിടെ ഇപ്പൊ നീ അവസാനിക്കും. സത്യം പറ, മാർക്ക് ഫെല്ലറെ നീ കണ്ടില്ലേ? മാസ്റ്റർ, ഇല്ല, ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ കണ്ടില്ല. ഞാൻ എന്തിന് അങ്ങോട്ട് കളവ് പറയണം? നീ ആ ഷെൻ യാനിക്കിനെയും കൂട്ടരെയും നിനക്കൊപ്പം താമസിപ്പിക്കാൻ തീരുമാനിച്ചത് മാർക്ക് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ? മാസ്റ്റർ, അല്ല, ഞാൻ അവർക്ക് പരിശീലനം കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അവരെ കൂടെ കൂട്ടിയതാണ്. എനിക്കൊപ്പം വന്ന ആളുകളല്ലേ, അവരൊന്ന് സഹായിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഡീസൺ പറഞ്ഞതും ഫസ്റ്റൽഡർ ഒന്നുകൂടി കൈ അമർത്തി. ഡീസൺ, നീ നുണ പറയാനാണ് എന്റെ മുമ്പിൽ ശ്രമിക്കുന്നെങ്കിൽ നിന്നെ അവസാനിപ്പിക്കാൻ എനിക്ക് ഈ വിരലൊന്ന് അമർത്തിയ മാത്രം മതി. ശരിക്കും ബുദ്ധിമുട്ടിയാണെങ്കിലും അതിനും ഡീസൺ മറുപടി പറഞ്ഞു. മാസ്റ്റർ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് അറിയാത്ത കാര്യമാണ് മാസ്റ്റർ എന്നോട് ചോദിക്കുന്നത്. അങ്ങനെ ഡീസൺ തീർത്തു പറഞ്ഞതും ഫസ്റ്റൽഡർ ഡീസന്റെ കഴുത്തിന് കൈയെടുത്തു. അയാൾ ഉടൻ ബോഡി ഗാർഡുകളെ അങ്ങോട്ടേക്ക് വിളിച്ചു. ആ ബോഡി ഗാർഡുകളോടായി ഫസ്റ്റൽഡർ ഉറക്കെ പറഞ്ഞു, ഇവനെയും ഇവനോടൊപ്പം ഇവിടെ എത്തിയ ആളുകളെയും വേഗം തടങ്കലിലാക്ക്. ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്ത് ഒരു ഹെവൻലി പ്രിസൺ ഉണ്ട്. ആ പ്രിസണിലേക്ക് ഫസ്റ്റ് എൽഡർ പറഞ്ഞനുസരിച്ച് ഉടൻ തന്നെ ഡീസനും ഒപ്പമുള്ള ആളുകളും അടയ്ക്കപ്പെട്ടു. ഡീസനും ഷെൻ യാനിക്കും ബാക്കിയുള്ള ആളുകളൊക്കെ തടവറകളിൽ ആക്കപ്പെട്ട ഈ സമയത്ത് ഇതൊന്നും അറിയാതെ മാർക്ക് ഫെല്ലർ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് പിറ്റേ ദിവസം ഏകദേശം ഒരു ഉച്ചയോട് അടുപ്പിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറി. അവിടെ ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ആ ഹോട്ടലിനകത്ത് ചില ആളുകൾ സംസാരിക്കുന്നത് കേട്ടു. നിങ്ങൾ അറിഞ്ഞോ, ആ മാർക്ക് ഫെല്ലർ ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്ത് വേഷപ്രശ്നമായി ചെന്നിരുന്നുവെന്ന്? അതെപ്പോ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. അവിടെ ചെന്ന മാർക്ക് ഫെല്ലർ മാർക്കിന്റെ പഴയ ശിഷ്യൻ ഡീസനെ കണ്ടുവെന്നും ഡീസനോട് സംസാരിച്ചു എന്നൊക്കെയാണ് ഇപ്പോ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ കേൾക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഡീസൺ ഫസ്റ്റൽഡറുടെ ശിഷ്യനല്ലേ? അതിപ്പോലെ അതിനു മുമ്പേ അയാൾ മാർക്കിന്റെ ശിഷ്യനായിരുന്നു. ആ വിവരങ്ങൾ പറയുന്ന ആള് വലിയ ആവേശത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോ ഫസ്റ്റൽഡർ കാര്യം അറിഞ്ഞില്ലെന്നോ? കാര്യം അറിഞ്ഞ ഫസ്റ്റൽഡർ ഡീസനൊപ്പമുള്ള ആളുകളെയൊക്കെ ഇപ്പോ ജയിലിലാക്കിയിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മാർക്ക് ഫെല്ലർ പെട്ടെന്ന് ചാടി എണീറ്റു. അയാൾ അതിവേഗം ആ സംസാരിക്കുന്ന ആളുകളുടെ അടുത്തെത്തി. സംസാരിക്കുന്ന ആളുകൾ അപ്പോഴാണ് മാർക്ക് ഫെല്ലറെ കാണുന്നത്. മാർക്കിനെ തൊട്ടടുത്ത് കണ്ടപ്പോൾ അവരൊക്കെ ശരിക്കും ഞെട്ടുക തന്നെ ചെയ്തു. മാർക്ക് ദേഷ്യത്തോടെ അവരെ നോക്കിയിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ സംസാരിച്ച കാര്യം വാസ്തവമാണോ? മാർക്കിന്റെ മുഖഭാവം കണ്ട ആ ചെറുപ്പക്കാരിൽ ഒരാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങൾ ഈ സംസാരിച്ചതെല്ലാം വാസ്തവമാണ്. ഡീസനൊപ്പമുള്ള ആളുകളും ഇപ്പോ അവിടെ ഹെവൻലി
പ്രിസണിലാണ്. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, ഞാനൊരു വാർത്ത നിങ്ങൾക്ക് നൽകിയാൽ നിങ്ങൾ അത് എല്ലായിടത്തും എത്തിക്കുമോ? അത് കേട്ടപ്പോ ആ ചെറുപ്പക്കാർ മുഖത്തോട് പോയി നോക്കുന്നതും മാർക്ക് അവരോട് പറഞ്ഞു, വെറുതെ വേണ്ട, നിങ്ങൾക്ക് ഞാൻ പ്രതിഫലം നൽകാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ മാർക്കിന്റെ നിലവറയിൽ നിന്ന് 10,000 സ്പിരിറ്റ് കോയിൻ എടുത്ത് ആ മേശപ്പുറത്തേക്ക് വെച്ചു. മാർക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാനായി സ്പിരിറ്റ് കോയിനുകളുടെ ഒരു ശേഖരം തന്നെ ഇപ്പോ ആ നിലവറയിൽ കൊണ്ടിറക്കുകയാണ്. അതിൽ നിന്ന് എളുപ്പം മാർക്കിന് ആ കോയിൻ എടുത്ത് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. ഒരു കൂട്ടം സ്പിരിറ്റ് കോയിൻ അവരുടെ മേശപ്പുറത്ത് അങ്ങനെ ഇരിക്കുന്ന കണ്ടതും ആ ചെറുപ്പക്കാർ ആവേശത്തോടെ മാർക്കോട് ചോദിച്ചു, മാർക്ക് ഫെല്ലർ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞാൽ മതി. ഒരു ന്യൂസ് ഈ സദേൺ പ്രോവിൻസ് മുഴുവൻ പരക്കാൻ ഏറ്റവും എളുപ്പമാർഗം ഏതാണ്? മാർക്ക്, അത് ഇവിടെ വിൻഡ് സെക്ഷൻ ഉണ്ട്. അവരുടെ കയ്യിൽ കൊടുത്താൽ അവര് കാറ്റിന്റെ അതേ വേഗതയിൽ ആ ന്യൂസ് എല്ലായിടത്തും എത്തിക്കും. അത് ഒരു പുതിയ ടെക്നോളജിയാണ്. കാറ്റുമായി കലർത്തി ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ടെക്നോളജി. കാറ്റ് എവിടേക്കെല്ലാം പോകുന്നു അവിടെയെല്ലാം ആളുകളുടെ ചെവിയിൽ ആ ന്യൂസ് അതുപോലെ തന്നെ കേൾക്കും. ശരിക്കും ഒരു യൂണിക് റേഡിയോ സംവിധാനം. അത് കേട്ടപ്പോ മാർക്കിന് വല്ലാത്തൊരു കൗതുകം. ഭൂമിയിൽ വാർത്ത റേഡിയോയിലൂടെ പോകുന്നത് നമ്മൾ കേൾക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു റേഡിയോ വേണം. ഇവിടെ റേഡിയോ വേണ്ട, നമ്മുടെ ചെവിയിൽ തന്നെ അത് കിട്ടും. സംഭവം കൊള്ളാമല്ലോ എന്ന് അത് കേട്ടപ്പോൾ മാർക്കിന് തോന്നുകയും ചെയ്തു. മാർക്ക് അവരോട് പറഞ്ഞു, ആ വാർത്ത എത്തിക്കാൻ ഞാൻ എത്ര മുടക്കണം? മാർക്ക്, ഇത് മതി, ഇതിൽ അതൊക്കെ നടക്കും. അത് കേട്ടതും മാർക്ക് വീണ്ടും ഒരു 10,000 സ്പിരിറ്റ് കോയിൻ കൂടി എടുത്ത് മേശപ്പുറത്ത് വെച്ചു. വേണ്ട, ആ വാർത്തയ്ക്കുള്ള കൂലി നിങ്ങൾ ഇതിൽ നിന്ന് കൊടുത്താൽ മതി, ബാക്കി പണം നിങ്ങൾ എടുത്തു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കണം, ആ വാർത്ത ഒരേപോലെ ഈ സദേൺ പ്രൊവിൻസ് മുഴുവൻ എത്തിക്കണം. മാർക്ക്, ആ കാര്യം ഞങ്ങൾ ഏറ്റു. എന്താണ് വാർത്ത? ഞാൻ ഡിവൈൻ സിറ്റിയിൽ ഫസ്റ്റ് എൽഡറെ വെയിറ്റ് ചെയ്യുന്നു എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ ഫസ്റ്റ് എൽഡറെ ചലഞ്ച് ചെയ്യുകയാണ്. മാർക്ക് ഫെല്ലർ ഫസ്റ്റ് എൽഡറെ ഡിവൈൻ സിറ്റിയിൽ വെച്ച് ചലഞ്ച് ചെയ്യുന്നു എന്നുള്ള ആ വാചകം കേട്ടതും ശരിക്കും ആ റെസ്റ്റോറന്റിൽ മുഴുവൻ ആളുകളും വല്ലാത്തൊരു അമ്പരപ്പോടെ മാർക്ക് ഫെല്ലറെ നോക്കി പോവുകയാണ്. ഫസ്റ്റ് എൽഡർ ആ സദേൺ പ്രോവിൻസ് അടക്കി ഭരിക്കുന്ന ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്റർ കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ആളാണ്. വളരെ ശക്തനാണ്. അയാളെയാണ് മാർക്ക് ഫെല്ലർ ഇതാ വെല്ലുവിളിക്കുന്നത്. അത് കേട്ടതും ആ ചെറുപ്പക്കാർ ആവേശത്തോടെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങൾ അത് ഇന്ന് തന്നെ നടപ്പാക്കാം. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ മാർക്ക് ഫെല്ലർ വേഗം റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തിറങ്ങി. മാർക്ക് പുറത്തേക്ക് ഇറങ്ങിയുടൻ ബുദൂസിനോടായി പറഞ്ഞു, ബുദൂസ്, നമുക്കുടൻ ഡിവൈൻ സിറ്റിയിലെത്തണം. ഈ സംഭവ വികാസങ്ങൾക്കൊക്കെ സാക്ഷിയാണല്ലോ ബുദൂസ്. ബുദൂസ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്താ നിന്റെ ഭാവം? ബുദൂസ്, എനിക്ക് നിന്റെ സഹായം വേണം. നീ ആ ഡിവൈൻ സിറ്റി ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ അതിവേഗം ഡിവൈൻ സിറ്റിയിലേക്ക് നടന്നു തുടങ്ങി. ഏകദേശം ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മാർക്ക് ഫെല്ലർ ഡിവൈൻ സിറ്റിയിലെത്തി. ഭാഗ്യത്തിന് ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്കുള്ള വഴിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ മാർക്കിന് ഡിവൈൻ സിറ്റിയിൽ എത്താൻ എളുപ്പമാർഗം ഉണ്ടായിരുന്നു. ഗൂസ് സിറ്റിയിൽ നിന്ന് ശരിക്കും ദൂരമുണ്ട്. അതിനേക്കാളേറെ ദൂരം ഹെവൻലി ക്ലൗഡ് സെക്ഷനും ഉണ്ട്. മാർക്ക് ഫെല്ലർ ഡിവൈൻ സിറ്റിയിലെത്തി. ഡിവൈൻ സിറ്റിക്ക് അകത്തേക്ക് അടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗോൾഡൻ നൂലുകൾ മാർക്കിന്റെ പുറത്ത് വീണു. മാർക്ക് ആ ഗോൾഡൻ നൂലുകൾ ഇളക്കി മാറി ബുദൂസിനോട് പറഞ്ഞു, ബുദൂസ്, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഈ ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്യണം. ഞാൻ അതിനുവേണ്ടി എന്റെ ബോഡി നിനക്ക് വിട്ടുതരികയാണ്. മാർക്ക്, ഞാനത് ചെയ്യാം, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ ബുദൂസ്? ഞാൻ ഈ ആക്ടിവേഷൻ പൂർത്തീകരിക്കുമ്പോഴേക്കും മിക്കവാറും ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് നീ ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളണം. ബുദൂസ്, അതെന്താ? മാർക്ക്, നിന്റെ ശരീരത്തിൽ ഒട്ടും സ്പിരിച്വൽ എനർജി ഇല്ല. നിന്റെ ഈ ഫിസിക്കൽ എനർജി ഉപയോഗിച്ചാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. സ്പിരിച്വൽ എനർജി ഉണ്ടായിരുന്നെങ്കിൽ വളരെ എളുപ്പം എനിക്ക് ഈ ഫോർമേഷൻ പൂർത്തീകരിക്കാൻ പറ്റിയനെ. ബുദൂസ്, നീ എങ്ങനെയെന്ന് വെച്ചാൽ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യും. ഞാൻ ഇതാ ബോഡി നിനക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. മാർക്ക് പെട്ടെന്ന് മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്തതും മാർക്കിന്റെ ബോഡിയുടെ കൺട്രോൾ ബുദൂസിന്റെ കയ്യിലേക്ക് വന്നു. ബുദൂസിന്റെ കയ്യിലേക്ക് മാർക്കിന്റെ ബോഡി വന്നപ്പോൾ ബുദൂസ് ഒന്ന് അനങ്ങി. ശരിക്കും ഒരു കൂറ്റൻ ശരീരമാണല്ലോ ബുദൂസിന് ലഭിച്ചിരിക്കുന്നത്. ബുദൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഈ ബോഡി കൊള്ളാം. ബുദൂസ്, കൂടുതൽ സംസാരിച്ച് നിൽക്കാതെ വേഗം പണി തുടങ്ങി. ഓക്കെ മാർക്ക്, ഞാനിതാ ആരംഭിക്കുന്നു. ബുദൂസ് അതിവേഗം ആ ഫോർമേഷൻ ശരിയാക്കാനുള്ള നടപടിയിലേക്ക് കടന്നു. ഒരു കൂറ്റൻ സിറ്റിയാണ് ഡിവൈൻ സിറ്റി. ആ ഡിവൈൻ സിറ്റിക്ക് ഒരു കുഴപ്പമുണ്ട്. ആ ഡിവൈൻ സിറ്റിക്ക് അകത്ത് സ്പിരിച്വൽ എനർജിയുടെ തരിമ്പും സാന്നിധ്യമില്ല എന്നതാണ് ആ പ്രത്യേകത. സ്പിരിച്വൽ എനർജി തീരെ ഇല്ലാത്ത ആ സ്ഥലം അതുകൊണ്ട് തന്നെ ആളുകൾ ഉപേക്ഷിച്ച് പോയതാണ്. എന്തോ ചില കാരണത്താൽ ആ ബൗണ്ടറിക്കുള്ളിൽ സ്പിരിച്വൽ എനർജി നിലനിൽക്കത്തില്ല. ബുദൂസ് അതിവേഗമാണ് നടക്കുന്നത്. ഒരു കൂറ്റൻ സിറ്റിയാണെന്ന് പറയുമ്പോൾ ഒരു വലിയ മതിൽക്കെട്ടുണ്ട്. ആ
ആ മതിൽക്കെട്ടിനകത്ത് എത്രയെങ്കിലും ഹെക്ടർ ഏരിയ ഉണ്ട്. ആ ഏരിയ മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് ആ ഗോൾഡൻ നൂലുകൾ ഉള്ളത്. ആ ഗോൾഡൻ നൂലുകൾ മുഴുവൻ കണക്ട് ചെയ്തെടുക്കുക, അതിനെ ആക്ടിവേറ്റ് ചെയ്യുക. അതാണ് ബുദ്ധൂസ് ചെയ്യേണ്ടത്. ബുദ്ധൂസ് ഈ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വിൻഡ് പൈപ്പ് വഴി ആ ന്യൂസ് സതേൺ മേഖല മുഴുവൻ സ്പ്രെഡ് ചെയ്തു. സ്വാഭാവികമായിട്ടും ആ ന്യൂസ് ഫസ്റ്റ് എൽഡറുടെ ചെവിയിലും എത്തി. അവനെ എന്നെ ചലഞ്ച് ചെയ്യുന്നു. ആ ചോദ്യം ഫസ്റ്റ് എൽഡർ ചോദിക്കുമ്പോൾ ശരിക്കും ഫസ്റ്റ് എൽഡറുടെ മുഖത്ത് വളരെ അതിശയമാണ്. മാർക്ക് ഫെല്ലർ ഫസ്റ്റ് എൽഡറെ ഇതാ ചലഞ്ച് ചെയ്യുന്നു. അവൻ എവിടെ വെച്ചാണ് എന്നെ ചലഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞത്? ഫസ്റ്റ് എൽഡർ ഒരു ഡിവൈൻ സിറ്റി വെച്ചാണ് ചലഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞത്. ഡിവൈൻ സിറ്റിയോ? അതെവിടെയാ? ഫസ്റ്റ് എൽഡറുടെ ഓർമ്മയിൽ അങ്ങനെ ഒരു സ്ഥലമില്ല. പണ്ടെങ്ങോ ഡിവൈൻ സിറ്റി എന്നുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം എത്രയോ വർഷങ്ങളായി ആൾതാമസമില്ലാതെ കിടക്കുന്നുകൊണ്ട് അത് ആളുകളുടെ മനസ്സിൽ നിന്ന് മറന്നുപോയൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് എൽഡർക്ക് പെട്ടെന്ന് അത് ഓർക്കാൻ പറ്റാത്തത്. ഫസ്റ്റ് എൽഡർ അങ്ങനെ ആലോചിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു രംഗം അരങ്ങേറുകയാണ്. അത് അരങ്ങേറുന്നത് സിസ്റ്റർ ലിന്നിന്റെ ആ ലേലം നടക്കുന്ന ഹാളിന് പുറത്താണ്. ലേലം കഴിഞ്ഞ് സിസ്റ്റർ ലിൻ പുറത്തിറങ്ങുമ്പോൾ അവിടെ മുന്നിലേക്ക് 3 ആളുകൾ എത്തി. ലേശം പ്രായമുള്ള ആളുകളാണ്. അവർ സിസ്റ്റർ ലിനോട് ചോദിച്ചു, ഏയ് സിസ്റ്റർ, നിങ്ങൾക്ക് ഈ മാർക്ക് ഫെല്ലർ അറിയൂ? ആ, ഞാൻ കേട്ടിട്ടുണ്ട്. മാർക്ക് ഫെല്ലർ നമ്മുടെ ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനുമായി സ്ഥിരമായി ഉടക്കുണ്ടാക്കുന്ന മാർക്ക് ഫെല്ലർ അല്ലേ? ആ, അതേ മാർക്ക് ഫെല്ലർ തന്നെ. സിസ്റ്റർ, ആ മാർക്ക് ഫെല്ലർ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? മാർക്ക് ഫെല്ലറും ഞാനും തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. ഞാൻ മാർക്കിനെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഏയ്, നീ മാർക്കിനെ കണ്ടിട്ടുണ്ടെന്നും നീ മാർക്കിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓ, അതാണോ? അത് പണ്ടല്ലേ, വളരെ നേരത്തെ. അന്ന് എനിക്ക് മാർക്കാണ് അതെന്ന് അറിയത്തില്ലായിരുന്നു. ഏയ്, പണ്ടെന്നുമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ നീ മാർക്ക് ഫെല്ലറെ കണ്ടുവെന്നും നീ മാർക്ക് ഫെല്ലറെ സഹായിച്ചു എന്നും ഞങ്ങൾക്കറിയാം. ഒരു കാര്യം ചെയ്യ്, നിന്റെ നിരപരാധിത്വം നീ ഫസ്റ്റലിനോട് പറഞ്ഞ് ഒന്ന് പ്രൂവ് ചെയ്യും. ഫസ്റ്റലിനോട് പറഞ്ഞപ്പോൾ തന്നെ കഥ സിസ്റ്റർ ലിന്നിന് മനസ്സിലായി. ബ്രദർ സാഹോ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു കഴിഞ്ഞു. തർക്കിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ സിസ്റ്റർ ലിൻ പിന്നീട് ഒന്നും പറഞ്ഞില്ല. ആ മൂവർ സംഘം ഗൂ സിറ്റിയിൽ നിന്ന് സിസ്റ്റർ ലിന്നുമായി നേരെ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് തിരിച്ചു. ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ സിസ്റ്റർ ലിന്നിനെ എത്തിച്ച അവർ സിസ്റ്റർ ലിന്നിനെ കൂടി ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്തെ ഹെവൻലി പ്രിസണിൽ അടച്ചു. ശരിക്കും ഇരുട്ടാണ് ആ പ്രിസണിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആ പ്രിസണിനകത്ത് കിടക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ആർക്കും അങ്ങോട്ട് അറിയാൻ പറ്റത്തില്ല. ജയിലിൽ അടയ്ക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഷെനിയാനിക്കും ഡീസനും അതുപോലെ സിസ്റ്റർ ലിന്നും മാത്രമല്ല വേറെ ആളുകളുണ്ട്. മാർക്ക് ഫെല്ലറുമായി ബന്ധപ്പെട്ട് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ ടെലിപ്പോർട്ടേഷൻ സംവിധാനത്തിലൂടെ എത്തിയ മുഴുവൻ ആളുകളും ഇപ്പോ അവിടെ ആ ജയിലിലാണ്. സിസ്റ്റർ ലിന്നിനെ തടവിലടച്ചതിന് ശേഷം ആ മൂവർ സംഘം ഫസ്റ്റ് എൽഡറുടെ മുന്നിലെത്തി. ആ മൂവർ സംഘം ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഞങ്ങള് ആ ലിന്നിനെ കൂടി ജയിലിലിട്ടിട്ടുണ്ട്. അത് നന്നായി. പിന്നെ നിങ്ങള് ആ മാർക്ക് ഫെല്ലറുടെ ഡിവൈൻ സിറ്റി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് എൽഡർ, അതെന്തിനാ? അവൻ ആ ഡിവൈൻ സിറ്റിയിലുണ്ട്. അവൻ എന്നെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് എൽഡർ, അങ്ങെന്തിനാ ആ ചലഞ്ച് ഏറ്റെടുക്കുന്നത്? അവനൊരു ക്രിമിനൽ അല്ലേ? അവനെ കൊലപ്പെടുത്താൻ അങ്ങെന്തിനാ പോകുന്നത്? അതിന് ഞങ്ങൾ മതിയല്ലോ. ലിനൻ വസ്ത്രം ധരിച്ച ആ വ്യക്തി അങ്ങനെ പറഞ്ഞതും കൂടെ നിൽക്കുന്ന ക്ഷണത്തിലുള്ള വസ്ത്രം ധരിച്ച ആള് ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഞങ്ങൾ 2 എൽഡേഴ്സും ഉള്ളപ്പോ അങ്ങ് ഈ കാര്യത്തിലേക്ക് ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. ഹേയ്, അതങ്ങനെയല്ല. എനിക്ക് എന്റെ ഈ സ്വന്തം കൈകൊണ്ട് അവനെ തല്ലിക്കൊല്ലണം. എന്നാൽ മാത്രമേ അവൻ എന്റെ ശിഷ്യൻ ലിയാൻഡ്രെ കൊന്നതിന് പ്രതികാരം ചെയ്യാൻ എനിക്ക് പറ്റൂ. എന്റെ കൺമുന്നിൽ വെച്ച അവൻ ലിയാൻഡ്രെ കൊന്നത്. അതുകൊണ്ട് എനിക്കിതിനെ അവനെ കൊല്ലണം. ഫസ്റ്റ് എൽഡർ, അവനെ കൊല്ലാൻ അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങള് അവനെ പിടിച്ച് അങ്ങയുടെ മുന്നിൽ കൊണ്ടുവരാം. അങ്ങ് ഇവിടെ ഇട്ട് അവനെ കൊന്നോളൂ. അങ്ങെന്തിനാ ഇത്രയും ദൂരെ ഡിവൈൻ സിറ്റിയിലേക്ക് വരുന്നത്? ഏയ്, ഞാൻ പറഞ്ഞില്ലേ, ഡിവൈൻ സിറ്റിയിലേക്ക് ഞാൻ വരും. എനിക്ക് അവിടെ ഇട്ട് അവൻ പറഞ്ഞതുപോലെ അവൻ അവസാനിപ്പിക്കണം. അങ്ങനെ ഫസ്റ്റ് എൽഡർ സംസാരിക്കുമ്പോഴേക്കും ചില ചെറുപ്പക്കാർ അവിടേക്ക് വന്നു. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ വൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവർക്ക് അവസാനം ആ ഡിവൈൻ സിറ്റി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിരിക്കുകയാണ്. ആ ഡിവൈൻ സിറ്റിയുടെ കോർഡിനേറ്റേഴ്സ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഓ, ഈ സ്ഥലത്തെയാണോ ഡിവൈൻ സിറ്റി എന്ന് പറയുന്നത്? അവിടെ ആൾതാമസമില്ലാത്ത സ്ഥലമല്ലേ, ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമല്ലേ? അത് കേട്ടതും ആ ക്ഷണവസ്ത്രധാരി ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഫസ്റ്റ് എൽഡർ, ചിലപ്പോ എന്തെങ്കിലും ചതി അവിടെ അവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഫസ്റ്റ് എൽഡറോട് അങ്ങോട്ട് വരാൻ പറയുന്നത്. ഞങ്ങള് വീണ്ടും അങ്ങോട്ട് പറയുന്നതും ആ കാരണത്താലാണ്. അങ്ങ് ചതിക്കപ്പെടരുത്. നിങ്ങളുടെ ഈ കരുതലൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അവനെ എനിക്ക് നേരിൽ കണ്ടേ പറ്റൂ. ഫസ്റ്റ് എൽഡർ അങ്ങനെ തീർത്ത് പറഞ്ഞപ്പോ ആ 2 പേർക്കും മറ്റൊന്നും പറയാനില്ല. അവർ 2 പേരും പോയി കഴിഞ്ഞപ്പോ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ
ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഫസ്റ്റ് എൽഡർ, അങ്ങയുടെ തീരുമാനമാണ് ശരി. അങ്ങയെയാണ് അവൻ വെല്ലുവിളിച്ചത്. മറ്റാര് അവനെ നേരിട്ട് അവനെ കൊലപ്പെടുത്തിയാലും അങ്ങ് വെല്ലുവിളി ഏറ്റെടുക്കാതെ പോയി എന്നല്ലേ ആളുകൾ പറയത്തുള്ളൂ. ഫസ്റ്റ് എൽഡറോട് അങ്ങനെ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ഫസ്റ്റ് എൽഡറുടെ ഒരു പ്രിയപ്പെട്ട കഥാപാത്രമാണ്. അവനോടായി ഫസ്റ്റ് എൽഡർ പറഞ്ഞു, ഓക്കെ, നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ആക്ടിവേറ്റ് ചെയ്യും. നമുക്ക് അവന്റെ സ്ഥലത്തേക്ക് ടെലിപ്പോർട്ടേഷൻ വഴി എത്തണം. അവനെ രക്ഷപ്പെടാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. ഈ സമയത്ത് മാർക്ക് ഫെല്ലറുടെ ബോഡിക്കകത്തുള്ള ബുദ്ധൂസ് അതിവേഗതയിൽ ആ ഡിവൈൻ സിറ്റിയിലെ ആ ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇങ്ങനെ അതിവേഗമാണ് പോകുന്നത്. സമയം മുന്നോട്ട് പോകുന്തോറും മാർക്കിന് വല്ലാത്ത ടെൻഷൻ കൂടിക്കൂടി വരികയാണ്. ആ ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഹെവൻലി ക്ലൗഡ് സെഷൻകാർ സ്ഥലത്തെത്തിയാൽ മാർക്ക് അവസാനിക്കും. ആ കാര്യം മാർക്കിന് അറിയാം. മാർക്ക് ബുദ്ധൂസിനോട് ചോദിച്ചു, ബുദ്ധൂസ്, ഇനി എത്ര സമയം കൂടെ വേണം? മാർക്ക്, നീ പേടിക്കണ്ട, കൂടിപ്പോയാൽ ഒരു 8 മണിക്കൂർ അത്രേ വേണ്ടി വരൂ. അതിനിടയിൽ എല്ലാ സംവിധാനങ്ങളും പൂർത്തീകരിക്കപ്പെടും. അങ്ങനെ പറയുമ്പോൾ തന്നെ ബുദ്ധൂസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധൂസ് ശരിക്കും വേഗത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓടുന്നതിനിടയിൽ ബുദ്ധൂസ് വീണ്ടും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ബോഡിയിൽ കുറച്ചെങ്കിലും സ്പിരിച്വൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഒരു വിഷയമായിരുന്നില്ല. ഞാൻ അതിവേഗം ഈ ഫോർമേഷൻ പൂർത്തീകരിച്ചിനെ. ഇതിപ്പോ നിന്റെ ഫിസിക്കൽ ബോഡി ഉപയോഗിച്ച് മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. മാർക്ക് ബുദ്ധൂസ് പറയുന്നത് ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മാർക്കിന്റെ ബോഡിയിൽ സ്പിരിച്വാലിറ്റി ഇല്ല. മാർക്ക് അക്ഷമയോടെ ഹെവൻലി ക്ലൗഡ് സെഷന്റെ ആ ഭാഗത്തേക്ക് തന്നെ അങ്ങനെ നോക്കുകയാണ്. മാർക്കിന്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട്. ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ആ ഹെവൻലി ക്ലൗഡ് സെഷൻകാർ എത്താൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ഫീലാണ് മാർക്കിനുള്ളത്. ഈ സമയത്ത് ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ നിന്ന് ഫസ്റ്റ് എൽഡറും കുറെ അനുയായികളും ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിന് നേരെ നടക്കുകയാണ്. ഒരു മലയുടെ മുകളിലാണ് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ കോമ്പൗണ്ടിനുള്ളിൽ ആ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത്. മാർക്ക് അതേ പ്ലാറ്റ്ഫോമിലാണ് ഭൂമിയിൽ നിന്ന് എത്തിയത്. ആ പ്ലാറ്റ്ഫോമിലേക്ക് ഫസ്റ്റ് എൽഡറും ആ ലിനൻ വസ്ത്രധാരിയും അതുപോലെ ആ ചണ വസ്ത്രധാരിയും കൂടെ ഒരു 100-300 ആളുകളുമാണ് എത്തിയിരിക്കുന്നത്. എല്ലാം സൂപ്പർ ഫൈറ്റേഴ്സാണ്. ഒരു യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഫസ്റ്റ് എൽഡർ എടുത്തിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ഈ പ്രാവശ്യം മാർക്ക് ഫെല്ലറെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അത് ഫസ്റ്റ് എൽഡറുടെ ഉറച്ച തീരുമാനമാണ്. ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയ ഫസ്റ്റ് എൽഡർ അവിടെ കൂടി നിൽക്കുന്ന സാങ്കേതിക വിദഗ്ധരോട് ചോദിച്ചു, എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ് ഫസ്റ്റ് എൽഡർ. ഇനി കോർഡിനേറ്റേഴ്സ് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്നുള്ള കോർഡിനേറ്റേഴ്സ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം അവിടെ ആ സ്ക്രീനിലുണ്ട്. ആ സ്ക്രീനിൽ അതൊക്കെ ടൈപ്പ് ചെയ്ത് കോർഡിനേറ്റേഴ്സ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്വിച്ച് ഓൺ ചെയ്യാം. ശരിക്കും മാർക്ക് ഭൂമിയിൽ കണ്ടതുപോലെ ഫ്ലാഗ് ഒന്നും ആവശ്യമില്ല ഈ പ്ലാറ്റ്ഫോമിന്. ആ പ്ലാറ്റ്ഫോം വളരെ ആധുനികമായ ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിന് ഒരുപാട് ആളുകളെ ഒരേ സമയത്ത് കൊണ്ടുപോകാൻ പറ്റും. 300-ലധികം വരുന്ന ആ സേന ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറി. ആ പ്ലാറ്റ്ഫോം അവർ ആക്ടിവേറ്റ് ചെയ്തു. പെട്ടെന്ന് അവിടെ മുഴുവൻ അങ്ങ് പ്രകാശിച്ചു. മാർക്ക് ഫെല്ലറും ടീമും ഭൂമിയിൽ നിന്ന് ഈ ഹെവനിലേക്ക് വന്നപ്പോൾ ആ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിനകം പ്രകാശിച്ചതുപോലെ ഇതാ അവിടെയും പ്രകാശിക്കുകയാണ്. ഈ സംഭവ വികാസങ്ങളൊന്നും അറിയാതെ ബുദ്ധൂസ് ആ ഗോൾഡൻ നൂലുകൾ അതിവേഗം കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 98% ഗോൾഡൻ നൂലുകളും ബുദ്ധൂസ് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ആ ഗോൾഡൻ നൂലുകളുടെ കേന്ദ്രത്തിലേക്കുള്ള കണക്ഷൻസ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അയാൾ ആ കണക്ഷൻസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മുഴക്കം മാർക്ക് ഫെല്ലർ കേൾക്കുന്നത്. ആ ഡിവൈൻ സിറ്റിക്ക് മുകളിൽ എന്തോ ഒരു മുഴക്കമാണ് മാർക്ക് കേട്ടത്. മാർക്ക് അമ്പരപ്പോടെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ബുദ്ധൂസും മാർക്കും ഒരുമിച്ച് ആ കാഴ്ച കണ്ടു. ഒരു പ്രകാശം ആകാശത്തൂടെ കൊള്ളിമീൻ പോലെ പാഞ്ഞു വന്ന് ഡിവൈൻ സിറ്റിക്ക് പുറത്ത് പടിഞ്ഞാറ് ഭാഗത്തായി വന്ന് പതിച്ചു. ശരിക്കും അമ്പുകൾ വന്ന് പതിക്കും പോലെ പ്രകാശം ആ ഭാഗത്തേക്ക് ഇങ്ങനെ വന്ന് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവര് എത്തിക്കഴിഞ്ഞു. അത് ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമാണ്. മാർക്ക് അമ്പരപ്പോടെ ആ വന്നിറങ്ങുന്ന സേനയിലേക്കും ചുറ്റും കാണുന്ന ആ മതിലിലേക്ക് നോക്കി. ആ നിമിഷത്തിൽ മാർക്ക് ബുദ്ധൂസിനോട് ചോദിച്ചു, ബുദ്ധൂസ്, ഇനി എത്ര സമയം പിടിക്കും? മാർക്ക്, നീ ഒരു അരമണിക്കൂർ അവരെ പിടിച്ചു ചേർത്ത്. അതിനിടയിൽ ഞാനിത് ആക്ടിവേറ്റ് ചെയ്തിരിക്കും. ജീവനും മരണത്തിനും ഇടയിലുള്ള അരമണിക്കൂറാണ് മാർക്കിന് കിട്ടിയിരിക്കുന്നത്. മാർക്ക് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ പതുക്കെ പതുക്കെ ആളുകളെല്ലാം വന്നടിഞ്ഞു. ആൾതാമസമില്ലാത്ത ഒരു ഏരിയയാണ് ഈ ഡിവൈൻ സിറ്റി ഏരിയ എന്ന് പറയുന്നത്. അവിടേക്ക് വന്ന ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആളുകളല്ലാതെ വേറെ ഒരു കുഞ്ഞു പോലും അവിടെ ഇല്ല. ഏകദേശം 300ഓളം വരുന്ന ഒരു സേന ആ ഡിവൈൻ സിറ്റിയുടെ ഗേറ്റിന് മുകളിൽ വളരെ വ്യക്തമായി ആ വാചകം എഴുതിയിട്ടിട്ടുണ്ട്, ഡിവൈൻ സിറ്റി. ആ ഡിവൈൻ സിറ്റി എന്ന് എഴുതിയ ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. ഗേറ്റിന് പുറത്ത് ഏകദേശം ഒരു 100 മീറ്റർ മാറിയാണ് ഫസ്റ്റ് എൽഡറും ആ സേനയും എത്തിയത്.
ഫസ്റ്റ് എൽഡർ അടഞ്ഞു കിടക്കുന്ന ആ ഡിവൈൻ സിറ്റിയുടെ ഗേറ്റിലേക്ക് നോക്കി. ഇവൻ ആ മാർക്ക് ഇവിടെ ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞത്? അതേ ഫസ്റ്റ് എൽഡർ ഈ ഡിവൈൻ സിറ്റിയെ കുറിച്ച് തന്നെയാണ് അവൻ പറഞ്ഞത്. അത് കേട്ടതും ഫസ്റ്റ് എൽഡർ അടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, അവിടെ പോയിട്ട് മാർക്ക് ഉണ്ടോ എന്ന് നോക്ക്. അത് കേട്ടപ്പോൾ അവനൊരു ഭയം. മാസ്റ്റർ, ഞാൻ ഒറ്റയ്ക്ക്. എന്താ, നീ ഒറ്റയ്ക്ക് പോയാൽ? പോയി നോക്കടാ. ഫസ്റ്റ് എൽഡർ അങ്ങനെ ദേഷ്യത്തോട് പറഞ്ഞതും അവൻ പതുക്കെ ആ ഗേറ്റിന് നേരെ നടന്നു തുടങ്ങി. അവനും ആ ഗേറ്റും തമ്മിൽ ഏകദേശം 100 മീറ്ററിന്റെ വ്യത്യാസമുണ്ട്. അവൻ വളരെ സാവധാനമാണ് നടക്കുന്നത്. അവന്റെ കാലുകൾ മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന് തന്നെ പറയാം. പതുക്കെ പതുക്കെ എന്നാലും അവൻ നടന്ന് ആ ഗേറ്റിന് സമീപമെത്തി. എന്തെങ്കിലും കെണി മാർക്ക് ഫെല്ലർ അവിടെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ കെണിയെക്കുറിച്ച് വ്യക്തമായി അറിയാൻ ഒരു ആളെ കൊലയ്ക്ക് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഫസ്റ്റ് എൽഡർ അവിടെ ചെയ്യുന്നത്. ആ കാര്യം കൂടെയുള്ള ബാക്കി ആളുകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ആകാംക്ഷയോടെ ആ ഗേറ്റിന്റെ ഭാഗത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ഗേറ്റിന്റെ അടുത്തെത്തി. അവൻ ആ ഗേറ്റ് പതുക്കെ ഒന്ന് തള്ളി. ഗേറ്റ് അവൻ പതുക്കെ അങ്ങനെ തള്ളുമ്പോൾ സാവധാനം ആ ഗേറ്റ് തുറന്നു. ശരിക്കും ഒരാളിന് കടക്കാൻ കഴിയുന്ന അത്രയും വലിപ്പത്തിലാണ് ആ ഗേറ്റ് തുറന്നത്. അവൻ തല അകത്തേക്കിട്ട് അകത്തെ കാഴ്ച നോക്കിയതും പെട്ടെന്നാണ് ആ ഗോൾഡൻ നൂല് അവനെ പുറത്ത് പതിച്ചത്. അവൻ തപോ ശബ്ദത്തോടെ താഴെ വീണു. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഒരു പ്രതീക്ഷ ഫസ്റ്റ് എൽഡർക്ക് കൂട്ടർക്കും ഉണ്ടായിരുന്നു. അകത്ത് ഒരു വൻ ചതി, ഒരു കെണി ഒരുക്കപ്പെട്ടിരിക്കുകയാണെന്ന് ആ ചെറുപ്പക്കാരൻ താഴേക്ക് വീഴുന്ന കണ്ടതും ഫസ്റ്റ് എൽഡർക്ക് കൂട്ടർക്ക് മനസ്സിലായി. ഫസ്റ്റ് എൽഡറും കൂട്ടരും അമ്പരപ്പോടെ ആ ഗേറ്റിലേക്ക് നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ കരച്ചിൽ കേൾക്കാം. രക്ഷിക്കണേ രക്ഷിക്കണേ എന്നുള്ള അവന്റെ ആ കരച്ചിൽ ഏതാനും സെക്കൻഡ് നേരം അങ്ങനെ തുടർന്നു. അങ്ങനെ കരയുന്ന ചെറുപ്പക്കാരൻ അല്പം കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. അവന് കുഴപ്പമൊന്നുമില്ല. അവൻ പതുക്കെ തല ഉയർത്തുമ്പോൾ അവന്റെ തലയിൽ സുവർണ നിറത്തിലുള്ള ചില നൂലുകൾ തട്ടി നിൽപ്പുണ്ട്. ആ നൂലിൽ തട്ടിയാണ് യഥാർത്ഥത്തിൽ അവൻ വീണുപോയത്. അവൻ ആ നൂലുകൾ പുറത്തുനിന്ന് മാറ്റി പതുക്കെ എണീറ്റ് അവൻ ചുറ്റും നോക്കി. ആ കൂറ്റൻ മതിൽക്കെട്ടിൽ എല്ലാം സുവർണ നൂലുണ്ട്. ആ മതിൽക്കെട്ടിൽ തൊട്ടിരിക്കുന്ന സുവർണ നൂലുകൾ തറയിലൂടെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. തറ മുഴുവൻ സുവർണ നൂലുകളാണ്. ആ നൂലിൽ തട്ടിയാണ് യഥാർത്ഥത്തിൽ അവൻ വീണത്. അവൻ ആ സുവർണ നൂലുകൾക്കിടയിലൂടെ ചുറ്റും നോക്കി. അവിടെ എവിടെയെങ്കിലും മാർക്ക് ഫെല്ലർ ഉണ്ടോ എന്നാണ് അവൻ നോക്കുന്നത്. അവൻ അങ്ങനെ നോക്കുമ്പോൾ അവിടെയൊന്നും മാർക്കില്ല. അവൻ അത് മനസ്സിലാക്കിയതും പുറത്തേക്ക് ഇറങ്ങി ഫസ്റ്റ് എൽഡറോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഫസ്റ്റ് എൽഡർ, മാർക്ക് ഫെല്ലർ ഇതിനകത്തില്ല. മാർക്ക് ഫെല്ലർ അകത്തില്ലെന്നോ? നീ ഒന്നുകൂടെ നോക്കേ. അങ്ങനെ ഫസ്റ്റ് എൽഡർ വിളിച്ചു പറഞ്ഞതും ആ ചെറുപ്പക്കാരൻ ഒരിക്കൽ കൂടി അകത്തേക്ക് കടന്നു. ഇപ്രാവശ്യം അവനൊന്ന് ശ്രദ്ധിച്ചു. അവൻ പതുക്കെ പതുക്കെ അകത്തേക്ക് നടക്കുകയാണ്. അകത്തേക്ക് നടക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കുന്നത് ആ സുവർണ നൂലുകളിൽ കാല് ചവിട്ടാതിരിക്കാനാണ്. അതിന് വല്ല കെണിയുമാണെങ്കിൽ താൻ പെട്ടുപോകുമെന്നുള്ള കാര്യം അവൻ അറിയാം. അവൻ വളരെ സാവധാനം ഓരോ സ്റ്റെപ്പും വെച്ച് പോകുമ്പോൾ അവൻ പോലും അറിയാതെ സമയം അതിവേഗം അങ്ങനെ കടന്നു പോവുകയാണ്. മാർക്ക് ഫെല്ലറുടെ ബോഡിയിലുള്ള ബുദ്ധൂസ് ആണെങ്കിൽ അതിവേഗം കണക്ഷൻസ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് ശ്വാസം അടക്കി പിടിച്ച് അതേ ബോഡിയിൽ അകത്തേക്കേറിയ ചെറുപ്പക്കാരന്റെ മൂവ്മെന്റ്സ് രഹസ്യമായി അങ്ങനെ വീക്ഷിക്കുമ്പോൾ ബുദ്ധൂസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനിയൊക്കെ നിന്റെ കയ്യിലാണ്. ഞാനിത് ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും. മാർക്ക്, നീ ഒരു കാരണവശാലും പിടികൊടുക്കരുത്. ബി കെയർഫുൾ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലറുടെ ബോഡിയിലുള്ള ബുദ്ധൂസ് ആ ബോഡിയോട് കൂടി തറയിലിരുന്നു. ആ കോമ്പൗണ്ടിനകത്ത് ചെറിയ ചെറിയ കുന്നുകളുണ്ട്. 2 കുന്നുകൾക്കിടയിലായിട്ടാണ് മാർക്ക് ഫെല്ലർ ഇപ്പോൾ ഇരിക്കുന്നത്. ആ കുന്നുകൾക്കിടയിൽ ഇരുന്ന ബുദ്ധൂസ് എന്തോ ചില മന്ത്രങ്ങൾ ചൊല്ലിത്തുടങ്ങി. ഈ സമയത്ത് ഫസ്റ്റ് എൽഡറും കൂട്ടരും കുറച്ച് തുറന്നു വെച്ചിരിക്കുന്ന ആ ഗേറ്റിനകത്തേക്ക് ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് എൽഡർക്കൊപ്പമുള്ള ആ ക്ഷണ വസ്ത്രധാരി ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഫസ്റ്റ് എൽഡർ, നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ആക്കുകയാണ്. നമുക്ക് ഒരു അറ്റാക്ക് അങ്ങ് നടത്തിയാലോ? അത് വേണ്ട. അവൻ എന്തായാലും അകത്ത് പോയിരിക്കില്ലേ, അവന്റെ റിസൾട്ട് കിട്ടട്ടെ. അത് കേട്ടപ്പോൾ ആ ലിനൻ വസ്ത്രധാരിയും ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഫസ്റ്റ് എൽഡർ, അങ്ങനെയല്ല, എനിക്കെന്തോ അസ്വസ്ഥ ഫീൽ ചെയ്യാണ്. നമ്മൾ ഉടൻ അറ്റാക്ക് ചെയ്യണമെന്നാണ് എനിക്കും പറയാനുള്ളത്. അവർ രണ്ടുപേരും അത് പറഞ്ഞതും ഫസ്റ്റ് എൽഡറുടെ ഇടതുവശത്ത് നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഫസ്റ്റ് എൽഡർ, എന്റെ അഭിപ്രായത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അവിടെ ആ 2 അഭിപ്രായം അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിവേഗം ഒരു സ്പെല്ല് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാക്ഷാൽ ബുദ്ധൂസ്. ഈ സംഭവ വികാസങ്ങളൊന്നും അറിയാതെ അകത്ത് കിടന്ന ആ ചെറുപ്പക്കാരൻ ആ സുവർണ നൂലുകൾക്കിടയിലൂടെ പതുക്കെ പതുക്കെ അങ്ങനെ മുന്നേറുകയാണ്. അവൻ എല്ലാ ഭാഗവും നോക്കുകയാണ്. അവന്റെ ദൃഷ്ടി നേരത്തെ തന്നെ അവിടെയുള്ള ആ ചെറിയ കുന്നുകളിൽ പതിഞ്ഞിട്ടുണ്ട്.
ആ കുന്നുകൾക്കിടയിൽ എവിടെയെങ്കിലും മാർക്ക് ഫുള്ളർ കയറി ഒളിച്ചു നിൽക്കുകയാണോ എന്നൊരു സംശയം ഇപ്പോൾ അവനുമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ വളരെ ശ്രദ്ധിച്ചാണ് ആ കാലുകൾ എടുത്ത് മുന്നോട്ട് വെക്കുന്നത്. താഴെ കാല് വെക്കുമ്പോൾ അവൻ നോക്കും ആ സുവർണ്ണ നൂലിൽ ചവിട്ടിയൊന്നും. സുവർണ്ണ നൂലിൽ ചവിട്ടിയില്ല എന്ന് ബോധ്യമാവുന്നു. അവൻ ചുറ്റും നോക്കും, വീണ്ടും അവൻ തറയിൽ നോക്കും, കാലെടുത്ത് വെക്കും. അങ്ങനെ അവന്റെ സമയം അങ്ങനെ പോവുകയാണ്. അവൻ ഏകദേശം ആ കുന്നിന് ഒരു 10 അടി അടുത്തെത്തിക്കാണും. അവനൊന്ന് നേരെ നിവർന്നു നിന്നാൽ അവന് മാർക്ക് ഫുള്ളറെ കാണാം. അത്രയും അടുത്തെത്തിയതും അവൻ ചുറ്റും നോക്കി. അവൻ കടന്നു വന്നിരിക്കുന്നത് ഏകദേശം ഒരു 500ഓളം മീറ്റർ ദൂരമാണ്. അവൻ അവിടെ നിന്ന് വിളിച്ചാൽ അങ്ങ് അകലെ നിൽക്കുന്ന ഫസ്റ്റ് ഹോൾഡർക്ക് കേൾക്കാൻ പോലും പറ്റില്ല. അത്രയും ദൂരത്തേക്ക് അവൻ കടന്നു കഴിഞ്ഞു. അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരമെങ്കിലും ഇനിയും പുറകോട്ട് സഞ്ചരിച്ചാലേ മതിലിന്റെ അടുത്തെത്തുള്ളൂ. ഏകദേശം 1.5 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു നഗരമാണ് യഥാർത്ഥത്തിൽ ഈ ഡിവൈൻ സിറ്റി. നഗരം എന്ന് പറയുമ്പോഴും അതിനകത്ത് ഒന്നുമില്ല എന്നുള്ളത് മറ്റൊരു വിഷയം. അവിടെ ചെറിയ ചെറിയ മൺകൂനകളേ ഉള്ളൂ. മാർക്ക് ഫുള്ളർ ഇരിക്കുന്നിടത്തുനിന്ന് ഏകദേശം 10 അടി മാത്രം ദൂരത്തിലെത്തിയ ചെറുപ്പക്കാരൻ ചുറ്റും ഒന്ന് വീക്ഷിച്ചിട്ട് മുന്നോട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോഴാണ് മാർക്ക് ഫുള്ളറെ അവൻ കാണുന്നത്. മാർക്ക് കണ്ണടച്ചിരിക്കുകയാണ്. കണ്ണടച്ചിരിക്കുന്ന മാർക്ക് ഫുള്ളറെ കണ്ട അവൻ കൗതുകത്തോടെ മാർക്കിനെ തന്നെ ഒന്ന് നോക്കിപ്പോയി. എന്താണ് സംഭവം എന്ന് അവന് മനസ്സിലായില്ല. മാർക്ക് ധ്യാനത്തിലാണെന്ന് പക്ഷെ അവനൊരു തോന്നലും ഉണ്ടായിട്ടുണ്ട്. അത് കണ്ട അവന് ഉറക്കെ വിളിക്കണമെന്നും ശബ്ദമുണ്ടാക്കാതെ തിരിച്ചു പോകണമെന്നുമുള്ള 2 ആഗ്രഹങ്ങളും ഉണ്ടായി. അവനിതാ മാർക്ക് ഫുള്ളറെ കണ്ടെത്തിയിരിക്കുകയാണ്. ആ വിവരം ഉറപ്പായും അവന് വിളിച്ചു പറയണം. അവൻ പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞ് അവൻ 500 മീറ്ററോളം തിരിച്ച് നടന്നാലേ ഗേറ്റിലേക്ക് എത്തൂ. അവൻ അതിവേഗം ഓടിച്ചെന്ന് അവൻ കണ്ട കാര്യം പറയും വേണം. അതുകൊണ്ട് തന്നെ അവൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ മുന്നോട്ട് ഒരൊറ്റ ഓട്ടം. അവൻ ഓടിയ ആ നിമിഷത്തിലാണ് ബുദൂസ് ആ സ്പെല്ല് കംപ്ലീറ്റ് ചെയ്തത്. അവൻ മുന്നോട്ട് ഓടുന്നത് ആ തുറന്നു കിടക്കുന്ന വാതിലിന് നേരെയാണ്. പെട്ടെന്നാണ് ആ സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തത്. സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തതും ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് സുവർണ രശ്മികൾ മുകളിലേക്ക് എങ്ങനെ ഉയർന്നു തുടങ്ങി. അവിടെ ആയിരക്കണക്കിന് 10,000കണക്കിന് സുവർണ നൂലുകളാണ് ആ നഗരത്തിനെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത്. ആ സുവർണ നൂലുകളിൽ നിന്ന് സുവർണ രശ്മികൾ ആകാശത്തേക്ക് എങ്ങനെ കുതിച്ചുയരുമ്പോൾ ഏകദേശം 100 മീറ്ററിന് അപ്പുറത്ത് നിരന്നു നിൽക്കുന്ന ഫസ്റ്റ് എൽഡറും കൂട്ടരും അമ്പരപ്പോടെ ആകാശത്തേക്ക് നോക്കി പോവുകയാണ്. ശരിക്കും അനവധി പൂക്കുറ്റികൾ ആകാശത്തേക്ക് കുതിച്ചുയരുന്ന പോലെ സുവർണ പ്രകാശം ആ ഡിവൈൻ സിറ്റിക്കുള്ളിൽ നിന്ന് മുകളിലേക്ക് കുതിച്ചുയരുകയാണ്. അത് കണ്ട ഫസ്റ്റ് എൽഡറും കൂട്ടരും അമ്പരപ്പോടെ ആ കാഴ്ചയിലേക്ക് നോക്കി. അവർ പരസ്പരം അറിയാതെ ചോദിച്ചപ്പോൾ ഇതെന്താ അങ്ങനെ അവർ ചോദിക്കുമ്പോൾ ഒരു കാഴ്ച കൂടി അവർ കണ്ടു. നേരത്തെ ആ വാതിൽ തുറന്ന് അകത്തേക്ക് പോയ ആ ചെറുപ്പക്കാരൻ മുകളിലേക്ക് തെറിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ശരിക്കും ആ ചെറുപ്പക്കാരന്റെ ബോഡി മുകളിലേക്ക് അങ്ങനെ തെറിച്ചു വരുന്നതും ആകാശത്തെത്തിയ ബോഡി ചെറു കഷ്ണങ്ങളായി ചിതറിത്തെറിക്കുന്നതുമായ അമ്പരപ്പിക്കുന്ന കാഴ്ച അവർ കണ്ടു. ആ ചെറുപ്പക്കാരന്റെ ബോഡിയുടെ പാർട്ടുകൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ ചെറു പൊട്ടുകളായി ആ ചെറുപ്പക്കാരൻ ആ ആകാശത്തങ്ങ് ലയിച്ചു ചേരുകയാണ്. നടുങ്ങിപ്പോയ കാഴ്ച. ഫസ്റ്റ് എൽഡറും ആ ലിനൻ വസ്ത്രധാരിയും ചണം വസ്ത്രധാരിയും ബാക്കിയുള്ള ആളുകളൊക്കെ ആ കാഴ്ച കണ്ടു. ഫസ്റ്റ് എൽഡർ ഇത് എന്തോ ഫോർമേഷനാണ്. ചണ വസ്ത്രധാരി അങ്ങനെ പറഞ്ഞതും ഫസ്റ്റ് എൽഡർ അയാളോട് പറഞ്ഞു അറ്റാക്ക്. കേൾക്കേണ്ട താമസം ആ ഫൈറ്റേഴ്സ് മുഴുവൻ ആകാശത്തേക്ക് കുതിച്ചുയർന്നു. അവരൊക്കെ അവരുടെ മാന്ത്രിക നിലവറകൾക്കകത്ത് അനവധി വാഹനങ്ങൾ കരുതിയിട്ടുണ്ട്. വാഹനങ്ങൾ എന്ന് പറയുന്നതൊക്കെ പക്ഷികളോ അല്ലെങ്കിൽ മൃഗങ്ങളോ ഒക്കെയാണ്. അവയുടെ പുറത്ത് കയറിയാണ് അവർ ആകാശത്തെ കുതിച്ചുയർന്നത്. ആകാശത്തെ കുതിച്ചുയർന്ന അവർ ശക്തമായ സ്പെല്ലുകളുമായി ആ ഡിവൈൻ സിറ്റിയെ ആക്രമിച്ചു. അതിശക്തമായ പ്രകാശവുമായിട്ടാണ് അവർ ആ ഡിവൈൻ സിറ്റിക്ക് മുകളിൽ ആക്രമണം ആരംഭിച്ചത്. ആ പ്രകാശ രശ്മികൾ ഡിവൈൻ സിറ്റിക്ക് മുകളിലേക്ക് അങ്ങനെ പറന്ന് ഇറങ്ങുമ്പോൾ ആ ഡിവൈൻ സിറ്റി പൂർണ്ണമായും സുവർണ പ്രകാശത്തിൽ അങ്ങ് കുളിക്കുകയാണ്. ആ ഡിവൈൻ സിറ്റിയെ ആക്രമിച്ച പ്രകാശമൊക്കെ ആ ഗോൾഡൻ സിറ്റിയുടെ കവറിന് പുറത്ത് തട്ടിത്തെറിച്ചു. അത് കണ്ടതും മാന്ത്രിക ആയുധങ്ങളുടെ ഒരു വൻ മഴ തന്നെ ആ 300 പേരും കൂടി ഡിവൈൻ സിറ്റിക്ക് നേരെ തൊടുക്കുകയും ചെയ്തു. തുരുതുര മാന്ത്രിക ആയുധങ്ങൾ ആ ഡിവൈൻ സിറ്റിക്ക് നേരെ പാഞ്ഞു വരുമ്പോൾ ആ മാന്ത്രിക ആയുധങ്ങളൊക്കെ ഡിവൈൻ സിറ്റിയിൽ തട്ടുന്നതും തെറിക്കുന്നതും കത്തി ചാമ്പലാകുന്നതും വല്ലാത്തൊരു അമ്പരപ്പോടു കൂടിയാണ് ആ 300 അംഗ സേന കണ്ടത്. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്ന അതിശക്തമായ ആക്രമണത്തിന് ശേഷം ആ ചണ വസ്ത്രധാരിയും ലിനൻ വസ്ത്രധാരിയും ഫസ്റ്റ് എൽഡറുടെ അടുത്ത് മടങ്ങിയെത്തി. ഫസ്റ്റ് എൽഡർ ഇത് ശക്തമായ ഫോർമേഷനാണ്. ഈ ഫോർമേഷൻ തകർക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല. ആ ചണ വസ്ത്രധാരിയും ലിനൻ വസ്ത്രധാരിയും അവരുടെ
അഭിപ്രായം ഫസ്റ്റ് എൽഡറോട് വ്യക്തമാക്കിയതും ഫസ്റ്റ് എൽഡർ അവരോട് പറഞ്ഞു, ഏയ് അതൊന്നും കാര്യമില്ല, നിങ്ങൾ വീണ്ടും ആക്രമിക്കുക, കൂടുതൽ ശക്തമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുക. ഫസ്റ്റ് എൽഡറുടെ ഉത്തരവ് ധിഖരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ആ 300 അംഗ സേന ശക്തമായി ആ മതിലിനെ ആക്രമിച്ചു തുടങ്ങി. മതിലിൽ അവരുടെ ആയുധങ്ങൾ പതിക്കുമ്പോൾ ശരിക്കും ആ മതിലിന് കേടുപാടൊന്നും സംഭവിക്കുന്നില്ല. മതിലിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് ആ ആയുധങ്ങളൊക്കെയും ഏതാണ്ട് ഒടിഞ്ഞ് മടങ്ങുകയോ കത്തിത്തിരിയുകയാണ്. കോമ്പൗണ്ടിന് ഉള്ളിലേക്ക് ഏതെങ്കിലും ശൈലിയിൽ ആക്രമണം നടത്തിയാലും സംഭവിക്കുന്നത് അത് തന്നെയാണ്. ഏകദേശം 1-2 മണിക്കൂർ ആ ശൈലിയിൽ ആക്രമണം നടത്തിയ ആ ടീം രക്ഷയില്ലാന്ന് കണ്ടതും ഐഡിയ ഒന്ന് മാറ്റി പിടിക്കാൻ ഫസ്റ്റ് എൽഡർ തീരുമാനിച്ചു. ഫസ്റ്റ് എൽഡർ അയാളുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകളെ സെലക്ട് ചെയ്തു. ഒരു 12 പേരടങ്ങിയ ടീമിനെയാണ് അയാൾ സെലക്ട് ചെയ്തത്. അവരോടായി ഫസ്റ്റ് എൽഡർ പറഞ്ഞു, നിങ്ങൾ ആ വാതിൽ വഴി അകത്ത് കയറ്. ഫസ്റ്റ് എൽഡർ ഉത്തരവ് കൊടുത്തതും ശരിക്കും ഒരു പാറ്റേൺ ഉണ്ടാക്കി അവര് മുന്നോട്ട് നീങ്ങി. മുന്നിൽ ഒരാള്, തൊട്ടുപുറകിൽ 2 പേര്, അതിന്റെ പിറകെ 3, അതിന്റെ പിറകെ 4, ബാക്കിയുള്ള ആളുകൾ അതിന്റെ പുറകിൽ സംരക്ഷകരായി നിൽക്കുന്ന ശൈലിയിൽ ഒരു രീതിയാണ് അവർ ഫോളോ ചെയ്തത്. ആ 12 ടീമിൽ 10 പേര് ഒരു ട്രയാങ്കിൾ മാതൃകയിൽ ആ വാതിലിനടുത്തെത്തിയിട്ട് ആ വാതിൽ മലർക്കെ തള്ളി തുറന്നു. അതിനുശേഷം ആ ടീം മുന്നോട്ട് കയറുകയാണ്. ആ ടീം അങ്ങനെ മുന്നോട്ട് കയറുമ്പോൾ ശരിക്കും ആകാംക്ഷയോടുകൂടി ഫസ്റ്റ് എൽഡറും കൂട്ടരും ആ ഗേറ്റിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് അത് സംഭവിച്ചത്. ത്രികോണാകൃതിയിൽ മുന്നോട്ട് കയറിയ ആ ടീം ശക്തമായ ഒരു ഫോഴ്സിൽ എടുത്ത് എറിയപ്പെടുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. എടുത്ത് എറിയപ്പെട്ട ആ ടീമിന്റെ ബോഡി ചിതറിത്തെറിക്കുന്ന തികച്ചും ദാരുണമായ രംഗവും അവർ കണ്ടു. ആ 12 പേരിൽ അവശേഷിച്ചത് അവസാനമുണ്ടായിരുന്ന ആ 2 പേരാണ്. അവർ യഥാർത്ഥത്തിൽ വാതിലിന് പുറത്തായിരുന്നു. ബാക്കിയുള്ളവർ മാത്രമാണ് അകത്തേക്ക് കയറിയത്. ആ വാതിലിന് പുറത്തുണ്ടായിരുന്ന ആ 2 പേർ ഭയന്ന് ഓടി ഫസ്റ്റ് എൽഡറും കൂട്ടരും നിൽക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ ദേഹത്തൂടി രക്തം അങ്ങനെ പടർന്നിറങ്ങിയാണ്. ഫസ്റ്റ് എൽഡറോട് അവർ പറഞ്ഞു, ഫസ്റ്റ് എൽഡർ അകത്ത് കയറാൻ പറ്റുന്നില്ല. അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഫസ്റ്റ് എൽഡർക്കും അറിയാം. പക്ഷെ ഫസ്റ്റ് എൽഡർ ദേഷ്യത്തോടെ ആ 2 പേരെയും ഒന്ന് നോക്കിയിട്ട് ആ ലിനൻ വേഷധാരിയോടും അതുപോലെ ആ ചണ വേഷധാരിയോടായി പറഞ്ഞു, ഒരു വലിയ ടീമിനെ ഇറക്ക്. കേൾക്കേണ്ട താമസം അവർ 2 പേരും നേരത്തെ പോലെ ആ ട്രയാങ്കിൾ രൂപത്തിൽ നിൽക്കുന്ന 2 വലിയ ടീമിനെ ഇറക്കി. ഒരു ട്രയാങ്കിൾ ആണല്ലോ ആക്രമിക്കപ്പെട്ടത്. 2 ട്രയാങ്കിൾ ഒരേ സമയത്ത് ആ കോമ്പൗണ്ടിനുള്ളിലേക്ക് ഇരച്ചു കയറിയാൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് കാണണം. ഈ പ്രാവശ്യം ആളിന്റെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട്. ശരിക്കും 2 വലിയ ത്രികോണങ്ങളാണ് അവർ സൃഷ്ടിച്ചത്. ആ ത്രികോണാകൃതിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും പ്രൊട്ടക്റ്റഡ് കവചങ്ങളും ധരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം കയ്യിൽ അതിശക്തമായ ആയുധങ്ങളുണ്ട്. അവര് അങ്ങനെ അണിനിരുന്നതും ഫസ്റ്റ് എൽഡർ ഒരു സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തു. ഇപ്പൊ ശരിക്കും 2 മിസൈലുകൾ പോലെയാണ് ആ 2 ടീമും ഗേറ്റ് നേരെ നിൽക്കുന്നത്. ഗേറ്റ് മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. മലർക്കെ തുറന്നിട്ടിരിക്കുന്ന ആ ഗേറ്റിനുള്ളിലേക്ക് നോക്കുന്ന ഫസ്റ്റ് എൽഡർക്കും കൂടെയുള്ള ആൾക്കാർക്കും അകത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല. അകത്ത് ഏതാണ്ട് പൂർണ്ണമായും സുവർണ പ്രകാശമാണ്. ആ സുവർണ പ്രകാശത്തിനകത്ത് മാർക്ക് ഫെല്ലർ എവിടെയാണെന്നാണ് അവർക്ക് അറിയേണ്ടത്. അത് മാത്രം കാണാൻ പറ്റുന്നില്ല. ആ 2 ടീമും ഫസ്റ്റ് എൽഡറുടെ ആജ്ഞപ്രകാരം അടുത്ത നിമിഷത്തിൽ ആ ഗേറ്റിന് നേരെ കുതിക്കുകയാണ്. ശരിക്കും 2 റോക്കറ്റ് പോലെ ആ ടീം മുന്നിലേക്ക് ഇങ്ങനെ പാഞ്ഞു വന്ന് ആ കോമ്പൗണ്ടിന് അകത്തേക്ക് കയറി ആ നിമിഷത്തിൽ ആ ഗേറ്റ് അടഞ്ഞു. എന്താണ് അകത്ത് സംഭവിച്ചതെന്ന് പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു പിടിയില്ല. മിനിറ്റുകൾ അങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. മിനിറ്റുകൾ സാവധാനം മണിക്കൂറായി. 1 മണിക്കൂറായിട്ടും അകത്തേക്ക് പോയ ആ ടീമിനെ കാണാനേ ഇല്ല. പുറത്ത് നിൽക്കുന്ന ഫസ്റ്റ് എൽഡറും ബാക്കിയുള്ള ആളുകളും ശരിക്കും ടെൻഷനിലാണ്. ഈ സമയത്ത് ഫസ്റ്റ് എൽഡർ ആ ലിനൻ വസ്ത്രധാരിയോടും അതുപോലെ ആ ശണ വസ്ത്രധാരിയോടും പറഞ്ഞു, നിങ്ങൾ ഒന്ന് നോക്ക്. കേൾക്കേണ്ട താമസം അവർ 2 പേരും ആകാശത്തേക്ക് ഉയർന്നു. 2 പേരുടെയും ബോഡിയിൽ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉള്ളതുകൊണ്ട് അവർക്ക് മുകളിലേക്ക് ഉയരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ 2 പേരും മുകളിലേക്ക് ഉയർന്ന് ആ ഡിവൈൻ സിറ്റിയുടെ മുകളിലേക്ക് വന്ന് അവിടെ നിന്ന് താഴേക്ക് നോക്കി. താഴേക്ക് നോക്കുന്ന അവർക്ക് ഒന്നും വിസിബിൾ അല്ല. ഒരു സുവർണ പ്രകാശം ആ എൻറ്റയർ ഏരിയ കവർ ചെയ്ത് നിൽക്കുകയാണ്. അകത്ത് എന്താണ് നടക്കുന്നതെന്ന് ഒരു പിടിയില്ല. അതിശക്തമായ ഒരു ഫോർമേഷനാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന കാര്യം മാത്രമാണ് അവരുടെ മനസ്സിൽ ഏതാണ്ട് ഉറച്ചിരിക്കുന്നത്. അവര് 2 പേരും അവരുടെ എനർജി മുഴുവൻ കയ്യിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് താഴേക്ക് അതിശക്തമായ ഒരു പ്രകാശത്തെ അയച്ചെങ്കിലും അത് ആ ഡിവൈൻ സിറ്റിക്ക് മുകളിലുള്ള ഗോൾഡൻ പ്രകാശത്തിൽ തട്ടി തകരുന്ന കാഴ്ച അവർക്ക് കൃത്യമായി കാണാം. അകത്തേക്ക് കിടന്ന ആളുകളെ കുറിച്ച് ഒരു വിവരവുമില്ല. അവർ ജീവനോടുണ്ടോ അതോ കൊല്ലപ്പെട്ടു ഒന്നും അറിയില്ല. ഫസ്റ്റ് എൽഡറുടെ അടുത്തേക്ക് മടങ്ങിയെത്തിയ ആ 2 പേരും
ആ കാര്യം ഫസ്റ്റ് എൽഡർക്ക് റിപ്പോർട്ട് ചെയ്തു. അത് കേട്ടതും ഫസ്റ്റ് എൽഡർ ആ ലിനൻ വേഷധാരിയോട് പറഞ്ഞു, നമുക്ക് ഹെവൻലി ക്ലൗഡിൽ നിന്ന് ശക്തമായ ആയുധങ്ങൾ എടുക്കണം, അതുണ്ടെങ്കിലേ ഈ ഫോർമേഷൻ തകർക്കാൻ പറ്റും. ഫസ്റ്റ് എൽഡർ അത് പറഞ്ഞതും അത് കേട്ടു നിൽക്കുന്ന ചണവേഷധാരി ഫസ്റ്റ് എൽഡറോട് ചോദിച്ചു, അല്ല, നമ്മൾ ഇവിടുന്ന് മടങ്ങിപ്പോകാനാണോ ഫസ്റ്റ് എൽഡർ പറയുന്നത്? ഏയ്, നമ്മൾ മടങ്ങിപ്പോകുന്നില്ല, നിങ്ങൾ മടങ്ങിപ്പോകുന്നു. നിങ്ങൾ പോയി ഞാൻ പറഞ്ഞ ആയുധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വരണം. ഫസ്റ്റ് എൽഡർ, ഞങ്ങൾ ചെന്ന് ചോദിച്ചാൽ ആ ആയുധങ്ങൾ തരത്തില്ല, അതെനിക്കറിയാം, അതിനാണ് ഇത് ഞാൻ തരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് എൽഡറുടെ ആ ഔദ്യോഗിക മുദ്ര ആ ചണവേഷധാരിയുടെ കയ്യിലേക്ക് കൊടുത്തു. ചണവേഷധാരി ആ മുദ്ര കയ്യിൽ വാങ്ങിച്ചതും ചണവേഷധാരിയുടെ കണ്ണൊന്ന് തിളങ്ങി. സ്വാഭാവികമായിട്ടും അത് ലിനൻ വേഷധാരിയുടെ ശ്രദ്ധപ്പെടുകയും ചെയ്തു. അയാളുടെ മുഖത്തും ഒരു പുഞ്ചിരി വിരിയുകയാണ്. ഈ സമയത്താണ് ഫസ്റ്റ് എൽഡർ അയാൾക്കൊപ്പം എപ്പോഴും നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിച്ചത്. ഏയ്, നീ കൂടി ഇവരോടൊപ്പം പോയിട്ട് വാ. അവിടെ പോയി നമ്മുടെ നിലവറയിൽ നിന്ന് ആവശ്യമുള്ള ആയുധങ്ങളുമായിട്ട് വേഗം മടങ്ങി വരണം. ഫസ്റ്റ് എൽഡറുടെ ഉത്തരവ് കിട്ടിയതും ആ മൂവർ സംഘം അവരുടെ സ്പേഷ്യൽ ആർട്ടിഫാക്റ്റിൽ നിന്ന് ആ ഡീമൺ ബീസ്റ്റുകളെ പുറത്തെടുത്ത് അതിലേക്ക് കയറി അതിലായി യാത്ര. അവര് പോയി കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞതും ഫസ്റ്റ് എൽഡർ ഉറക്കെ അകത്തേക്ക് നോക്കി വിളിച്ചു, മാർക്ക് ഫെല്ലർ, ഇത് ഒരു ധൈര്യമൊന്നുമല്ല. അകത്ത് കയറി ഒളിച്ചിരുന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. നീ ഒരു യോദ്ധാവാണെങ്കിൽ പുറത്തിറങ്ങടാ, അപ്പോ നമുക്ക് മുഖാമുഖം ഏറ്റുമുട്ടാം. ഫസ്റ്റ് എൽഡർ വളരെ കാര്യമായിട്ടാണ് അത് പറയുന്നത്. പക്ഷെ ഈ സമയത്ത് അകത്ത് നേരത്തെ കയറിയ ആളുകൾ ചിതറിക്കിടക്കുകയാണ്. അവരെ ചിതറിക്കിടക്ക നടത്തുന്ന വളരെ ഉള്ളിലായി ആ കുന്നുകൾക്കിടയിൽ നിശബ്ദനായിരിക്കുകയാണ് മാർക്ക് ഫെല്ലർ ഒരു കുന്നിൽ അങ്ങനെ ചാരിയിരിക്കുകയാണ്. ഈ കലാപരിപാടി അവസാനിച്ചതിന് ശേഷം അടുത്ത പരിപാടിയെ കുറിച്ച് ആലോചിക്കണം. അതാണ് മാർക്കിന്റെ മനസ്സിലുള്ള ചിന്ത. ആ ദിവസം ഏതാണ്ട് അങ്ങനെയും കടന്നുപോയി. പുറത്ത് ഫസ്റ്റ് എൽഡർ മാർക്കിനെ വെല്ലുവിളിച്ചുകൊണ്ട് അനവധി തവണ ഉറക്കെ സംസാരിച്ചെങ്കിലും മാർക്ക് മൈൻഡ് ചെയ്തതേയില്ല. ഇതിനിടയിൽ ഫസ്റ്റ് എൽഡർ ആ ഡിവൈൻ സിറ്റിക്ക് മുകളിൽ വന്നും മാർക്കിനെ വെല്ലുവിളിച്ചു. ആ ഡിവൈൻ സിറ്റി ഏതാണ്ട് പൂർണ്ണമായി കവർ ചെയ്ത് ആ ഗോൾഡൻ പ്രകാശം നിൽക്കുന്നത് കൊണ്ട് അകത്തുള്ളത് എന്താണെന്ന് കാണാൻ ഈ ഫസ്റ്റ് എൽഡർക്ക് പറ്റുന്നില്ല. പക്ഷേ ഫസ്റ്റ് എൽഡർ ആ ഗോൾഡൻ പ്രകാശത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നത് താഴെയുള്ള മാർക്കിനെ കേൾക്കാം. മാർക്ക് നിശബ്ദനായി അത് കേട്ട് അങ്ങനെ ആ കുന്നിൽ ചാരിയിരിക്കുകയാണ്. ഈ സമയത്താണ് ഫസ്റ്റ് എൽഡറുടെ അടുത്തുനിന്ന് ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് യാത്ര ചെയ്ത ആ സംഘത്തിലെ ചണവേഷധാരി കൂടെയുള്ള ലിനൻ വേഷധാരിയോട് പറഞ്ഞത്, നമുക്ക് അല്പം ചായ കുടിച്ചിട്ട് യാത്ര തുടരാം. അങ്ങനെ പറഞ്ഞത് ആ മൂവർ സംഘം ഒരു ടീ ഷോപ്പിന് സമീപത്തായി അവരുടെ ആ പറവകളെ നിർത്തി. 3 പേരും അവരുടെ ആ പറക്കം ബീസ്റ്റുകളെ അവരുടെ ഡിവൈൻ ആർട്ടിഫാക്റ്റിനകത്താക്കിയതിന് ശേഷം ആ ചായക്കടയിൽ വന്ന് ചായക്ക് കുടിച്ചു. ചായ കുടിച്ചതിന് ശേഷം ആ മൂവർ സംഘം മുന്നോട്ട് നീങ്ങുമ്പോൾ ലിനൻ വേഷധാരിയും അതുപോലെ ആ ചണവേഷധാരിയും പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ്റെ നേരെ അങ്ങ് തിരിഞ്ഞു. ആ ചെറുപ്പക്കാരൻ്റെ മുമ്പിലും പിമ്പിലുമായി അവരങ്ങനെ നിന്നതും ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് ഒരു ഭയം വന്നു. ഏയ്, എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഹേയ്, ഞങ്ങള് ആ ഫസ്റ്റ് എൽഡർക്ക് ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നീ ഞങ്ങളുടെ കൂടുന്നോ ഇല്ലയോ? ഏയ്, ഞാൻ കൂടുന്നില്ല. അവൻ അത്രയേ പറയാൻ പറ്റുള്ളൂ. അതേ നിമിഷത്തിൽ മുന്നിൽ നിൽക്കുന്ന ചണവേഷധരുടെ കൈ ആ ചെറുപ്പക്കാരന് നെഞ്ചിലോട്ട് പാഞ്ഞു കയറുകയും ചെയ്തു. ഒരു യാത്രക്കിടയിലായതുകൊണ്ട് അവൻ ശരിക്കും പ്രിപ്പയർഡും ആയിരുന്നില്ല. 2 പേരും ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ സീനിയർ ആയിട്ടുള്ള യോദ്ധാക്കളാണ്. ഫസ്റ്റ് എൽഡറുടെ അത്രയും സീനിയോറിറ്റി അവർക്കില്ലെന്നേ ഉള്ളൂ. പക്ഷെ 2 പേർക്കും ഒരുപാട് ശിഷ്യന്മാരും കാര്യങ്ങളും ഉള്ളവരാണ്. അവരുടെ അതിശക്തമായ ആ അറ്റാക്കിൽ ആ ചെറുപ്പക്കാരൻ താഴെ വീണു. അവന്റെ മരണം ഉറപ്പാക്കി കഴിഞ്ഞതും ആ 2 വസ്ത്രധാരികളും കൂടി ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്കുള്ള ആ യാത്ര പിന്നെയും പുനരാരംഭിച്ചു. അവര് ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെത്തി. ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ ആ ഫസ്റ്റ് എൽഡറുടെ ക്യാബിനിലേക്ക് കടക്കാൻ സ്വാഭാവികമായും അവർക്കൊരു ടോക്കൺ വേണം. ആ ടോക്കൺ അവരവിടെ കൗണ്ടറിൽ കാണിച്ചതും അവരെ ആ കൗണ്ടറിലുള്ള ആളുകൾ അകത്തേക്ക് കടത്തിവിട്ടു. അവർ 2 പേരും നടന്നെത്തിയത് ഫസ്റ്റ് എൽഡറുടെ ആ രഹസ്യ നിലവറയിലേക്കാണ്. ആ നിലവറയ്ക്ക് ഉള്ളിലെത്തിയ അവർ കണ്ടത് സ്പിരിറ്റ് കോയിനുകളുടെ വൻ ശേഖരമാണ്. അതിനു പുറമെ ഒരുപാട് മാന്ത്രിക ആയുധങ്ങളുണ്ട്, മറ്റ് മാന്ത്രിക ഉപകരണങ്ങളുണ്ട്, മരുന്നുകളുണ്ട്. അങ്ങനെയുള്ള ഇഷ്ടംപോലെ വിഭവങ്ങളാണ് അവിടെ ഉള്ളത്. ആ ലിനൻ വേഷധാരിയും ചണവേഷധാരിയും കൂടി അത് മുഴുവൻ പങ്കിട്ടെടുത്തു. 2 പേരും ഈക്വൽ ആയിട്ടാണ് എല്ലാം എടുക്കുന്നത്. ആ മുറിക്കുള്ളിൽ ഇനി ഒന്നുമില്ല എന്ന് ഉറപ്പാക്കിയതും അവർ 2 പേരും പുറത്തിറങ്ങി ഗാർഡിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്ത് ശരിക്കും വലിയൊരു മോഷണമാണ് അവർ 2 കൂടി നടത്തിയിരിക്കുന്നത്. ഇനി അവർക്ക് ഒരു കാരണവശാലും ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല. അവർക്ക് പക്ഷേ എവിടെ ഒളിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവർ ഒരു ലക്ഷ്യസ്ഥാനം ലക്ഷ്യമാക്കി
പതുക്കെ ആകാശത്തൂടെ അങ്ങ് പറന്നുയർന്നു. ഈ സമയത്ത് ഫസ്റ്റ് എൽഡർ ആ ഡിവൈൻ സിറ്റിയിൽ മതിലിന് പുറത്ത് ഏകദേശം 100 മീറ്റർ ദൂരെയായി ബാക്കിയുള്ള ഭടന്മാരുമായി ആ ഡിവൈൻ സിറ്റി തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അയാള് ഒരിക്കലും സങ്കല്പിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ഡിവൈൻ സിറ്റി ഈ ശൈലിയിൽ ഒരുക്കപ്പെടുമെന്ന് ഫസ്റ്റ് എൽഡർ കരുതിയിരുന്നില്ല. അങ്ങനെ കരുതിയിരുന്നുവെങ്കിൽ അയാൾ മാന്ത്രിക ആയുധങ്ങളുമായി മാത്രമേ അവിടെ എത്തുമായിരുന്നുള്ളൂ. അയാളുടെ കയ്യിൽ വളരെ പരിമിതമായ അളവിൽ മാത്രമേ മാന്ത്രിക ആയുധങ്ങളുള്ളൂ. അതൊന്നും തന്നെ ആ ഡിവൈൻ സിറ്റിയെ അറ്റാക്ക് ചെയ്യാൻ പര്യാപ്തവുമല്ല. അതിനെക്കുറിച്ച് ആലോചിച്ചാണ് ഫസ്റ്റ് എൽഡർ അവിടെ ഇരിക്കുന്നത്. സമയം ഇങ്ങനെ പോവുകയാണ്. ഏകദേശം വൈകിട്ടായപ്പോ ആ വാതിൽ തുറക്കുന്ന ശബ്ദം ഫസ്റ്റ് എൽഡർ കേട്ടു. ഫസ്റ്റ് എൽഡർ ആ തുറന്ന വാതിലിന് നേരെ നോക്കുമ്പോൾ രസകരമായ ഒരു കാഴ്ച കണ്ടു. മാർക്ക് ഫെല്ലർ വാതിൽ തുറന്ന് പുറത്തിറങ്ങി ചുറ്റും നോക്കുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. അത് കണ്ടതും ഫസ്റ്റ് എൽഡർ കൂടെയുള്ള ആ ഭടന്മാരോട് പറഞ്ഞു, വേഗം അവന്റെ അടുത്തേക്ക് ചെല്ല്. കേൾക്കേണ്ട താമസം ആ ഭടന്മാർ മാർക്ക് ഫെല്ലർക്ക് നേരെ ഒന്ന് കുതിച്ചു. മാർക്ക് ഫെല്ലർക്ക് നേരെ അവർ കുതിക്കുമ്പോൾ മാർക്ക് ഫെല്ലറും അവരും തമ്മിലുള്ള അകലം ഏകദേശം 100 മീറ്റർ ആണ്. അവന്മാര് തനിക്ക് നേരെ ഓടി വരുന്നത് മാർക്ക് കാണുകയും ചെയ്തു. മാർക്ക് ഫെല്ലർ ഓടി വരുന്ന ആ ഭടന്മാരെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഫസ്റ്റ് എൽഡർ ആവേശത്തോടെ വിളിച്ചു പറയണം, വേഗം വേഗം. ഫസ്റ്റ് എൽഡറുടെ ആ ആജ്ഞ കേട്ട ആ ഭടന്മാർ അതിവേഗതയിൽ മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞെത്തിയതും മാർക്ക് പുറകോട്ടൊരൊറ്റ ചാട്ടം. മാർക്ക് ചാടിയത് കൃത്യം ആ ഡിവൈൻ സിറ്റിക്ക് ഉള്ളിലാണ്. ആ ഡിവൈൻ സിറ്റിക്ക് ഉള്ളിലേക്ക് മാർക്ക് ചാടിയതും ഓടി വന്ന ഭടന്മാർ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ അങ്ങനെ നിന്നു പോവുകയാണ്. പക്ഷെ ഇതിനിടയിൽ ചില ആളുകൾ അറിയാതെ ആ വാതിലിനകത്തേക്ക് കയറുകയും ചെയ്തു. അകത്തേക്ക് കയറിയ ആ ഭടന്മാർ കഷ്ണങ്ങളായി ചിതറിത്തെറിച്ച് പുറത്തേക്ക് തെറിക്കുന്ന കാഴ്ച പുറകെ ഓടി വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുന്ന പലർക്കും അനുഭവപ്പെടുകയും ചെയ്തു. കാരണം അവരുടെ പുറത്തേക്കാണ് രക്തവും മാംസവും എല്ലാം കൂടെ വീണത്. ആ കാഴ്ച കണ്ട ഫസ്റ്റ് എൽഡറുടെ പെരുവിരൽ മുതൽ ഒരു ദേഷ്യങ്ങനെ ഇരച്ചു കയറി. മാർക്ക്, ഇതൊന്നും ഒരു യോദ്ധാവിന് പറ്റിയതല്ല. ധൈര്യമുണ്ടെങ്കിൽ നീ പുറത്തിറങ്ങി. അത് കേട്ടതും മാർക്ക് ഫെല്ലർ ഉറക്കെ ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഫസ്റ്റ് എൽഡർ, നീ ഈ ചവറുകളെ പിൻവലിക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്തോട്ടിറങ്ങാം. ഈ ചവറുകളുമായി ഏറ്റുമുട്ടാൻ എനിക്കൊരു താല്പര്യവുമില്ല. കുറേയേറെ ഭടന്മാർ മാർക്കിനെ അങ്ങനെ എതിരിടനായി നിൽക്കുമ്പോഴാണ് അവരെ നോക്കിക്കൊണ്ട് മാർക്ക് അവരെ ചവറെന്ന് പറഞ്ഞ് സംബോധന ചെയ്തത്. അത് കേട്ടതും അവന്മാർക്ക് ദേഷ്യങ്ങനെ ഇരച്ചു പൊങ്ങുകയാണ്. പക്ഷെ ആ നിമിഷത്തിൽ ഫസ്റ്റ് എൽഡർ മാർക്കിനോട് പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ, ഏതാൽ ഞാൻ ഇപ്പൊ അവരെ പിൻവലിക്കാം. ആ നിമിഷത്തിൽ തന്നെ ഫസ്റ്റ് എൽഡർ മാർക്കിനെ ആക്രമിക്കാനായി പോയ ആ ഭടന്മാരോട് പറഞ്ഞു, നിങ്ങൾ മാറിക്കൂ. അവന്മാര് ആ ഫസ്റ്റ് എൽഡറുടെ ആജ്ഞ അനുസരിച്ചു. അവർ മുഴുവൻ നേരത്തെ അവർ നിന്ന ഭാഗത്തേക്ക് മടങ്ങി. ഫസ്റ്റ് എൽഡർ സാവധാനം മുന്നോട്ട് വന്നു. അപ്പോഴും മാർക്ക് ഗേറ്റിന് അകത്ത് നിന്ന് നിൽക്കുകയാണ്. ഫസ്റ്റ് എൽഡർ അല്ലാതെ വേറെ ആരും ആ ഭാഗത്തൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയതും മാർക്ക് ആ ഗേറ്റിന്റെ പുറത്തോട്ടിറങ്ങി. മാർക്കും ഗേറ്റും തമ്മിലുള്ള അകലം ഏകദേശം ഒരു 20 അടി ആയപ്പോ ഫസ്റ്റ് എൽഡർ ഒന്ന് മുന്നോട്ട് കുതിച്ചു. മുന്നോട്ട് കുതിച്ച ഫസ്റ്റ് എൽഡർ അതിശക്തമായി മാർക്ക് ഫെല്ലറെ ആഞ്ഞൊരൊറ്റ ഇടി. സ്വാഭാവികമായിട്ടും മാർക്കും ഫസ്റ്റ് എൽഡറെ ആ കൈയിലേക്ക് തിരിച്ചു പഞ്ച് ചെയ്തു. മാർക്കിന്റെ അതിശക്തമായ പഞ്ചിൽ ഫസ്റ്റ് എൽഡർ ഒന്ന് കുലുങ്ങി. സ്വാഭാവികമായിട്ടും മാർക്കും കുലുങ്ങിയാണ്. രണ്ടുപേരും ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറി. ചിരിച്ചുകൊണ്ട് ഫസ്റ്റ് എൽഡർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, ശരിക്കും നിന്നെ മിസ്സായി പോയതിൽ ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട്. നീ സെക്ഷൻ മാസ്റ്റർ മകനെ കൊന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ഒരിക്കലും ആക്രമിക്കില്ലായിരുന്നു. നീ ശരിക്കും ശക്തനാണ്. നിന്നെപ്പോലൊരു യോദ്ധാവിനെ നഷ്ടമാകാൻ ആരും ആഗ്രഹിക്കില്ല. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുകയാണ്. മാർക്ക്, നീ എന്റെ കരുത്ത് ഇതാ തിരിച്ചറിയാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞ ഫസ്റ്റ് എൽഡർ തറയിലൊന്ന് ആഞ്ഞു ചവിട്ടിയിട്ട് ആകാശത്തിൽ കുതിച്ചുയർന്ന് താഴേക്ക് പാഞ്ഞു വന്നൊരു അച്ഛ ഇടി. മാർക്ക് ഫെല്ലറുടെ ബോഡി തന്നെ ആ ഇടി പതിച്ചു. ശരിക്കും മാർക്കിന് ആ ഇടി ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് വേണമെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് പറയാം. പക്ഷേ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും മുമ്പ് ആ ഇടി മാർക്കിന്റെ ബോഡി പതിയായിരുന്നു. ഇടിയേറ്റ മാർക്ക് ഒത്തിരി പുറകോട്ട് തെറിച്ചു. മാർക്കിന്റെ ബോഡിയിൽ നിന്ന് ചോര ചിതറിത്തെറിക്കുകയാണ്. മാർക്കിന്റെ ബോഡി അങ്ങോട്ട് പൊടിഞ്ഞു എന്ന് പറയാം. ആ കാഴ്ച കണ്ട ഫസ്റ്റ് എൽഡർ മുന്നോട്ട് കുതിച്ച് ഇടത് കാല് കൊണ്ട് ഒരു അച്ഛ ആടി. സ്വാഭാവികമായിട്ടും മാർക്കിന്റെ മുതുകിലാണ് ആ അടി വീണത്. മാർക്കിന്റെ ബാക്കിലും തൽഫലമായി മുറിവുകളുണ്ടായി. മാർക്ക് പറന്നുപോയി വീണത് ആ ഗേറ്റിന് സമീപത്താണ്. ആ കാഴ്ച കണ്ട ഫസ്റ്റ് എൽഡർ മുന്നോട്ട് കുതിക്കാൻ പോയതും മാർക്ക് ഫെല്ലർ ഒന്ന് പുറകോട്ട് ജമ്പ് ചെയ്തതും ഒരേ നിമിഷത്തിലാണ്. ഫസ്റ്റ് എൽഡർ മാർക്ക് കിടന്ന സ്പോട്ടിൽ എത്തുമ്പോഴേക്കും മാർക്ക് ആ ഗേറ്റിന്റെ അകത്ത് കടന്നു കഴിഞ്ഞു. ഗേറ്റിനകത്ത് കിടന്ന മാർക്ക് ഫെല്ലർ വാ തുറന്ന് ഫസ്റ്റ് എൽഡർ നോക്കി ഒന്ന് ചിരിച്ചു. ശരിക്കും മാർക്കിന്റെ എല്ലാ പല്ലുകളും തെളിഞ്ഞു കാണുന്ന
അതിമനോഹരമായൊരു ചിരി. എന്നിട്ട് മാർക്ക് ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, താങ്ക് യു. ആ ഡിവൈൻ സിറ്റിയുടെ സുരക്ഷിതത്വത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇവൻ എന്തിനാ തന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചത്? ആ ചോദ്യം ഫസ്റ്റ് എൽഡറുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷെ അയാൾക്ക് അകത്തേക്ക് ജമ്പ് ചെയ്യാൻ വയ്യ. അകത്തേക്ക് കയറിയ ആളുകളൊക്കെ ചിതറിത്തെറിക്കുന്ന കാഴ്ച അയാളും കണ്ടതാണ്. അതിശക്തമായ ഫോർമേഷനാണ് അവിടെ ഉള്ളത്. ആ ഫോർമേഷനെ മറികടക്കാനുള്ള പവറൊന്നും തനിക്കില്ല എന്നൊരു തോന്നൽ ഫസ്റ്റ് എൽഡറുടെ മനസ്സിലുണ്ട്. ഫസ്റ്റ് എൽഡർ മാർക്ക് ഫെൽഡറെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാർക്ക് ചിരിച്ചുകൊണ്ട് ആ ഗേറ്റ് അടച്ചു. ആ ഗേറ്റ് മാർക്ക് അടയ്ക്കുന്ന കണ്ടതും ഫസ്റ്റ് എൽഡർ മാർക്കിനെ ശരിക്കും ചീത്ത വിളിച്ചു തുടങ്ങി. ഇടാ, ധൈര്യമില്ലാത്തവനെ, നേർക്ക് നേർ ആണുങ്ങളാണെങ്കിൽ ഏറ്റുമുട്ടണം. അയാൾ അങ്ങനെ പറയുമ്പോഴേക്കും മാർക്ക് അകത്തേക്ക് സാവധാനം നടക്കുകയാണ്. ശരിക്കും മാർക്ക് പാടുപെട്ടാണ് നടക്കുന്നത്. മാർക്ക് നടക്കുമ്പോൾ ആ ഗോൾഡൻ ലൈനുകളിൽ തട്ടാതെ ശ്രദ്ധിക്കും വേണമല്ലോ. മാർക്ക് അല്പസമയം കഴിഞ്ഞതും നടന്ന് ആ കുന്നുകളുള്ള ഭാഗത്തെത്തി. നേരത്തെ മാർക്ക് ഇരുന്ന അതേ കുന്നിന്റെ അടുത്ത് മാർക്ക് കാലുകൾ ചമ്രം പടിഞ്ഞ് അവിടെ ഇരുന്നു. ചമ്രം പടിഞ്ഞിരിക്കുന്ന മാർക്കിന്റെ ബോഡി ശ്രദ്ധിക്കുന്ന ആർക്കും ഇപ്പൊ ആ കാഴ്ച കാണാം. മാർക്കിന്റെ പുറകുവശവും മുൻവശവും ഇപ്പോ പൊളിഞ്ഞിളകിയിരിക്കുകയാണ്. മാർക്കിന്റെ എല്ലുകൾ പോലും വിസിബിൾ ആണെന്ന് പറയാം. കയ്യും ഒക്കെ ഏതാണ്ട് പൊട്ടിയിട്ടുണ്ട്. മാർക്ക് എന്നിട്ടും ചമ്രം പടിഞ്ഞിരുന്ന് പതുക്കെ ഒന്ന് ബ്രീത്ത് ചെയ്തു. അവിടെ മാർക്കിന് വലിച്ചെടുക്കാൻ സത്യത്തിൽ സ്പിരിച്വൽ എനർജി ഒന്നുമില്ല. എന്നിട്ടും അവിടെയുള്ള സാധാരണ വായുവിനെ മാർക്ക് എങ്ങനെ വലിച്ചെടുക്കുകയാണ്. മാർക്കിന്റെ ശ്വാസോച്ഛ്വാസം അല്പസമയം കൊണ്ട് ഏതാണ്ട് നോർമൽ. ഈ സമയത്തും മാർക്കിന്റെ ബോഡിയിൽ നിന്ന് രക്തം അങ്ങനെ ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. ബാക്കി സേനാംഗങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് മടങ്ങിയെത്തിയ ഫസ്റ്റ് എൽഡർ വല്ലാതെ അസ്വസ്ഥനാണ്. അയാൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അയാൾക്ക് മാർക്ക് ഫെൽഡറെ കൈ കിട്ടിയനെ. അയാള് മാർക്കിനെ രക്ഷപ്പെടാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു. ആ ഒരു ചിന്തയാണ് അപ്പോ ഫസ്റ്റ് എൽഡറുടെ മനസ്സിലുള്ളത്. അപ്പോഴും അയാളെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ഡിവൈൻ സിറ്റിയുടെ അതിശക്തമായ സംരക്ഷണം ഒഴിവാക്കി മാർക്ക് എന്തിനാ പുറത്തു വന്നത്? ആ ചോദ്യം അയാളുടെ മനസ്സിലുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ നിന്ന് മാന്ത്രിക ആയുധങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഉടൻ അകത്തേക്ക് ഇരച്ചു കയറണം. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഫസ്റ്റ് എൽഡർ അവിടെ അയാളുടെ വിശ്രമ സ്ഥലത്ത് അങ്ങനെ ചാരിയിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ ദിവസം അങ്ങ് കടന്നുപോയത്. ആ ദിവസം മാത്രമല്ല, അടുത്ത 3 ദിവസവും അതിവേഗം അങ്ങ് കടന്നു പോവുകയാണ്. ഫസ്റ്റ് എൽഡർക്കൊപ്പമുള്ള ബാക്കി സേനാംഗങ്ങൾ ഫസ്റ്റ് എൽഡറോട് ചോദിച്ചു, ഫസ്റ്റ് എൽഡർ, നമ്മൾ എത്രയെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുക? അവര് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഫസ്റ്റ് എൽഡറും അതാണ് ആലോചിക്കുന്നത്. ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് പോയ ആളുകൾ ആയുധങ്ങളുമായി മടങ്ങി വരാനുള്ള സമയം ഏതാണ്ട് കഴിഞ്ഞു എന്ന് പറയാം. ഫസ്റ്റ് എൽഡർ എന്തോ ആലോചിച്ചിട്ട് അടുത്തേക്കുന്ന ആളുകളോട് പറഞ്ഞു, നമുക്ക് എന്തായാലും ഒരു ദിവസം കൂടെ നോക്കാം. അങ്ങനെ അവർ ഒരു ദിവസം കൂടെ നോക്കി. വൈകുന്നേരമായിട്ടും ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ പോയ ആളുകൾ മടങ്ങിയെത്തിയില്ല. ഫസ്റ്റ് എൽഡർക്ക് ഒപ്പമുള്ള ആളുകൾ ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഫസ്റ്റ് എൽഡർ, നമ്മൾ എത്ര നാളെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുക? ഈ ഡിവൈൻ സിറ്റിയിലെ ആ ഫോർമേഷൻ തകർക്കാൻ നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മളിങ്ങനെ കാത്തിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഫസ്റ്റ് എൽഡർക്ക് അറിയാവുന്ന കാര്യമാണ് അവർ പറയുന്നത്. ഫസ്റ്റ് എൽഡർ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, 2 ദിവസം കൂടെ നോക്കാം. ഫസ്റ്റ് എൽഡർ അതുകൂടി പറഞ്ഞപ്പോ പിന്നീട് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം ഒന്നും സംഭവിച്ചില്ല, അങ്ങനെ പോയി. അതിന്റെ അടുത്ത ദിവസം അന്ന് വൈകുന്നേരത്തിനകം ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ നിന്ന് ആളുകൾ വന്നില്ലെങ്കിൽ മടങ്ങി പോകണം എന്നുള്ള തീരുമാനത്തിലാണ് ഫസ്റ്റ് എൽഡർ. ഫസ്റ്റ് എൽഡർ വല്ലാത്ത അസ്വസ്ഥയോടെ അയാൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ഡിവൈൻ സിറ്റിയുടെ ഗേറ്റ് വരെ നടക്കും. അതിനുശേഷം അയാൾ തിരിച്ച് അയാളുടെ ആ ക്യാമ്പ് വരെ നടക്കും. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാഴ്ച അയാൾക്കൊപ്പമുള്ള ആളുകളൊക്കെ കാണുന്നുണ്ട്. അവരെക്കാളൊക്കെ വളരെയേറെ ശക്തിയുള്ള ആളാണ് ഫസ്റ്റ് എൽഡർ. ഫസ്റ്റ് എൽഡർക്ക് പോലും ആ ഡിവൈൻ സിറ്റിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് അവര് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവർക്കും അറിയാം. അവര് ഫസ്റ്റ് എൽഡറുടെ ആ അസ്വസ്ഥത കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഡിവൈൻ സിറ്റിയുടെ ഗേറ്റ് വീണ്ടും മലർക്കെ തുറക്കപ്പെട്ടു. ഗേറ്റ് തുറന്ന ശബ്ദം കേട്ട് ഫസ്റ്റ് എൽഡർ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ കാണുന്നത് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വരുന്ന മാർക്ക് ഫെൽഡറെയാണ്. മാർക്ക് ചിരിച്ചുകൊണ്ട് ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഏയ്, നമുക്ക് ഒന്നുകൂടി ഫൈറ്റ് ചെയ്യാം. ഈ ഒരു ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഫസ്റ്റ് എൽഡർ. ഫസ്റ്റ് എൽഡർ കേൾക്കേണ്ട താമസം മുന്നോട്ട് കുതിച്ചു. അയാൾ ഓടി വന്ന് മാർക്ക് ഫെൽഡറെ ആഞ്ഞൊരൊറ്റ ഇടി. മാർക്ക് അത് പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് മാർക്കും തിരിച്ചു ഒരൊറ്റ ഇടി. മാർക്കിന്റെ കയ്യിൽ ഫസ്റ്റ് എൽഡറുടെ ആ കൈ പതിഞ്ഞതും ഫസ്റ്റ് എൽഡർ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. മാർക്കിന്റെ കൈ അയാളുടെ കൈ പതിഞ്ഞതും അയാൾ ഒത്തിരി പുറകോട്ട് തെറിച്ചു. മാർക്ക് ഫെൽഡറുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. ഇവന് ഇനി സ്പിരിച്വൽ എനർജി തിരിച്ചു കിട്ടിയോ? ആ ഒരു ചിന്തയാണ് പെട്ടെന്ന് ഫസ്റ്റ് എൽഡറുടെ മനസ്സിലേക്ക് വന്നത്. ഫസ്റ്റ് എൽഡർ ആ ചിന്ത മനസ്സിലേക്ക് വന്നതും ഫസ്റ്റ് എൽഡർ കൈയൊന്നുയർത്തി. അയാൾ കൈയൊന്നുയർത്തിയതും അതിശക്തമായ ഒരു മാന്ത്രിക കൈ പെട്ടെന്ന് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ആ മാന്ത്രിക കൈ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട അതേ നിമിഷത്തിൽ ഫസ്റ്റ് എൽഡറുടെ വലതു ഭാഗത്തായി ആകാശത്ത് ഒരു ഇമേജ് പ്രത്യക്ഷപ്പെട്ടു. ആ ഇമേജ് സാക്ഷാൽ
ക്ലൗഡ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്ററുടേതാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്ററുടെ മുഴക്കമുള്ള ശബ്ദം പെട്ടെന്ന് അവിടെ ഉയർന്നു. ഏയ് ഫസ്റ്റ് എൽഡർ, എന്താ ഇത്? ശബ്ദം കേട്ട് ഫസ്റ്റ് എൽഡർ ആ സെക്ഷൻ മാസ്റ്ററുടെ രൂപത്തിൽ നേരെ തിരിഞ്ഞു. സെക്ഷൻ മാസ്റ്ററെ കണ്ട ഫസ്റ്റ് എൽഡർ ശരിക്കും പതറിയെന്ന് പറയാം. സെക്ഷൻ മാസ്റ്റർ, ക്ഷമിക്കണം, ഇത്രയും സമയമെടുക്കുന്നു ഞാൻ കരുതിയില്ല. ഏകദേശം 10 ദിവസം മുമ്പാണ് ഫസ്റ്റ് എൽഡർ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ നിന്ന് തിരിച്ചത്. 10 ദിവസമായിട്ടും ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് ഫസ്റ്റ് എൽഡർ മടങ്ങി വരാത്തത് കൊണ്ട് തന്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് സൃഷ്ടിച്ച പ്രതിരൂപത്തിലൂടെ സെക്ഷൻ മാസ്റ്റർ സ്ഥലത്ത് ഇത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതാണ്. സെക്ഷൻ മാസ്റ്റർ ആ പ്രതിരൂപം ഫസ്റ്റ് എൽഡർ പറഞ്ഞത് കേട്ടു. അത് കേട്ടതും സെക്ഷൻ മാസ്റ്റർ ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഓക്കെ, അധികം സമയം എടുക്കരുത്. ഇല്ല സെക്ഷൻ മാസ്റ്റർ, അതിവേഗം ഞാനത് അവസാനിപ്പിക്കാം. അങ്ങനെ ഫസ്റ്റ് എൽഡർ പറഞ്ഞതും സെക്ഷൻ മാസ്റ്ററുടെ ആ രൂപം പതുക്കെ അങ്ങ് മാഞ്ഞു തുടങ്ങി. ആ സമയത്ത് ഫസ്റ്റ് എൽഡർ സെക്ഷൻ മാസ്റ്റർ നോക്കി 2 കൈ കൊണ്ട് ഒന്ന് കൂപ്പി തല ഒന്ന് കുനിച്ചു. ആ നിമിഷത്താണ് മാർക്ക് ഫെല്ലർ 5th ലെവൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത് ഫസ്റ്റ് എൽഡറുടെ തൊട്ടു പുറകിലെത്തിയത്. ഫസ്റ്റ് എൽഡർ ആ സെക്ഷൻ മാസ്റ്റർ രൂപത്തിനെതിരെ കൈകൂപ്പി നിൽക്കുന്ന ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ഒരു ഇടി. മാർക്കിന്റെ ഫുൾ പവറിലാണ് മാർക്ക് ഫസ്റ്റ് എൽഡറെ ആഞ്ഞിടിച്ചത്. ശരിക്കും ടൺ കണക്കിന് ഭാരമുള്ള ഒരു കൂടം പെട്ടെന്ന് ഒരാളുടെ പുറത്ത് ഇടിച്ചു കയറിയാൽ എന്ത് സംഭവിക്കൂ അത് തന്നെ അവിടെ സംഭവിച്ചു. മാർക്ക് ഫെല്ലറുടെ അതിശക്തമായ ആ ഇടി ഫസ്റ്റ് എൽഡറുടെ ആ വാരിലകൾ ഒന്നടങ്ങ് തകർത്തു എന്ന് പറയാം. ആ ഇടിയിൽ ഫസ്റ്റ് എൽഡർ ദൂരേക്ക് തെറിച്ചു. ദൂരേക്ക് തെറിക്കുമ്പോൾ ഫസ്റ്റ് എൽഡറുടെ വായിക്കൂടി രക്തം പുറത്തേക്ക് തെറിക്കുന്ന കാഴ്ചയും ആ ബാക്കിയുള്ള ആളുകൾക്ക് കാണാം. ആ കാഴ്ചയ്ക്കൊപ്പം അവരൊരു കാഴ്ച കൂടി കണ്ടു. പ്രകാശ വേഗതയിൽ മാർക്ക് ഫെല്ലർ ഫസ്റ്റ് എൽഡർ വീണ സ്ഥലത്തേക്ക് പാഞ്ഞെത്തുന്നത്. അവിടെ എത്തിയ മാർക്ക് ഫെല്ലർ കാലുയർത്തി ഒരു അച്ചയാടി. തറയിലേക്ക് ഫസ്റ്റ് എൽഡർ വീണ ആ നിമിഷത്ത് തന്നെ മാർക്കിന്റെ ഇടത് കാല് ഫസ്റ്റ് എൽഡറുടെ ബോഡി പതിച്ചു. തറയിലേക്ക് വീണ പന്തിനെ വീണ്ടും അടിച്ചുയർത്തുമ്പോൾ എന്ത് സംഭവിക്കുമോ അത് തന്നെ അവിടെ സംഭവിച്ചു. ഫസ്റ്റ് എൽഡർ പൊങ്ങി ഉയർന്ന് ആ പോരാളിൽ നിൽക്കുന്ന ഭാഗത്ത് ഒന്ന് ടപൂന്ന് വീണു. അയാൾ നട്ടലിടിച്ചാ വീണത്. ആ നിമിഷത്തിൽ ഫസ്റ്റ് എൽഡർ ശരിക്കും ഒന്ന് ഞെരങ്ങി. ഫസ്റ്റ് എൽഡറുടെ ആ വാരിയെല്ലുകളും പിൻഭാഗവും ഒരുമിച്ച് തകർന്നിരിക്കുകയാണ്. അയാളുടെ ബോഡി കൂടി രക്തം ഇങ്ങനെ കുടുകൂടാ ഒലിക്കുകയാണ്. ആ കാഴ്ച കണ്ട മാർക്ക് ഫെല്ലർ കൂടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഇപ്പൊ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഇയാളെ രക്ഷിക്കാൻ പറ്റിയേക്കും. ഫസ്റ്റ് എൽഡറെ വേണമെങ്കിൽ മാർക്ക് ഫെല്ലർക്ക് അപ്പോ അവസാനിപ്പിക്കും. പക്ഷെ മാർക്ക് അത് ആഗ്രഹിക്കുന്നില്ല എന്ന് മാർക്കിന്റെ ആ മറുപടി വിളിച്ചു പറയുകയാണ്. മാർക്ക് പറഞ്ഞത് കേട്ടതും ബാക്കിയുള്ള ഭടന്മാർ ഫസ്റ്റ് എൽഡറെ ഒരു പരുവത്തിൽ അവിടുന്ന് പൊക്കിയെടുത്ത് അവരുടെ ആ മാന്ത്രിക ബീസ്റ്റുകളുടെ പുറത്തേക്ക് കയറ്റി ഫസ്റ്റ് എൽഡറുമായി ഹെവൻലി ക്ലൗഡ് ലക്ഷ്യമാക്കി പറന്നു തുടങ്ങി. അവരുടെ എല്ലാവരുടെ കയ്യിലും അവരുടേതായ വാഹനങ്ങളുണ്ട്. ആ എൻ്റെ ടീമും ഡിവൈൻ സിറ്റിയുടെ ആ സ്പേസിൽ നിന്ന് ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് പറക്കുന്ന കാഴ്ച ഒരു വല്ലാത്ത പുഞ്ചിരിയോട് കൂടിയാണ് മാർക്ക് ഫെല്ലർ കണ്ടുനിന്നത്. ശരിക്കും മാർക്ക് ഇവിടെ ഒരു പരീക്ഷണം നടത്തുകയായിരുന്നു. മാർക്കിന്റെ ബോഡിയിലേക്ക് ആ ലൈഫ് എനർജി കയറുമ്പോൾ ബോഡി ഒന്നുകൂടി ബിൽഡ് ആവണമെങ്കിൽ മാർക്കിന്റെ ബോഡിയിൽ പരിക്കുണ്ടാകണം. ആദ്യത്തെ തവണ ആ സ്പൈഡർ അറ്റാക്ക് വഴിയാണ് മാർക്ക് അത് മനസ്സിലാക്കിയത്. രണ്ടാമത്തെ തവണ മാർക്ക് തന്നെ മാർക്കിന്റെ വലത് കൈ ഇടിച്ച് പൊട്ടിക്കുകയായിരുന്നു. ഇപ്പോ മാർക്ക് ശരിക്കും ഫസ്റ്റ് എൽഡറെയാണ് അതിന് ഉപയോഗിച്ചത്. ഫസ്റ്റ് എൽഡറുടെ അതിശക്തമായ പഞ്ചും അതുപോലെ തന്നെ ശക്തമായ ആ കിക്കും മാർക്കിന്റെ ബോഡിയിൽ ആവശ്യമായ മുറിവുണ്ടാക്കി. ആ മുറിവുകൾ ഉണങ്ങിക്കഴിഞ്ഞതും മാർക്കിന്റെ ബോഡി വീണ്ടും ശക്തമായി. നേരത്തെക്കാൾ 10 മടങ്ങ് ശക്തി കൂടിയിരിക്കുകയാണ്. ആ ശക്തിയാണ് മാർക്ക് ഇപ്പോ ഫസ്റ്റ് എൽഡറുടെ മുകളിൽ പ്രയോഗിച്ചു നോക്കിയത്. മാർക്കിന് ഇപ്പോ നല്ലൊരു കോൺഫിഡൻസ് തോന്നുകയാണ്. മാർക്ക് ഡിവൈൻ സിറ്റിക്കുള്ളിലേക്ക് മടങ്ങി. ഡിവൈൻ സിറ്റിക്കുള്ളിലേക്ക് മടങ്ങിയ മാർക്ക് ഫെല്ലർ ഗേറ്റ് അടച്ച് ആ കുന്നുകളുടെ ഭാഗത്തേക്ക് നടന്നു. അവിടെയാണ് മാർക്ക് വിശ്രമിക്കുക. ആ കുന്നുകളുടെ ഭാഗത്തേക്ക് നടക്കുമ്പോൾ മാർക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചു. തറയിലുണ്ടായിരുന്ന ഗോൾഡൻ നൂലുകൾ ഇപ്പോ കാണാനില്ല. ഗോൾഡൻ നൂലുകൾ അവിടെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ പ്രത്യക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇപ്പോ മാർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പ്രൊട്ടക്ഷനും ആവശ്യമില്ല എന്ന് തോന്നുന്ന സമയത്ത് ആ ഡിവൈൻ സിറ്റിയെ കണ്ടാൽ ഒരു പ്രത്യേകതയും തോന്നുന്നില്ല. പക്ഷെ ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ ആ നിമിഷം അവിടെ പ്രൊട്ടക്ഷനായിട്ട് ആ ഗോൾഡൻ പ്രകാശം വരും. മാർക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ആ ഗോൾഡൻ പ്രകാശവുമില്ല. ചുറ്റും ആ ഗോൾഡൻ പ്രകാശം അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഒരു സാധാരണ സ്ഥലം. ആ സാധാരണ സ്ഥലത്തിന് ചുറ്റും ഒരു കോമ്പൗണ്ട് വാള് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഏക പ്രത്യേകത. ഇതേ സമയത്ത് മാർക്ക് ഫെല്ലർ ആ ചുറ്റുമതിലേക്ക് ഒന്ന് നോക്കിയിട്ട് സാവധാനം അവിടെ കിടന്നു. ഒരു ഉറക്കം നന്നായി ഉറങ്ങാൻ മാർക്ക് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അർത്ഥം. മാർക്ക് സുഖനിദ്രയിലേക്ക് കടക്കുമ്പോൾ സമയം ഇങ്ങനെ അതിവേഗം പോവുകയാണ്. മാർക്ക് അവിടെ സുഖനിദ്രയിലായിരിക്കുന്ന അതേ സമയത്താണ് ഫസ്റ്റ് എൽഡറുമായി ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ആളുകൾ അവരുടെ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ മടങ്ങിയെത്തുന്നത്. ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ മടങ്ങിയെത്തുമ്പോൾ ഫസ്റ്റ് എൽഡർക്ക് ബോധമുണ്ട്. അയാളുടെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, എന്റെ അറ തുറന്ന് അവിടുന്ന് മരുന്നെടുക്കുക. കേൾക്കേണ്ട താമസം കൂടെയുള്ള ആളുകൾ നേരെ ഫസ്റ്റ് എൽഡറുടെ ആ
റൂമിന് നേരെ ഓടി. അവിടെ ആ റൂമിന് പുറത്ത് ഗാർഡുണ്ട്. ഗാർഡിനെ കണ്ടതും അവര് കാര്യം പറഞ്ഞു. അത് കേട്ടതും ആ ഗാർഡ് അവരോട് പറഞ്ഞു, അകത്തുണ്ടായിരുന്ന മരുന്നും സാധനങ്ങളും ഒക്കെ ആ എൽഡേഴ്സ് വന്ന് കൊണ്ടുപോയല്ലോ. അത് കേട്ടതും ആ ഭടന്മാർ അക്കാര്യം അങ്ങനെ തന്നെ ഫസ്റ്റ് എൽഡർക്ക് റിപ്പോർട്ട് ചെയ്തു. അയാളുടെ ശരീരവേദനയേക്കാൾ വേദന ആ നിമിഷത്തിൽ അയാൾക്ക് അനുഭവപ്പെടുകയാണ്. അയാളുടെ സകല സമ്പാദ്യവും, അയാളുടെ മരുന്നുകളും, അയാളുടെ മാന്ത്രിക ഉപകരണങ്ങളും എന്ന് വേണ്ട അയാൾ ഈ കാലഘട്ടം ഉണ്ടാക്കിയത് മുഴുവൻ ഏതാനും നാളുകൾക്ക് മുന്നേ അവിടെ നിന്ന് ആ 2 എൽഡേഴ്സും അടിച്ചുകൊണ്ട് പോയി എന്നുള്ള ആ യാഥാർത്ഥ്യമാണ് അയാൾ ഇപ്പോൾ തിരിച്ചറിയുന്നത്. ആ വാർത്ത പെട്ടെന്ന് അവിടെ സ്പ്രെഡായി. ഏതാനും മിനിറ്റ് കഴിഞ്ഞതും അവിടേക്ക് സാക്ഷാൽ സെക്ഷൻ മാസ്റ്റർ കടന്നു വന്നു. ആ അവസ്ഥയിലും സെക്ഷൻ മാസ്റ്റർ കണ്ടപ്പോൾ എണീക്കാൻ ഒരു ശ്രമം ഫസ്റ്റ് എൽഡർ നടത്തി. എണീക്കാൻ ശ്രമിക്കുന്ന ഫസ്റ്റ് എൽഡർ സെക്ഷൻ മാസ്റ്ററോടായി പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് മാർക്ക് ഫെല്ലറെ പിടിക്കാൻ പറ്റിയില്ല. നീ ആ കാര്യം തൽക്കാലം വിട്ടേക്ക്, നമുക്ക് ആദ്യം നിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള പണി നോക്കാം. അങ്ങനെ പറഞ്ഞതിന് ശേഷം സെക്ഷൻ മാസ്റ്റർ അവിടെയുള്ള വിവിധ ആളുകളെ വിളിച്ച് ഫസ്റ്റ് എൽഡർക്ക് ആവശ്യമായ മരുന്നുണ്ടാക്കാനുള്ള ഏർപ്പാട് ചെയ്തു. ദിവസങ്ങൾ അതിവേഗം ഇങ്ങനെ കടന്നു പോവുകയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മാർക്ക് ഫെല്ലർ യഥാർത്ഥത്തിൽ ഉണരുന്നത്. ഉണർന്ന മാർക്ക് ഒരു കാര്യം തീരുമാനിച്ചു. മാർക്കിന് ഇനി വളരെ കുറച്ച് അളവിൽ കൂടി ആ ലൈഫ് എനർജി ലഭിച്ചാൽ മാർക്കിന്റെ ആ സ്പിരിച്വൽ എനർജി തിരിച്ചു പിടിക്കാൻ പറ്റും. ആ ലൈഫ് എനർജി ലഭിക്കണമെങ്കിൽ മാർക്ക് ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് പോകണം. അതിനുവേണ്ടി റെഡിയായി മാർക്ക് ആ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങിയതും ഒരു മനുഷ്യൻ ഓടി മാർക്കിന്റെ അടുത്തേക്ക് വന്നു. മാർക്ക് ഫെല്ലർ, പ്ലീസ് എന്നെ കൂടെ ഒന്ന് സഹായിക്കണം. എന്താ, നിങ്ങൾ ആരാ? മാർക്ക്, ഞാൻ ഹെവൻലി ക്ലൗഡ് സെക്ഷനുമായി പിണങ്ങി നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് വേറെ എവിടെ പോയാലും സംരക്ഷണം കിട്ടത്തില്ല. മാർക്ക്, എന്നെ കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാവോ? ഡിവൈൻ സിറ്റി വളരെ വലുതാണല്ലോ. അയാളുടെ ചോദ്യം കേട്ടപ്പോ മാർക്ക് അയാളെ കൂടി അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. മാർക്ക് അയാളെ അകത്തേക്ക് കൊണ്ടുവന്നു. അന്ന് തന്നെ അനവധി ആളുകൾ കൂടി ആ ഡിവൈൻ സിറ്റിയിൽ മാർക്കിനെ തിരക്കിയെത്തി. അവരെയും മാർക്ക് അക്കോമഡേറ്റ് ചെയ്തു. ഏതാണ്ട് ഒരാഴ്ചയായപ്പോ ആ ഡിവൈൻ സിറ്റിക്കകത്ത് കുറേയേറെ ആളുകളായി. അവരെല്ലാവരും ഹെവൻലി ക്ലൗഡ് സെക്ഷനെ പേടിച്ച് പല ഭാഗത്തായി ഒളിച്ചു കഴിയുന്നവരാണ്. ഇപ്പോ അവർക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാം, ആ ഡിവൈൻ സിറ്റിക്കകത്ത് ഹെവൻലി ക്ലൗഡ് സെക്ഷന് കയറാൻ പറ്റില്ല. അതിശക്തമായ ഒരു ഫോർമേഷൻ അവിടെ ഉണ്ട്. ആ ഫോർമേഷൻ തകർത്തുകൊണ്ട് ഒരിക്കലും ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അവിടേക്ക് കയറത്തില്ല. അതിനുള്ള കപ്പാസിറ്റി ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ഇല്ലെന്ന് ഒരു തോന്നൽ അവന്മാർക്കുണ്ട്. അവിടെ ഒരുപാട് ആളുകളായിപ്പോ ആ ആളുകളുടെ ഒരു ലീഡർ എന്ന് പറയാവുന്ന ഒരാള് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങള് ചർച്ച ചെയ്യായിരുന്നു, ഈ സ്ഥലം ഇങ്ങനെ കിടക്കുന്നതിന് പകരം നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ? അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? മാർക്ക്, ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാം, അതിന് മെറ്റീരിയൽസ് ഒക്കെ വേണ്ടേ? അതൊക്കെ ഇവിടെ തന്നെ എടുക്കാം. ഒരു പഴയ സിറ്റി ആണല്ലോ ഡിവൈൻ സിറ്റി. അവിടെ പല ബിൽഡിങ്ങുകളും പൊളിഞ്ഞു കിടപ്പുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാമെന്ന് ആ ആള് പറഞ്ഞപ്പോ മാർക്ക് അനുവദിച്ചു. ശരിക്കും മാർക്കിനെ ഞെട്ടിച്ച ഒരു കാഴ്ചയാണ് അടുത്ത ഒരാഴ്ച മാർക്ക് അവിടെ കണ്ടത്. അവിടേക്ക് വന്ന ആളുകൾ എല്ലാവരും ശരിക്കും കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. മാർക്കിന്റെ കൺമുന്നിലൂടെ അവര് ഒരു സിറ്റി തന്നെ ബിൽഡ് ചെയ്ത് തുടങ്ങി. അവർ ആ സിറ്റി ബിൽഡ് ചെയ്യുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ ആ ടീമിനോട് പറഞ്ഞു, നിങ്ങളുടെ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യും, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. മാർക്ക് ഫെല്ലർ അവരോട് യാത്ര പറഞ്ഞിട്ട് നേരെ തിരിച്ചത് ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്കാണ്. മാർക്കിന് ഈ തമാശയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മാർക്കിന് എത്രയും പെട്ടെന്ന് ആ എനർജി തിരിച്ചു പിടിച്ചേ പറ്റൂ. മാർക്ക് ഫെല്ലർ വലിയ പ്രതീക്ഷയോടുകൂടി ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് തിരിച്ചപ്പോ അവിടെ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ ഫസ്റ്റ് എൽഡർ പതുക്കെ പതുക്കെ ആരോഗ്യം വീണ്ടെടുക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.